ഷലോം. ഞാൻ റീന ഫ്രാൻസിസ്, ജെറുസലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ എന്തുകൊണ്ട് ഹിന്ദുക്കളെ എതിർക്കുന്നില്ല? റീന ഫ്രാൻസിസ് എന്തുകൊണ്ടാണ് ഹിന്ദുക്കളെ എതിർക്കാത്തതെന്ന് പലരും ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് യഥാർത്ഥവണ്ണം നിങ്ങൾ സത്യം അറിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ ഹിന്ദുക്കളെ എതിർക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഹിന്ദുക്കൾ ആരും തന്നെ വീട്ടാന്തോറും കയറി ഇറങ്ങി നടന്നിട്ട് തങ്ങളുടെ ദൈവമാണ് വലുത്, അതുകൊണ്ട് നിങ്ങൾ തങ്ങളുടെ ദൈവത്തെ വിശ്വസിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്നുള്ള തരത്തില് ഹിന്ദുക്കൾ ഒരു മതപരിവർത്തനവും ആരോടും ചെയ്യാറില്ല. അവരവരുടെ പാടുകൾ നോക്കിയാണ് ജീവിക്കുന്നത്. പക്ഷെ ഈ മതപരിവർത്തനം എന്നുള്ളൊരു രീതി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ തന്റെ മതത്തിലുള്ളവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ, ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ പോലും തന്റെ മതത്തിലുള്ളവർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാമിക കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ അതിൽ നിന്നും വേറിട്ടൊരു കാഴ്ചപ്പാട്, ക്രിസ്ത്യാനിയായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വിളിച്ച് യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നവന് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു സമൂഹം. അങ്ങനെ മാറിയും തിരിഞ്ഞും ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ക്രിസ്ത്യാനി മതപരിവർത്തനം നടത്തുന്നു. അപ്പോൾ മുസ്ലിങ്ങൾ നടത്തുന്ന മതപരിവർത്തനം എന്ന് പറയുന്നത് കൊന്നും കൊല വിളിച്ചും ആളുകളെ കൂട്ടത്തോടുകൂടി തന്റെ മതത്തിൽ ചേരാത്തവനും തന്റെ മതത്തിന് വിരോധമായി സംസാരിക്കുന്നവനും ഒക്കെ മരണഭീതി കൊടുത്തുകൊണ്ടാണ് ഇസ്ലാമിക മതപരിവർത്തനം നടക്കുന്നത്. ക്രിസ്തീയ മതപരിവർത്തനം എന്ന് പറയുന്നത് ചാരിറ്റിയുടെ മറവിലും അതുപോലെ സ്നേഹത്തിന്റെ മറവിലും ഒക്കെയാണ് മതപരിവർത്തനം നടക്കുന്നത്. ഒരുവനെ മതത്തിൽ കൊണ്ടുവന്നിട്ട് ഇവർക്ക് എന്ത് നേടാനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തുകൊണ്ടാണ് ഞാൻ ഹിന്ദുക്കളെ എതിർക്കാത്തതെന്ന് പലരും ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു സമൂഹത്തിൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ മതത്തിലേക്ക് ആളെ കൊണ്ടുവരുവാൻ ശ്രമിക്കാത്തത്. നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ, അതായത് ഈ ദൈവവചനം എഴുതപ്പെട്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് യഹൂദന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ട ദൈവവചനമാണ്. യഹൂദന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ട ദൈവവചനവും യഹൂദന്മാരാൽ എഴുതപ്പെട്ട ദൈവവചനം യഹൂദന്മാർക്ക് കൊടുത്തിട്ടുള്ള കൽപ്പനകളുമാണ്. ഇതിനകത്ത് ഒരിടത്തും തന്നെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ മറ്റു മനുഷ്യരെ പോയി തന്റെ മതത്തിൽ ചേർക്കുവാൻ ദൈവം ഒരാജ്ഞയും കൽപ്പനയും അവർക്ക് കൊടുത്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് ഒരിടത്തും വായിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഈ ക്രിസ്ത്യാനികൾക്ക് മാത്രം ഈ മതപരിവർത്തനം നടത്തുവാൻ കഴിയുന്നത്? മറ്റുള്ളവരെ മതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി എന്തും ചെയ്യുവാൻ അവർക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണ്? അതിന് അവർ ഉപയോഗിക്കുന്ന വാക്യമാണ് മത്തായി സുവിശേഷം അതിന്റെ 28-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യത്തെ കടമെടുത്തിട്ടാണ് ഈ ജനങ്ങളെ മുഴുവനെയും മതം മാറ്റുവാനായിട്ട്, അതായത് ക്രിസ്തീയ വിശ്വാസത്തെ പ്രചരിപ്പിക്കണം എന്നുള്ള പേരിൽ ഒരുവനെ ഹിന്ദു ആയിരിക്കുന്നവനെ ആകട്ടെ ക്രിസ്ത്യാനി മറ്റുള്ള മതത്തിൽപ്പെട്ടവനെ ആകട്ടെ അവനെയെല്ലാം രക്ഷിക്കപ്പെടുത്തുന്നു എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ഇവർ പിന്നീട് പോയി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വെളുത്തിമുക്കുന്നു, സ്നാനപ്പെടുത്തുന്നു, തങ്ങളുടെ സഭയിൽ കൊണ്ടുവന്നിരുത്തുന്നു, അവരെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം യേശു എന്ന് പറഞ്ഞൊരു ദൈവത്തെ വിളിപ്പിക്കുന്നു. ഇതാണ് നടക്കുന്നത്. അപ്പോൾ അവൻ ഹിന്ദു ആയിരുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു ആയിരുന്നു. ആ ഹിന്ദു ആയിരുന്നവൻ പിന്നീട് ദൈവം മാറിയെന്നേ ഉള്ളൂ, അവന്റെ ജീവിതം മാറിയിട്ടില്ല. നിങ്ങൾ അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ഈ ക്രിസ്ത്യാനികളുടെ വിചാരം എന്ന് പറയുന്നത് ഒരുവനെ ഹിന്ദു ആയിരിക്കുന്നവനെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിത സ്വഭാവം മാറ്റിയെടുത്തുന്ന ഇവര് ചിന്തിക്കുന്നത്. എന്ത് ഹിന്ദുക്കളെല്ലാം മോശമായിട്ടാണ് ജീവിക്കുന്നത്? അവര് പെണ്ണു പിടിച്ചും കള്ളുകുടിച്ചും ആഭാസം കാണിച്ചും വൃത്തികേടുകൾ കാണിച്ചും കൊലപാതകം നടത്തിയും വ്യഭിചാരം നടത്തിയുമാണോ ജീവിക്കുന്നത്? ഈ പറച്ചിൽ കേൾക്കുമ്പം അവരും മനുഷ്യരായിട്ട് സാധാരണഗതിയിൽ പരഗതിയും ഇല്ലാതെ അവരുള്ള ദൈവം അവർക്ക് വിശ്വാസമുള്ള ഏതൊരു ദൈവത്തെ വിളിച്ചവർ ജീവിച്ചു. അല്ലാതെ ഒരു മോശം നിങ്ങൾ മാത്രം പുണ്യ ജീവിതം. ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ പുണ്യമായ ജീവിതം ജീവിക്കുന്നു. ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അയ്യോ, ഈ ക്രിസ്ത്യൻ സൈക്കോകളെ ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുക എന്റെ പേജുകളിൽ ഉടനീളമായിട്ട്. ഇപ്പം യഥാർത്ഥ ക്രിസ്ത്യൻ സൈക്കോകളെയാണ് ഞാനിപ്പോ യഥാർത്ഥത്തില് ഈ മദർ തെരേസ എന്നൊരു വിഷയത്തോടു കൂടി ഞാൻ ക്രിസ്ത്യൻ സൈക്കോകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ക്രിസ്ത്യൻ സൈക്കോകളെയും നിങ്ങൾ സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. അപകടം വലുതാണ്. കാരണം സത്യം അന്വേഷിക്കുവാൻ ഒരുത്തനും തുനിയത്തില്ല. അവനൊക്കെ മതഭ്രാന്തും സംഘടനാ ഭ്രാന്തും ആരോടെങ്കിലുള്ള ഭക്തിഭ്രാന്തും മൂത്ത് കിടക്കുകയാണ്. എത്ര സത്യം പറഞ്ഞു കൊടുത്താലും ആരും എന്ത് ചെയ്യുന്നില്ല.
ആരും ഒരുത്തനും എന്ത് ചെയ്യുന്നില്ല, ഉണരുന്നില്ല എന്ന് വേണം പറയാൻ, കണ്ണു തുറക്കുന്നില്ല എന്ന് വേണം പറയുവാനായിട്ട്. ഒരുത്തൻ ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ എന്ത് തോന്നിയവാസവും കാണിച്ചു കഴിഞ്ഞാൽ അവനെ വെള്ളഭൂഷണം എന്ന് പറഞ്ഞ് നടക്കുന്നത് അത് സൈക്കോത്തരമാണ്. ഈ സൈക്കോകളെ നമ്മൾ അകറ്റി നിർത്തിയേ പറ്റത്തുള്ളൂ. ഈ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തണം. ഈ സൈക്കോകളാണ് നാടിന് ആപത്താകുന്നത്. ഏതവനാണെങ്കിലും ക്രിസ്ത്യാനിയുടെ പേരിൽ നടന്ന് വൃത്തികേട് കാണിച്ചാലും, ക്രിസ്ത്യാനിയുടെ മറവിൽ തെമ്മാടിത്തരം കാണിച്ചാലും അത് തെമ്മാടിത്തരമാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം ക്രിസ്ത്യാനിക്ക് ഉണ്ടാകണം. തുറന്നു പറയാൻ ഒരുത്തിനും കഴിയുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസത്തില് ഈ മദർ തെരേസ എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ച് ഒരുപാട് നാടുകൾ കൊണ്ടുള്ള എന്റെ പഠനമാണ്. ഉടനെ സംഘപരിവാർ, ഇത് സംഘപരിവാറിന്റെ അജണ്ടയാണ്, ഇത് സംഘപരിവാർ പറഞ്ഞുണ്ടാക്കിയതാണ്. പിന്നെ സംഘപരിവാർക്ക് മദർ തെരേസയെ വേണം പറഞ്ഞുണ്ടാക്കാനായിട്ട്. സംഘപരിവാർക്ക് മദർ തെരേസയെ പറഞ്ഞിട്ട് വേണം സംഘപരിവാർക്ക് മതം മാറ്റി എല്ലാവരെയും രാമനെ കൊണ്ടുപോയി ആരാധിപ്പിക്കാനായിട്ട്. നാണവും മാനവും ഉണ്ടോ ക്രിസ്ത്യാനിയെ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ. നമ്മുടെ സമൂഹം പോകുന്ന ഏറ്റവും വലിയൊരു അപകടത്തിലേക്കാണെന്ന് പറഞ്ഞിട്ട് സൈക്കോകളായി മാറിക്കൊണ്ടിരിക്കുന്നു. മദർ തെരേസ എന്ന് പറയുന്ന സ്ത്രീയെ ഇവരെങ്ങനെ കണ്ടു, എങ്ങനെ പരിചയപ്പെട്ടു? ഈ ലോകം കാണിച്ചു കൊടുത്ത ചിത്രത്തിലൂടെ കണ്ടതാണ് ഇവര്. ഈ ലോകം പരിചയപ്പെടുത്തി കൊടുത്ത പാവങ്ങളുടെ അടുത്ത് പോയിട്ട് മദർ തെരേസ ശുശ്രൂഷിക്കുന്നു, പാപങ്ങളുടെ മുറിവുകൾ കെട്ടുന്നു, കുഷ്ഠരോഗികളെ കഴുകി വൃത്തിയാക്കുന്നു, ഒരു കടയിൽ പോയിട്ട് ചോദിക്കുന്നു. കഥകളൊക്കെയാണ് മെനഞ്ഞു വിടുന്നത്. ഈ കഥകൾ കേട്ട് 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 മദർ തെരേസ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ഭക്തിയും ഭ്രാന്തും മൂത്ത് കിടക്കുക. സത്യം അന്വേഷിക്കാൻ പിന്നീട് അവർക്ക് കഴിയത്തില്ല. സത്യം പുറത്തു വന്നാൽ പോലും അയ്യോ ഇത് സത്യമൊന്നുമല്ല, ഇത് സത്യമൊന്നുമല്ല, ഇത് സത്യമൊന്നുമല്ല, അയ്യോ ആ സ്ത്രീയെ പറഞ്ഞത് നീ അനുഭവിക്കും എന്നൊക്കെയാ പറയുന്നത്. പിന്നെ മദർ തെരേസയെ പറഞ്ഞുകൊണ്ടത് ഞാൻ അങ്ങ് അനുഭവിച്ചങ്ങ് ചാകും. അപ്പോൾ മദർ തെരേസയെ പറഞ്ഞ ഉടനെ ഞാൻ അങ്ങ് അനുഭവിച്ച് ചാകുമെന്ന ഇവരുടെയൊക്കെ വിചാരം. അപ്പോൾ സംഘപരിവാറിന്റെ അജണ്ടയായിട്ട് ഒരു തലയെ കെട്ടിവെക്കുക അവിടെ. എന്റെ പ്രിയ സഹോദരങ്ങളെ, സത്യത്തിൽ മദർ തെരേസ എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. ഒരു മതപരിവർത്തനമായിരുന്നു ലക്ഷ്യം. മദർ തെരേസയുടെ ചാരിറ്റിയിൽ ഉണ്ടായിരുന്ന സകല മനുഷ്യരും സ്നാനപ്പെട്ടിട്ട് ക്രിസ്ത്യാനിയായിട്ട് കൊന്തയും ചൊല്ലി മാതാവിനോടും പ്രാർത്ഥിച്ചു പോയതാണ് എല്ലാണവും. മനസ്സിലായോ? അന്ന് അവർ മതപരിവർത്തനം ചെയ്ത് നേരാവണ്ണം ക്രിസ്തുവിന്റെ പാതയിൽ നടത്തിയോ? അതും ചെയ്തില്ല. അപ്പോഴും അവർ ഇരട്ടി നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് തള്ളിവിട്ടത്. എല്ലാത്തിനെയും കൊന്ത ചൊല്ലിപ്പിച്ചു. റജി വർഗീസ്, സ്വർഗം ക്രിസ്ത്യാനികളുടെ കയ്യിലാണ്. അതെ, ക്രിസ്ത്യാനികളുടെ കയ്യിലാണ് കുത്തവകാശമാണ് സ്വർഗം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനി ഒരു ഭാഗത്ത് പറയും എന്റെ കുത്തവകാശമാണ് സ്വർഗം, ഇസ്ലാം മതം പറയും ഞങ്ങളുടെ അവകാശമാണ് സ്വർഗം, ക്രിസ്ത്യാനികൾ പറയും ഞങ്ങൾക്ക് 72 ഹൂറികളൊന്നും സ്വർഗത്തിലില്ല, ഇസ്ലാം തീവ്രവാദികൾ പറയും ഞങ്ങൾക്ക് 72 ഹൂറികൾ സ്വർഗത്തിലുണ്ട് എന്ന് പറയും. അങ്ങനെ ഇവർ തമ്മിൽ മാറിയും തിരിഞ്ഞും സ്വർഗത്തിൽ പോകാൻ വേണ്ടി അടിയും. ഇവർ തമ്മിൽ ഇവരുടെ മതത്തിൽ, ഞങ്ങളുടെ ക്രിസ്ത്യാനികൾ പറയും ഞങ്ങളുടെ മതത്തിൽ വന്നാൽ സ്വർഗത്തിൽ പോകാം, അവൻ പറയും അവന്റെ മതത്തിൽ പോയാൽ സ്വർഗത്തിൽ പോകാം. നിങ്ങൾ മതത്തിൽ ചേർത്തിട്ട് എന്താണ് നേടുന്നത്? വൃത്തികെട്ട സമൂഹമേ, നിങ്ങൾ എന്താണ് നേടുന്നത് മതത്തിൽ ചേർത്തിട്ട്? നിനക്കൊന്നും ദൈവവചനം വേണ്ട, പക്ഷെ മതത്തിൽ ചേർക്കണം. ഇതെവിടെയാണ്? നിങ്ങൾക്ക് ദൈവവചനം വേണ്ട, ദൈവത്തിന്റെ കൽപ്പനകൾ വേണ്ട, ദൈവം പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകൾ നിങ്ങൾക്ക് വേണ്ട, പക്ഷെ ക്രിസ്ത്യാനി എന്നുള്ള ലേബൽ നിങ്ങൾക്ക് കൊടുത്താൽ നിങ്ങൾക്ക് സമാധാനമാകും. അവനെ ബെന്തക്കോസുകാരനാക്കി കഴിഞ്ഞാൽ സമാധാനമാകും. അവനെ ക്രിസ്ത്യാനിയുമാക്കണം, ബെന്തക്കോസുകാരനുമാക്കണം. ഇങ്ങനെ മാറിയും തിരിഞ്ഞും കപടമുഖങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ ഓട്ടത്തോട് ഓടുകയാണ്. ഇത് അന്ത്യകാലഘട്ടമായതുകൊണ്ടാണ് സത്യങ്ങൾ പുറത്തേക്ക് വരുന്നതും അത് വിളിച്ചു പറയുവാനുള്ള ചങ്കൂറ്റത്തോടു കൂടി ഓരോരുത്തർ എഴുന്നേൽക്കുന്നതും. എനിക്കറിയാം മദർ തെരേസയ്ക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടമായിട്ട് ആക്രമിക്കുമെന്നും ഇതുവരെയ്ക്കും എന്റെ കൂടെ നിന്നവരെല്ലാം ഇറങ്ങി ഓടുമെന്നൊക്കെ നല്ല വൃത്തിയാണ് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. കാരണം അങ്ങനെ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. സത്യം പുറത്തേക്ക് വരണമല്ലോ ഒരു ദിവസം എന്ന് പറയുന്നത്. എന്നെങ്കിലും ഒരു ദിവസം സത്യം പുറത്തേക്ക് വെളിപ്പെട്ടു വരണേ പറ്റത്തുള്ളൂ. അത് വെളിപ്പെട്ടു വരാൻ ദൈവം ഒരുക്കുന്ന വ്യക്തികൾ അത് തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവർ ക്രിസ്ത്യാനി മതത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വാക്യം എന്താണെന്നറിയോ? ഹിന്ദുക്കളെ എല്ലാം മതം മാറ്റണ്ടേ കൊണ്ടുപോയി? സകല ഹിന്ദുക്കളെയും മതം മാറ്റി ഒരുത്തൻ കമന്റ് ഇട്ടിരിക്കുക എനിക്ക് യൂട്യൂബിനകത്ത്, സഹോദരി ക്രിസ്ത്യാനിയാണ്, നിങ്ങൾക്ക് BJP ഭരണത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലേ നിങ്ങൾക്ക് അറിയത്തില്ല, അവന്മാരിയ്ക്കുന്നത് പോലെയൊന്നുമല്ല, പിന്നെ ക്രിസ്ത്യാനികൾക്ക് പീഡനമാണ്. പിന്നെ എടാ വൃത്തികെട്ടവന്മാരെ, നീ ഇത്രയും കാലം ഇന്ത്യക്കകത്ത് മഹാരാജ്യത്ത് ജീവിച്ചിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിന്നെ ഓട്ടിച്ചിട്ട് ഹിന്ദുക്കൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP-കാരൊക്കെ നിന്നെ പീഡിപ്പിച്ച് അടിച്ചുകൊണ്ടോണ്ടിരിക്കുകയാണ്. പറഞ്ഞു പ്രചരിപ്പിക്കുന്നതിനൊക്കെ ഒരു മനസ്സാക്ഷി എന്ന് വേണ്ടേ ഇതിനൊക്കെ?
നിന്റെയൊക്കെ മതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ കുഞ്ഞു കുഞ്ഞു സഭകൾ അവിടെയും ഇവിടെയൊക്കെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി ജോലിക്കും കൂലിക്കും പോകാതെ നിനക്ക് ഇരുന്ന് വല്ലവന്റെയും കാശിനെ തിന്നണം. 10 പേര് അതിനുവേണ്ടി സഭയിൽ കൊണ്ടുവരണം. 10 പേര് പോയി അധ്വാനിച്ചിട്ട് വരുന്ന പണത്തിന്റെ ദശാംശം പറഞ്ഞ് അതും വചനം വെച്ച് ദശാംശം പറഞ്ഞ് നിനക്കൊക്കെ മേടിച്ചിരുന്ന് തിന്നാൻ വേണ്ടിയിട്ട് നീ എല്ലാവരെയും മതം മാറ്റി നിന്റെ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് അവനെ കൊണ്ടുപോയി സ്നാനം മുക്കി പിന്നെ യേശുവേ എന്ന് പറഞ്ഞ് അങ്ങ് ആരാധിപ്പിക്കുകയാ. നിങ്ങൾ എന്തുവാ കൊടുത്തത് വ്യത്യാസമായിട്ട് ഹിന്ദുക്കൾക്ക്? നിങ്ങൾക്ക് എന്ത് കൊടുത്തു? നിങ്ങൾ ഒരു ദൈവത്തെ മാറ്റി കൊടുത്തു. അവരായിരുന്ന ജീവിത സാഹചര്യത്തിൽ തന്നെയാണ് അവർ ഇപ്പോഴും ആയിരിക്കുന്നത്. അവരവിടെ കിടന്ന് നിങ്ങൾ പുണ്യവാളന്മാരായിട്ട് അങ്ങ് ജീവിക്കുകയായിരുന്നു. അവരെല്ലാം പാപികളായിട്ട് ജീവിക്കാറ്. ക്രിസ്ത്യാനി എന്ന് പറയുന്നവനെല്ലാം പുണ്യവാന്മാരാണ്. അവർ ഒരു തെറ്റും ചെയ്യത്തില്ല, അവരൊന്നും പറയത്തില്ല. അവരിങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ സ്നേഹിച്ച് അവർ കൊല്ലും. അവർ കർത്താവ് വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ആകാശമണ്ഡലങ്ങളിലേക്ക് എടുത്തുകൊണ്ട് പോകും. അത്രത്തോളം ക്രിസ്ത്യാനി വിശുദ്ധ ജീവിതമാണ്. ഹിന്ദുക്കൾ മുഴുവനും പാപികളായിട്ട് ജീവിക്കുകയായിരുന്നു. കാരണം അവർക്ക് വേശ്യാവൃത്തിയും അതും വൃത്തികേടും കൊലപാതകവും, ദിവസം 2 കൊലപാതകം 2 ഹിന്ദു ചെയ്തുകൊണ്ടിരിക്കും. 2 കൊലപാതകം ചെയ്യും, പിന്നെ 2 പേരെ ദിവസം ഒരു 4-5 വേശ്യാവൃത്തി ചെയ്യും, പിന്നെ ഒരു 10 മോഷ്ടിക്കൽ നടത്തും ഹിന്ദുക്കള്. ഇങ്ങനെ ദിനം പ്രതി ഹിന്ദുക്കൾ മോഷണവും വേശ്യാവൃത്തിയും കൊലപാതകവും നീചനും വൃത്തികെട്ടവനുമായിട്ട് ഇങ്ങനെ ഹിന്ദുക്കൾ അലയുകയായിരുന്നു. അപ്പൊ ക്രിസ്ത്യാനികൾ വിശുദ്ധ പൂമത്തകളെല്ലാം ഇങ്ങനെ വിശുദ്ധന്മാരായിട്ട് ജീവിച്ചപ്പോൾ ഈ പാപത്തിൽ കിടക്കുന്ന ദിവസം തോറും കൊലപാതകവും വൃത്തികേടുകളും തീന്മയും വൃത്തികേടും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിന്ദുവിനെ കണ്ടപ്പം സ്വർഗത്തിൽ പോത്തില്ലല്ലോ ഈ പാവങ്ങള്. കാരണം നമ്മൾ വിശുദ്ധന്മാരായിട്ട് ജീവിക്കുന്നത് പോലെ അവർ ജീവിക്കണ്ടേ, അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകണ്ടേ? എന്നാ പിന്നെ നമ്മൾ അങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെടുത്തിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി അങ്ങ് രക്ഷിക്കപ്പെടുത്തുക. ഒരു മിനിറ്റ്, ഇവിടെ റേഞ്ച് കുറച്ച് കുറവാ, അതുകൊണ്ടാണ്. ജോർജ് Anthony, no dear, Mother Teresa was honestly helping but naturally poor, got attacked in accept the Christian way of life. Is not attack against you but is the truth. അയ്യോ കഷ്ടം. നീ അങ്ങനെ മദർ തെരേസയെ അങ്ങ് സൂപ്പിട്ട് അങ്ങ് സുഖിപ്പിക്കണ്ട, മനസ്സിലായോ? നീ ആദ്യം പോയി മദർ തെരേസ ആരാന്ന് പോയി പഠിക്ക്. മദർ തെരേസയെ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച സ്ത്രീ ആയിരുന്നുണ്ടെങ്കിൽ ആ പാവപ്പെട്ടവരെ നാട്ടിൽ കാണിച്ചു കൊടുത്ത് വാങ്ങിച്ച പണം മുഴുവൻ വത്തിക്കാനിൽ പോപ്പിന്റെ അണ്ണാക്കിൽ കൊണ്ട് കൊടുക്കത്തില്ലായിരുന്നു അവള്, ആ വൃത്തികെട്ടവള്. മനസ്സിലായോ? ആ പാവപ്പെട്ടവരെ കാണിച്ചു വാങ്ങിച്ച പണം ആ പാവപ്പെട്ടവർക്ക് വേണ്ടി ചിലവാക്കിയേനെ അവള്. ആ പാവപ്പെട്ടവരെ തീറ്റിച്ചേനെ, ആ പാവപ്പെട്ടവർക്ക് വസ്ത്രം കൊടുത്തേനെ, ആ പാവപ്പെട്ടവരെ എന്ത് ചെയ്തേനെ, നല്ല കിടപ്പാടം കൊടുത്തവരെ പോറ്റിയേനെ, നല്ല കുടുംബജീവിതത്തിൽ കുടുംബങ്ങൾക്ക് നല്ലൊരു വീട് വെച്ച് കൊടുത്ത് അവരെ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിപ്പിച്ചേനെ. ആ പാവപ്പെട്ടവരെ കാണിച്ചു വെച്ച് വന്ന പണങ്ങളെല്ലാം. മദർ തെരേസ നിന്നെപ്പോലുള്ള വൃത്തികെട്ടവന്മാര് വെളുപ്പിച്ചാ വെളുക്കുന്നതല്ല. സത്യം പുറത്തു വന്നാലുണ്ടല്ലോ സകല കറകളും പുറത്തേക്ക് ചാടും, അഴുക്കും പാണ്ഡവും ഒക്കെ. ചിലപ്പോൾ അതൊക്കെ കണ്ട് നിനക്കൊക്കെ ഞെട്ടേണ്ടി വരും. ക്രിസ്ത്യൻ സഭ എന്താണെന്ന് പറഞ്ഞ് അറിയണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്ന സൈക്കോകളെ അറിയണം. അല്ലാതെ ക്രിസ്ത്യാനി സൈക്കോകളെ എനിക്ക് വെള്ളപൂശാൻ ബുദ്ധിമുട്ടാണ്. റീന ഫ്രാൻസിസ് വന്നിരിക്കുന്നത് ക്രിസ്ത്യൻ സഭകൾക്ക് വെള്ളപൂശാനോ ക്രിസ്ത്യാനി എന്ന് പേര് പറഞ്ഞ് നടക്കുന്നവന് വെള്ളഭൂഷാനോ അല്ല. ഞാൻ ദൈവവചന സത്യങ്ങളെ തുറന്നു പറയാൻ വേണ്ടി വന്നത്. എനിക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്താൽ മതി. എനിക്ക് ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ നടക്കുന്നവന്മാരെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ക്രിസ്ത്യ മതം ഭയങ്കര മതമാണെന്ന് എനിക്ക് പറയേണ്ട കാര്യം വരുന്നില്ല. എന്നെ അതിനല്ല കർത്താവ് വിളിച്ചത്. സത്യവചനത്തെ വ്യതിചലിച്ച് ജീവിക്കുന്ന സമൂഹത്തിലെ എല്ലാത്തിനെയും തുറന്നു കാണിക്കാനാ ദൈവം എന്നെ വിളിച്ചത്. മനസ്സിലായോ? മദർ തെരേസയെ പറഞ്ഞു കഴിഞ്ഞ മദർ തെരേസ ഈ ജോർജ് ആന്റണി ബി കൂൾ. ഞാൻ എന്തിനാ കൂളാവുന്നേ? നിന്നെപ്പോലുള്ള വൃത്തികെട്ടവന്മാര് ഈ തെമ്മാടിത്തരവും ചെറ്റത്തരവും കാണിക്കുന്നതിനെല്ലാം വെള്ളഭൂഷാൻ നടക്കുമ്പോൾ നിന്നെപ്പോലുള്ള വൃത്തികെട്ടവന്മാർ സമൂഹത്തിൽ ആപത്താണെന്നുള്ളത് കൊണ്ട് എനിക്ക് ബി കൂളായിരിക്കാൻ പറ്റില്ല. കാരണം നിന്നെപ്പോലുള്ള വൃത്തികെട്ടവന്മാർ എഴുന്നേൽക്കും തോറും അതൊരു സമൂഹത്തിന് ദോഷം ബാധിക്കുകയാണ്. അല്ലാതെ ഒരു കുടുംബത്തിനോ ഒരാൾക്കുമല്ല. നിന്നെപ്പോലുള്ളവന്മാർ സമൂഹത്തിനാണ് ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിന്നെയൊക്കെ മതഭ്രാന്തും സമൂഹഭ്രാന്തും പിടിച്ചു കിടക്കുക. നീയൊക്കെ കത്തോലിക്ക സഭയുടെ കീഴിലാണെങ്കിലോ പെന്തക്കോസിന്റെ കീഴിലാണെങ്കിലോ അതിന്റെയൊക്കെ സംഘടനയുടെ ഭ്രാന്ത് മൂത്തി കിടക്കുന്നവന്മാരാ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ളവന്മാർ ആ ഒരു കള്ളത്തരത്തെയും ന്യായീകരിക്കാൻ നടക്കുന്ന സമയത്ത് പറയുന്നത്, അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന ഒരു സമൂഹം തെറ്റിലേക്ക് വഴി നടത്തപ്പെടുക, ഒരു കള്ളത്തരത്തെ ശരിയാണെന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കുക.
അതൊരിക്കലും പാടില്ല. സത്യം സത്യമായി തന്നെ പുറത്തേക്ക് വരണം. എന്നാലേ നിങ്ങൾ സ്വതന്ത്രരാകത്തുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പോയ ഒരാൾ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ തെറ്റ് ന്യായീകരിച്ച് വെള്ളഭൂഷണമെങ്കിൽ അതല്ലേ ഇസ്ലാം മതവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടാ, ആ കാമഭ്രാന്തൻ അവൻ നാട്ടുകാരെ മുഴുവനും കൊന്നൊടുക്കിയും കഴുത്തറുത്തും ബലാത്സംഗം ചെയ്തും കൂട്ടക്കുരുതി കൊടുത്തുമെല്ലാം മതമുണ്ടാക്കിയപ്പോൾ അത് തെറ്റാണെന്നും അതാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നതെന്നും പറഞ്ഞപ്പോഴത്തേക്കും ഇസ്ലാം മതത്തിന് മുഴുവനും ദോഷാകുലരാകുന്നു. അവർ അത് പറയുന്നവരെ മോശമായി പറയുന്നു, പച്ചയ്ക്ക് തെറി വിളിക്കുന്നു. ഇതല്ലേക്ക് നീയും എന്നോട് കാണിക്കുന്നേ. എടാ, നീയെല്ലാം ഇതല്ലേ തിരിച്ച് എന്നോടും കാണിക്കുന്നേ. അവരെന്ത് ചെയ്യുന്നോ അതേ നീയും ചെയ്യുന്നുള്ളൂ. അവൻ തെറ്റുകാരനായതുകൊണ്ടാണ് തെറ്റുകാരൻ എന്ന് പറയുന്നത്, തെളിവുകൾ സഹിതമുള്ളത് കൊണ്ടാണ്. ഇതേപോലെ തന്നെയാണ് ബ്രിജിത്ത് തീയശ്ശേരിൽ നിന്റെ ഭാര്യയെ പോയി വിളിക്കടാ, ഇല്ല നിന്റെ മോളെ പോയി വിളിക്കടാ. എടി അവരാതി മോളെ നിർത്ത്. നിന്റെ മറ്റവളില്ലേ അവളെ പോയി വിളിച്ചാൽ മതി, നീ എന്നെ വിളിക്കണ്ട. മനസ്സിലായോ? നിനക്ക് ചൊറിയുന്നുണ്ടെങ്കിൽ ആ ചൊറിച്ചിൽ പോയിട്ട് നീ അവളുടെ അടുത്ത് പോയി തീർക്കണം, എൻ്റെ അടുത്തല്ല തീർക്കേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായോ? അത് അവിടെ പോയി തീർക്കണം. ഇപ്പൊ മനസ്സിലായാലും നിങ്ങൾ സൈക്കോകളെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് തന്നെയാണ് ഇസ്ലാമിക സൈക്കോകളും. ഇസ്ലാമിക സൈക്കോകളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ ഇസ്ലാമിക ആ കാമഭ്രാന്തൻ ചെയ്ത അനീതിയും അക്രമവും അവൻ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരവും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് പൊള്ളുന്നോ ഇത് തന്നെയാണ് ക്രിസ്ത്യൻ സൈക്കോകളും തീവ്രവാദികളും കാട്ടുന്നത്. അവന്മാരെ വെള്ളപൂശിക്കൊണ്ടേയിരിക്കണം. അവന്മാരെ വെള്ളപൂശിക്കൊണ്ടേയിരിക്കണം. ഇപ്പൊ ഇസ്ലാം തീവ്രവാദികളും ക്രിസ്ത്യൻ തീവ്രവാദികളും ഒന്നിച്ചാ എനിക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്നത്. നിങ്ങൾ തീവ്രവാദികളെല്ലാം കൂട്ടമായിട്ട് വന്ന് എന്നെ ആക്രമിച്ചാലൊന്നും ഞാനൊന്നും തകർന്നു പോകുന്ന ഒരാളല്ല. സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? കാരണം അവൻ കഴുത്തിൽ കത്തിവെച്ച് മതപരിവർത്തനം നടത്തുന്നു, നീ നാവിൽ കത്തിവെച്ച് മതപരിവർത്തനം നടത്തുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. ഇസ്ലാം തീവ്രവാദികൾ കഴുത്തിൽ കത്തിവെച്ച് മതപരിവർത്തനം നടത്തുന്നു. ക്രിസ്ത്യൻ തീവ്രവാദികളോ നാക്കിനകത്ത് തേനും പാലും ഒഴുക്കുന്നത് പോലെ മതപരിവർത്തനം നടത്തുന്നു. അതും കത്തിയാണ്. ഇവരുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഹിന്ദുക്കളായിട്ടിരിക്കുന്നവരെല്ലാവരും നരകത്തിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുന്നവരും അവർ വിളിക്കുന്ന ദൈവമാണ് നരകത്തിൽ പോകാനുള്ള കാരണവും. അവർ ദൈവത്തെ ഒന്ന് മാറി വിളിച്ചാൽ മതി. മനസ്സിലായോ? പേര് മാറ്റി ദൈവം എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഒന്ന് മാറ്റിയിട്ട് യേശു ക്രിസ്തുവേ എന്നൊരു ദൈവത്തെ വിളിച്ചാൽ മാത്രം മതി. ബാക്കിയുള്ളതെല്ലാം ശരിയായിക്കോളും. അങ്ങനെ യേശു ക്രിസ്തു ഇങ്ങനെ മറ്റു മതങ്ങളിലെല്ലാം ഇങ്ങനെ കിടക്കുന്നത് അന്യ ദൈവങ്ങളെല്ലാം വിളിച്ച് ആരാധിക്കുന്നവരെല്ലാം കണ്ടില്ല. യേശു ക്രിസ്തു ഇങ്ങനെ നടക്കുകയാണ്, എനിക്കും എന്നെ മാത്രം എല്ലാവരും ആരാധിക്കുക, അങ്ങനെയുള്ള ആരാധിക്കുന്നവരെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകത്തോളം നടക്കുക. അതുകൊണ്ട് യേശു ക്രിസ്തു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ആരെങ്കിലും ഒക്കെ എന്നെ വിളിക്കുമെന്ന്. അപ്പൊ ക്രിസ്ത്യാനികളോടെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുക, പോയി വീട്ടാന്തോറും കയറി നടന്ന് ഹിന്ദുക്കളോടെല്ലാം പറ, യേശു ക്രിസ്തുവിനെ എന്നെ വിളിക്കാൻ വേണ്ടി സഭയെ കൊണ്ടുവന്നിരുത്ത്, എന്നിട്ട് പറ യേശു ക്രിസ്തുവേ സ്തോത്രം, യേശു ക്രിസ്തുവേ നന്ദി, ആരാധന കൊടുക്കുക. അപ്പൊ പിന്നെ നീ സ്വർഗത്തിൽ പോകും. നിങ്ങൾ ഹിന്ദുക്കൾക്ക് എന്ത് കൊടുത്തു? അവരെ മതത്തിൽ കൊണ്ടുവന്നിട്ട് മത്തായി സുവിശേഷം 23-ാം അധ്യായം, ഒരു മിനിറ്റ്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യരാക്കുന്നു. എന്റെ കർത്താവ് അപ്പം നിങ്ങളെ കൊണ്ടുവരരുതെന്നാണ് പറഞ്ഞു പഠിപ്പിച്ചതിന്റെ പിന്നിലെ പൊരുള്. മനസ്സിലായോ? ക്രിസ്ത്യാനികള് മതം മാറ്റി കൊണ്ടുവരിക. കർത്താവ് പറയുകയാണ്, അയ്യോ കപടഭക്തിക്കാരന്മാരെ, നീയെല്ലാം കാടും മേടും കടന്ന് അനേകരെ ഈ മാർഗത്തിൽ കൊണ്ടുവന്നിട്ടേച്ച് അവന് നിന്നേക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞിട്ടാ. മനസ്സിലായോ? അപ്പോൾ കർത്താവിന്റെ ആഗ്രഹം നിങ്ങൾ പോയി മതത്തിൽ കൊണ്ടുപോകാന്നല്ല. അപ്പം ഇവരെടുക്കുന്ന വാക്യം എന്താണെന്നറിയാമോ? കർത്താവിന്റെ കൽപ്പന, ആ ഒരു കൽപ്പന ഇവർ അറിയത്തുള്ളൂ. ബാക്കിയുള്ള കൽപ്പനകളെല്ലാം ഞങ്ങൾ തോട്ടിൽ വലിച്ചെറിയും. രക്ഷിക്കപ്പെട്ട് മതത്തിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ മതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
ഞങ്ങൾ മത്തായി സുവിശേഷം 28:19-20 എടുത്തോണ്ട് വരും. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഇവിടെ എവിടെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എല്ലാവരെയും കൊണ്ടുപോയി എന്റെ മതത്തെ കൊണ്ടുവന്ന് ചേർക്കാൻ? ഈ വാക്യത്തിൽ എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്ത്യാനിയാക്കി സ്നാനപ്പെടുത്തി മുക്കിയെടുക്കാൻ കർത്താവ് എവിടെയാ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുക. നിങ്ങൾ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ, സഹോദരി, ഹിന്ദുക്കളെ കുറിച്ച് എന്താ സഹോദരി പറയാത്ത? ഏത് ഹിന്ദുവാ നിങ്ങളുടെ വീട്ടാന്തോറും കയറി നടന്നിട്ട് രാമനാ ദൈവം, കൃഷ്ണനാ ദൈവം, മഹാവിഷ്ണുവാ ദൈവം, അതുകൊണ്ട് നീയൊക്കെ സ്വർഗത്തിൽ പോകണമെങ്കിൽ രാമനെ വിളിക്കണമെന്നും കൃഷ്ണനെ വിളിക്കണമെന്നും മഹാവിഷ്ണുവിനെ വിളിക്കണമെന്നും അല്ലെങ്കിൽ ബ്രഹ്മാവനെ വിളിക്കണമെന്നൊക്കെ ഏത് ഹിന്ദുവാ നിങ്ങളുടെയൊക്കെ വീട്ടാന്തോറും കയറി ഇറങ്ങി നടക്കുന്നത്? ഞാൻ അറിയാണ്ട് ചോദിക്കുക. എടാ, നിങ്ങൾ തമ്മിലല്ലേ ഒരു ഭാഗത്ത് ക്രിസ്ത്യാനി മതപരിവർത്തനം നടത്താൻ വേണ്ടി നടക്കുന്നു, മറുഭാഗത്ത് ഇസ്ലാം മതപരിവർത്തനം വേണ്ടി നടക്കുന്നു. ക്രിസ്ത്യാനി മുഴുവൻ ലോകം മുഴുവനെയും ഉള്ളവരെയും ക്രിസ്ത്യാനിയാക്കാൻ നടക്കുന്നു, ഇസ്ലാം ലോകം മുഴുവനെയും ഉള്ളവരെയും മുസ്ലാമാക്കാൻ വേണ്ടി നടക്കുന്നു. നിങ്ങൾ മാറിന്തിരിഞ്ഞും നടന്നിട്ട് നിങ്ങൾ ഈ ഹിന്ദുക്കളെ മുഴുവനെയും കുറ്റം പറയുന്നതിന്റെ വലിയ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്ത. എന്തേ, അവര് വൃത്തികെട്ടവരോ? അവര് മോശക്കാരോ? ഈ ലോകത്തെ ഏറ്റവും മഹാപാതകവും വൃത്തികേടും ചെയ്യുന്നത് അവരാണോ? എടാ, നീയല്ലേ, ഈ ക്രിസ്ത്യാനി വർഗമല്ലേ ഈ ലോകത്ത്? ഒരു ഭാഗത്ത് ഇസ്ലാം എന്ന് പറയുന്ന മതഭ്രാന്തന്മാർ തന്റെ മതത്തിനു വേണ്ടിയിട്ട് കൊന്നും കൊല വിളിച്ചും നശിപ്പിച്ചും നാറാണക്കല്ലെടുത്തു ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്നു. മറുഭാഗത്ത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന സൈക്കോകളോ അവറ്റങ്ങളും ഇതേ വർഗത്തിൽപ്പെട്ടതാ. ഏറ്റവും കൂടുതലും യഹൂദന്മാരെ കൊന്നൊടുക്കിയതാരാണ്? ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരല്ലേ? എടാ, യഹൂദന്മാർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത ഒറ്റ വർഗമേ ഉള്ളൂ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത്. നിനക്കിരിക്കുന്ന ദൈവവചനം പോലും ഈ യഹൂദന്മാരിൽ എഴുതപ്പെട്ടതും ഈ യഹൂദന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ടതുമായ ആ ദൈവവചനം ഇസ്രായേൽ ജനത്തോട് നടന്ന കർത്താവിന്റെ വചനത്തെ വെച്ചിട്ട് ഈ ക്രിസ്ത്യാനികൾ മുഴുവനും എന്ത് ചെയ്തു? യഹൂദന്മാരെ കൊന്നൊടുക്കി. ഈ ഇസ്ലാം സമൂഹവും യഹൂദനെ കൊന്നൊടുക്കി, ക്രിസ്ത്യാനികളും കൊന്നൊടുക്കി. ആ സമയത്ത് ദൈവത്തിന്റെ മക്കളെ സുരക്ഷിതമായി കൈവെള്ളയിൽ സൂക്ഷിക്കാൻ ദൈവം ഏൽപ്പിച്ചു കൊടുത്തൊരു ജനമാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. അവരാണ് സത്യത്തിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ഇടയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സമാധാനമുള്ളത്. ഇനിയെങ്കിലും സത്യം തിരിച്ചറിയ ജനമേ, ഈ ഹിന്ദുക്കളെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ആപത്താണ് ഉണ്ടായത്? ഇവരെ മതം മാറ്റിക്കൊണ്ടുവന്ന് യേശുവേ എന്ന് പറയുന്ന ഒരു ദൈവത്തെ കാണിച്ചു കൊടുത്ത് ആ ദൈവത്തെ മാത്രം വിളിച്ചത് കൊണ്ട് മാത്രമായോ അവരുടെ ജീവിതം? ഞാൻ അറിയാണ്ട് ചോദിക്കുക. അപ്പോൾ ക്രിസ്ത്യൻ സൈക്കോകൾക്കെതിരെ ഞാൻ സംസാരിക്കാൻ പാടില്ല അല്ലേ? അപ്പൊ ക്രിസ്ത്യൻ സൈക്കോകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് മതത്തിൽ കിടക്കുന്ന ഭ്രാന്തന്മാരോടല്ല കൂറ്. അങ്ങനെയുള്ള ഭ്രാന്തന്മാരെ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങൾ സർട്ടിഫിക്കറ്റും തടണ്ട. മനസ്സാക്ഷിയിൽ മനുഷ്യനായി ജീവിക്കുന്ന മനുഷിക ചിന്തയുള്ളവൻ ഒരുത്തൻ കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ മനസ്സിലാക്കും ഈ സത്യം എന്താണെന്ന് പറഞ്ഞിട്ട്, ഞാൻ പറയുന്നതിന്റെ പൊരുൾ എന്താണെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? സമൂഹത്തെ മുഴുവനെയും കാർന്ന് തിന്നുന്ന വൈറസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മതപരിവർത്തനം എന്ന് പറയുന്നത്. ഈ മതപരിവർത്തനം ഉണ്ടാക്കി ആരും സ്വർഗത്തിലേക്കൊന്നും പോകുന്നില്ല. കർത്താവിന്റെ വചനം അത് വ്യക്തമായി തെളിവ് സഹിതം പറഞ്ഞിരിക്കുമ്പോഴും നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഈ മതപരിവർത്തനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഈ മതപരിവർത്തനം ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് അതിന്റെ ലാഭം? നിങ്ങൾക്ക് ലാഭം നിങ്ങളുടെ വയറ് വളർത്താം. നിങ്ങൾക്ക് ജോലിക്കും കൂലിക്കും പോകാതിരുന്ന് പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയിട്ട് നിങ്ങൾക്ക് തിന്നാം. അതേ ഉള്ളു ഗുണം. അല്ലാതെ നിങ്ങൾ പണിയെടുത്തിട്ട് ജീവിക്കുവാണ്. ഈ മതപരിവർത്തനം വരുത്തി ആ സഭയെ 10 പേരെ കൊണ്ടുവന്നിട്ട് അവന്റെ വേർപ്പിനകത്ത് നിങ്ങൾ ജീവിക്കുകയല്ലേ? അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ മതപരിവർത്തനം നടത്തി നിങ്ങൾ അവനെ സഭയിൽ കൊണ്ടുവന്നിട്ട് അവനെ ജോലിക്ക് വിട്ടിട്ട് അവന്റെ വേർപ്പിനകത്ത് അവന്റെ ദശാംശം പിടിച്ചു പറിച്ചും അവന്റെ സ്തോത്ര കാഴ്ച പിടിച്ചു വെച്ചും അവന്റെ പിച്ചച്ചട്ടിക്കകത്ത് കായിട്ട് വാരിയും അങ്ങനെ നിങ്ങൾ ജീവിച്ചു പൊളയിക്കുന്നു. അതല്ലേ ഉള്ളു ഗുണം. അതുകൊണ്ട് എന്ത് ഗുണം ഇരിക്കുന്നു? മദർ തെരേസ കോടികൾ ഓരോ പ്രാവശ്യവും അത് ചാരിറ്റി ട്രസ്റ്റിന്റെ പേരില് മദർ തെരേസ വരുത്തിച്ചുകൊണ്ട് ആ മദർ തെരേസയ്ക്ക് വന്ന പണം അതുപോലെ ആ ചാരിറ്റി ട്രസ്റ്റിൽ ഇട്ട് മദർ തെരേസ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ കൊൽക്കട്ട എന്ന് പറയുന്ന നഗരം തന്നെ എന്ത് ചെയ്തേനെ? ഏറ്റവും ശ്രേഷ്ഠമായി മാറിയേനെ. ആ കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സ് തൃപ്തിയായേനെ. നിങ്ങൾ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ, റീന എന്തെങ്കിലും ഒരു ദിവസം ഇതുപോലെ ചെയ്തിട്ടുണ്ടോ? റീന എന്തെങ്കിലും ഒരു ദിവസം ഇതുപോലെ ഏതെങ്കിലും ഒരെണ്ണം ചെയ്തിട്ടാണോ സംസാരിക്കുന്നത്? പുണ്യപ്രവൃത്തി ചെയ്ത സ്ത്രീയെ നിനക്ക് ചെയ്യാൻ കഴിവുണ്ടോ? നിന്നെപ്പോലെയൊന്നും മദർ തെരേസയെ പോലെ നാട്ടുകാർക്ക് ഫോട്ടോ എടുത്ത് അയക്കേണ്ട കാര്യമില്ല. എൻ്റെ ആ പിതാവ് ഈ ഭൂമിയിൽ എനിക്ക് ജന്മം തന്ന മനുഷ്യനുണ്ടല്ലോ, എൻ്റെ അപ്പൻ ചെയ്തിട്ടുള്ളത് പോലെ ഒരു ചാരിറ്റി ഈ ലോകത്ത് ഒരു മനുഷ്യനും ചെയ്തിട്ടുണ്ടാകത്തില്ല.
പക്ഷെ എൻ്റെ അപ്പൻ ലോകത്ത് അറിയപ്പെടാതെ പോയത് എന്തുകൊണ്ടാണെന്നറിയാമോ? വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയരുതെന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രമാണത്തെ മുറുകെ പിടിച്ചത് കൊണ്ടാ. ഓരോരുത്തരും അതുപോലെ ക്രിസ്തീയ വിശ്വാസികൾ എഴുന്നേറ്റിരുന്നെങ്കിൽ മദർ തെരേസയെ പോലെ കൊള്ളയടിക്കാരൊന്നും വരേണ്ട ആവശ്യമില്ലായിരുന്നു. എല്ലാവരോടും പറഞ്ഞ കാര്യമായി ഇത് ദൈവവചനം. അല്ലാതെ ഒരുത്തനോട് പോയിട്ട് ഒരുത്തൻ ചാരിറ്റി ഉണ്ടാക്കി എല്ലാവരെയും സുഖിപ്പിച്ചു വെക്കാനല്ല ദൈവവചനം പറഞ്ഞത്. രക്ഷിക്കപ്പെടുന്ന ഏതൊരുത്തരും എല്ലാവരും ഉള്ള ഇതാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും അവരവർ വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയാതെ ചെയ്തിരുന്നെങ്കിൽ ഈ ലോകം മുഴുവനും ചാരിറ്റി കൊണ്ട് നിറഞ്ഞേനെയായിരുന്നു. അല്ലാതെ ഒരു ട്രസ്റ്റിൽ കൊണ്ട് പണം തട്ടാൻ വേണ്ടി ചാരിറ്റിയുടെ പേരിൽ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത്. എനിക്ക് ജന്മം തന്ന മനുഷ്യന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ കണ്ടു വളർന്നുള്ളവരാണ്. അതേപോലെ ഞാൻ ചെയ്തും വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഞാൻ സർട്ടിഫിക്കറ്റ് തരേണ്ട കാര്യമില്ല. ചാരിറ്റി ചെയ്തിട്ടുണ്ട്, ഒരു ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കറിയാമെന്നൊക്കെ ചോദിക്കേണ്ട കാര്യമില്ല. അത് വിവരദോഷികൾ ചോദിക്കും. എൻ്റെ പിതാവ് വലിയ കോടീശ്വരനൊന്നുമല്ല, സാധാരണ കൂലിപ്പണിക്കാരൻ, കടലിൽ പോയി കിട്ടുന്ന വരുമാനം കൊണ്ടുവന്ന് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു. എൻ്റെ പിതാവ് കടലിൽ പോയി കിട്ടുന്ന വരുമാനം ചില സമയങ്ങളിൽ വള്ളത്തിൽ പോയി ഒന്നും കിട്ടത്തില്ല, വെറുതെയാണ് എൻ്റെ പപ്പ കൈ നീട്ടി വരുന്നത്. അപ്പോൾ പോലും പാട്ട, ഈ ഹോളിട്ട് വെച്ചിരിക്കുന്ന പാട്ടയുണ്ടല്ലോ, പൈസ ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്ന പാട്ട, അത് ടിന്നുകൾ മേടിച്ചു വെക്കും വീട്ടിനകത്ത്. എന്നിട്ട് കിട്ടുന്ന വരുമാനത്തിനകത്ത് എൻ്റെ വീട്ടിൽ കൊടുക്കുന്നത് ചിലപ്പോൾ 500 കിട്ടുന്നത്, എൻ്റെ വീട്ടിൽ കൊടുക്കുന്നത് 200 ആ 300 ആ പാട്ടയ്ക്കകത്ത് ഇട്ട് നികത്തും എൻ്റെ പിതാവ്. എന്നിട്ട് ആ പാട്ട നിറഞ്ഞ് കുത്തി നിറച്ച് വീട്ടിലെ ആവശ്യങ്ങൾക്ക് പോലും നേരാവണ്ണം കൊടുക്കത്തില്ല. എൻ്റെ പിതാവ് പറയുന്നൊരു കാര്യമാണ്, അനേകർ വിശ്വാസികളല്ല, അവർക്ക് ദൈവത്തെ അറിയത്തില്ല, ദൈവം എന്താണെന്ന് പോലും അറിയത്തില്ല. പലർക്കും അവർക്ക് വിശ്വാസം എന്താണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അവരെ പോറ്റിക്കേണ്ടത് നമ്മളാണ്. നമുക്ക് വിശ്വാസമുള്ളത് കൊണ്ട് ദൈവം നമ്മളെ പോറ്റിക്കുമെന്ന് എൻ്റെ പിതാവ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പാത്രത്തിനകത്ത് ഇട്ട് കൂട്ടി കൊണ്ടുപോയിട്ട് എൻ്റെ ആ പിതാവ് എണ്ണിപ്പോലും നോക്കിയിട്ടില്ല ആ പണം എത്ര ഉണ്ടെന്ന് പോലും. അതാ വലങ്കൈ കൊടുക്കുന്ന ഇടങ്കൈ അറിയരുതെന്ന് പറയുന്നത്. ആ പാട്ടയ്ക്കകത്ത് എത്ര രൂപയുണ്ടെന്ന് പോലും എൻ്റെ പിതാവ് എണ്ണിപ്പോലും നോക്കാത്ത മനുഷ്യൻ ഒരു ചെരുപ്പ് എൻ്റെ പിതാവിന് സ്വന്തമായിട്ട് കാലിൽ ഇടാൻ വാങ്ങിച്ചിട്ടില്ല. എൻ്റെ പിതാവ് ഇട്ടിട്ടുമില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പിതാവ് ചെരുപ്പിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു 2 വസ്ത്രമല്ലാണ്ട് എൻ്റെ പിതാവ് മാറി തിരിഞ്ഞ് മുടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും ഒരു വസ്ത്രം മേടിച്ചാൽ പോലും ആ വസ്ത്രം എടുത്തുകൊണ്ടുപോയി അത് ഇല്ലാത്തവന് കൊടുത്തു കണ്ട് ശീലമായി. മനസ്സിലായോ? അങ്ങനെ ദൈവത്തിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ് എൻ്റെ പിതാവ്. ദൈവവചനം മാത്രം പ്രായോഗിക തലത്തിലാക്കണമെന്ന് പഠിപ്പിച്ച മനുഷ്യനാണ് എൻ്റെ പിതാവ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ ചുമ്മാ പൊട്ടിമുളച്ചു വന്ന് ഇത് പറയുന്നതല്ല. ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുമുണ്ട്. ഞാൻ ചെയ്തത് കണ്ടു വളർന്നവളാണ്. എൻ്റെ ജീവിതമാണ് എനിക്ക് പാഠമായി മാറിയത്. എൻ്റെ പിതാവിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ഒരു നല്ല വസ്ത്രം പോലും എൻ്റെ പിതാവ് മാറിയും തിരിഞ്ഞു മുടുക്കാൻ പോലും എടുത്തിട്ടില്ല. കാരണം അതില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് കരുതിയിട്ട് കവറിൽ ഇട്ടുകൊണ്ട് പോയി എൻ്റെ പിതാവ് എന്ത് ചെയ്യുമായിരുന്നു? പാവപ്പെട്ട ഭിക്ഷക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ആരെയും പോയി മതത്തിൽ പിടിച്ചോണ്ടൊന്നും വന്നില്ലേ. കൊടുത്തവരെ ആരെയും പോയിട്ട് നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്, നീ ചത്ത് നീ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ മുങ്ങിച്ചാകെന്ന് പറഞ്ഞിട്ട് ഈ ചാരിറ്റിയുടെ മറവിൽ മത്തുവരെ മതപരിവർത്തനം നടത്താൻ എൻ്റെ പിതാവ് നടന്നിട്ടില്ല. എൻ്റെ പിതാവിനോട് പറഞ്ഞ കൽപ്പനയാണ് എൻ്റെ പിതാവ് അനുസരിച്ചത്, ചെയ്തതുമൊക്കെ. ആശുപത്രികളിൽ പോകും, രോഗികളെ പോയി ചികിത്സിക്കും, രോഗികളെ പോയി കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കും, അവർക്ക് എന്താണെന്നോ മരുന്ന് ചെലവിന് മേടിച്ചു കൊടുക്കും. ഈ പണമൊന്നും എൻ്റെ പിതാവ് കോടീശ്വരനായിട്ടുള്ളതല്ല, കടലിൽ പോയി കിട്ടുന്ന വരുമാനം മേടിച്ചുകൊണ്ടൊന്നും ചെയ്യുന്ന പരിപാടിയാ. വീട്ടിൽ പോലും കൊടുക്കാതെ ഇല്ലായ്മയിൽ നിന്നും ചെയ്ത പ്രവൃത്തിയാ. കോടികൾ ട്രസ്റ്റിന്റെ പേരിൽ വരുത്തിച്ചിട്ട് അതിലൊരു അംശം പോലും പാവത്തുങ്ങൾക്ക് കൊടുക്കാതെ അത് മുഴുവനും വത്തിക്കാനിലേക്ക് അയച്ചു കൊടുത്തും കത്തോലിക്ക സഭ ഉണ്ടാക്കാനും പെന്തക്കോസ് ചാരിറ്റി ട്രസ്റ്റുകൾ ഉണ്ടാക്കാനും വേണ്ടി ഇന്ന് കുറെ എണ്ണങ്ങൾ നെട്ടോട്ടം ഓടുന്നത് പോലെ എൻ്റെ പിതാവ് ചെയ്തിട്ടില്ല. എൻ്റെ പിതാവ് ഇല്ലായ്മയുടെ വരുമാനത്തിൽ പോലും വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയരുതെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തൊരു മനുഷ്യനാണ് എൻ്റെ പിതാവ്. അതുമാത്രമല്ല, നിങ്ങൾ കൊല്ലത്ത് പോയി കഴിഞ്ഞാൽ മുണ്ടക്കൽ അഗതി മന്ദിരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അഗതികളായിട്ടുള്ള, അതായത് മന്ദബുദ്ധികളായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരെയും കൊണ്ടുവന്ന് ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ്. നിങ്ങൾക്കറിയാമല്ലോ ഗവൺമെന്റിന്റെ സ്ഥാപനം എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഗവൺമെന്റിന്റെ സ്ഥാപനം നേരാവണ്ണം നല്ല ഫുഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇന്നത്തെ സമയമല്ല ഞാൻ പറയുന്നത്, 10-25 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ 25 വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെ ഇരിക്കും ആ സ്ഥാപനം എന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ സമയത്ത്
എൻ്റെ പിതാവ് വീട്ടാന്തോറും കയറി ഇറങ്ങി നടന്നിട്ട് പറയും, ഒരു നേരത്തെ ആഹാരത്തിന് പാവത്തുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അവിടെയുള്ള കുറച്ച് പയ്യന്മാരെയും വിളിച്ചോണ്ട് പോകും. ആ സ്ഥലത്തുള്ള കത്തോലിക്കക്കാരാ, കുറച്ച് പയ്യന്മാരെയൊക്കെ വിളിക്കും. അവന്മാര് വെള്ളം ഒടിച്ചും മറ്റു രീതിയിലൊക്കെ നടക്കുന്ന പിള്ളേരാ. അവരെ ദൈവവചനം പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ അപ്പം പറയും, മക്കളെ നിങ്ങൾ ഇങ്ങനെ ജീവിക്കാനുള്ളവരല്ല, നിങ്ങൾ കർത്താവിന്റെ മക്കളാണ്, നിങ്ങൾ അപ്പന്റെ സ്വന്തം പൊന്നാര കുട്ടന്മാരാണ്, ചക്കര മുത്തുകളാണ് എന്ന് പറഞ്ഞ് എൻ്റെ അപ്പൻ പറഞ്ഞു കൊടുത്തിട്ട് ഈ പിള്ളേരെ എല്ലാം എന്ത് ചെയ്യും, വിളിച്ചുകൊണ്ട് പോയിട്ട് അവരാ വീട്ടാന്തോറും എൻ്റെ അപ്പന്റെ കൂടെ പോയിട്ട് എന്ത് ചെയ്യുന്നത്, പൈസ മേടിക്കുന്നത്, ഭിക്ഷയാചിക്കുന്നത്. അങ്ങനെ ആ പൈസ മേടിച്ചുകൊണ്ട് വന്നിട്ട് ആ പൈസയ്ക്ക് ഈ പൊറോട്ടയും ഇറച്ചിക്കറിയും ഒക്കെ മേടിക്കും, ഒരു വലിയ ഇത് നിറച്ച്. എന്നിട്ട് കുറെ യൗവനക്കാരികളായ പെൺകുട്ടികൾ, എനിക്ക് അന്നത്തെ സമയം എനിക്ക് 12 വയസ്സോ എത്രയോ ഉള്ളൂ എനിക്ക് പ്രായം. യൗവനക്കാരികളായ പെൺപിള്ളാരും ചെറുക്കന്മാരും ഒക്കെയായിട്ട് ഈ അഗതി മന്ദിരത്തിലേക്ക് ഞങ്ങൾ പോകും. പോയിട്ട് നിങ്ങൾ ചോദിച്ചല്ലോ, കുഷ്ഠരോഗികളെ എടുത്തിട്ടങ്ങ് കഴുകി കൊടുത്തിട്ടുണ്ടോ റീന, ചെയ്തിട്ടുണ്ടോ റീന എന്ന് പറഞ്ഞിട്ട് എന്റെ 12ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ തുടങ്ങിയ പരിപാടിയാത്. മനസ്സിലായോ? അവിടെ ഞാൻ പറഞ്ഞ തലയ്ക്ക് ബോധവും സ്ഥിരതയും ഇല്ലാത്ത ആളുകളാ കിടക്കുന്നത് മുഴുവനും. കാരണം അവര് പല രാജ്യങ്ങളിൽ നിന്നും അഗതികളായിട്ട് തെരുവിലൊക്കെ കിടന്ന് പിറക്കിക്കൊണ്ടുവരുന്നതാ, നാട് വിട്ട് നാട് പോയവരൊക്കെ. ഇവർ കക്കൂസിലൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ചും ഗവൺമെന്റ് സ്ഥാപനം നിങ്ങൾക്ക് പറയണ്ടല്ലോ, 10-25 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ഇവര് മലവിസർജനം നടത്തിയിട്ട് മതിലിലൊക്കെ തേച്ച് വെച്ചിരിക്കും. ആദ്യം ഈ ആൺകുട്ടികളും എല്ലാം ചെല്ലുന്നത്, പെൺകുട്ടികളെല്ലാം പോയി അവരുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് പോയി നിങ്ങൾ കഴുകും. പെൺകുട്ടികളൊക്കെ ചെയ്യുന്നത്. കുറച്ചു പേരെന്ത് ചെയ്യും, പോയി ബാത്റൂം കഴുകാൻ തുടങ്ങും. പെണ്ണുങ്ങളുടെ ബാത്റൂം പെണ്ണുങ്ങൾ കഴുകും, ആണുങ്ങളുടെ ബാത്റൂം കഴുകും. മല മുഴുവനും ഇന്നത്തെ കാലത്ത് ഗ്ലൗസ് എങ്കിലും ഉണ്ട് ഇട്ട് കഴുകാനും എടുക്കാനും ഒക്കെ. വെറും കൈക്കകത്ത് ചകിരി പിടിച്ചാണ് ആ മലങ്ങളെല്ലാം തേച്ച് കഴുകിയത്, ഞാൻ അടക്കമുള്ളവർ. എനിക്ക് 12 വയസ്സേ ഉള്ളൂ ആ സമയത്ത്. ഞാൻ പോയി വെറും ചകിരി വെച്ച് ആ മലങ്ങളെല്ലാം അവിടെ കുത്തിയിരുന്ന് തേച്ച് കഴുകും. ഞങ്ങൾ ആരും അറപ്പും വെറുപ്പുമായിട്ട് മലം തേച്ച് കഴുകുമ്പോഴത്തേക്ക് കയ്യിൽ വീഴും, കാലിൽ വീഴും, ഇങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. മനസ്സോടുകൂടി കർത്താവിന് ചെയ്യുന്നു എന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങളത് ചെയ്തിട്ടുള്ളത്. ആനന്ദത്തോടു കൂടിയാണ് ഞങ്ങളത് ചെയ്യുന്നത്. പോയി എല്ലാം ചകിരി കൊണ്ട് തേച്ച് കഴുകി വൃത്തിയാക്കി അവിടെ മൊത്തം കഴുകിയിട്ട് ഇവരെ കൊണ്ടുവന്ന് കുളിപ്പിക്കും. അവരെ കുളിപ്പിക്കുന്ന സമയത്ത് ശരീരത്തും മലവും മൂത്രവും എല്ലാമായിട്ടാണ് നിൽക്കുന്നത്. ചിലരുടെയൊക്കെ കാലുകളിലൊക്കെ വ്രണങ്ങൾ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കും. അതെല്ലാം വെച്ച് കഴുകി കുളിപ്പിച്ച് വൃത്തിയാക്കി അവരുടെ കാലുകളിലെ വ്രണങ്ങളെല്ലാം കഴുകി അവർക്ക് മരുന്ന് വെച്ച് കൊടുത്ത്, ഗ്ലൗസ് പോലും ഇല്ല, വെറും കൈ കൊണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അന്നത്തെ കാലത്ത്. എന്നിട്ട് ഞങ്ങൾ കഴുകി വൃത്തിയാക്കി എല്ലാം ചെയ്ത്, ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ആ കൂട്ടത്തിൽ കുഞ്ഞായിട്ടുള്ളത്. വെറും 12 വയസ്സുകാരി ഞാനേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം 19 വയസ്സും 18 വയസ്സും 20 വയസ്സും ഉള്ളവരാ. ഇത്രയും വയസ്സുള്ളവരാ. ഞാനാ ഉള്ളൂ ആ കൂട്ടത്തിൽ കുഞ്ഞായിട്ട്. പക്ഷെ ഞാനൊക്കെ ഭയങ്കര എൻജോയ്മെന്റിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, സന്തോഷം കൊണ്ടാണ്. ഇതെന്തോ വലിയൊരു ആനന്ദകരമായിട്ട് കാര്യമായിട്ട് അതൊക്കെയാണ് ചാരിറ്റി എന്ന് പറയുന്നത്. അതൊക്കെയാണ് ദൈവം. ഞങ്ങൾ ചെയ്തതൊന്നും നാട് മുഴുവനും കൊട്ടിഘോഷിച്ചുകൊണ്ട് ഫോട്ടോ എടുത്ത് നാട്ടുകാരെ മുഴുവനും കാണിക്കാനല്ലല്ലോ പോയത്, കർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പോയത്. എന്നിട്ട് അതെല്ലാം ചെയ്ത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ചോറ് വാരിക്കൊടുക്കും, കൈകൊണ്ട് വാരിക്കൊടുക്കും. ഒരു അയാളുടെ പേര് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, മായിർ എന്ന് പറഞ്ഞിട്ട് ഒരു നേപ്പാളിക്കാരനാ, ചെറുപ്പക്കാരനാ, പക്ഷെ മന്ദബുദ്ധിയാ. എപ്പോഴും ഇങ്ങനെ വായിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. എന്നെയും, ഞാൻ കുഞ്ഞായതുകൊണ്ട് എന്നോട് ഭയങ്കര ഇഷ്ടമാ, കുഞ്ഞനുജത്തിയെ പോലെ എന്നെ സ്നേഹിക്കുന്നത്. ആ മായിറിനൊക്കെ, മായിർ മദീൻ എന്നാ പേര്, മായിർ മദീൻ. ആ മായിർ മദീനൊക്കെ ഞാൻ ചോറ് വാരിക്കൊടുക്കും എൻ്റെ കൈ കൊണ്ട്, ഇങ്ങനെ നോള പോലെ ഒഴുകും. അപ്പോഴും തുടച്ചു കൊടുത്തിട്ട് പിന്നെയും വാരിക്കൊടുക്കും. ഗ്ലീവ്സും ഗ്ലാസും ഒന്നും ഇട്ടിട്ടൊന്നുമല്ല അതൊക്കെ ചെയ്തത്. മനസ്സിലായോ? നീയൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, ഒന്നെങ്കിലും റീന ചെയ്തിട്ടുണ്ടോ, റീന ചെയ്തിട്ടുണ്ടോന്ന്. റീനയുടെ കുഞ്ഞു പ്രായം മുതലേ റീന ചെയ്തിട്ടുണ്ട്. നാട്ടുകാരെ കൊട്ടിഘോഷിച്ചിട്ട് ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് കൊട്ടിഘോഷിച്ച് നടക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ അവർക്കെല്ലാം ഫുഡ് കൊടുത്ത് തുണിയെല്ലാം കഴുകിയിട്ട് എല്ലാം ചെയ്തതിന് ശേഷം ആഹാരമെല്ലാം കൊടുത്ത് അവർക്ക് വേണ്ടി ഇരുന്ന് കുറേ നേരം ഇരുന്ന് അവരെ പാട്ടുകൾ പാടി സന്തോഷിപ്പിച്ച് അവരെ ഒരു സന്തോഷത്തിന്റെ ഒരു ആനന്ദത്തിന്റെ ഒരു ദിവസമാക്കി ആ ദിവസത്തെ അവരെ ഞങ്ങളെ വിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് അവരുടെ എല്ലാം കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീര് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ എത്രത്തോളം അവർ ബ്ലസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഒരു ബ്ലസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അല്ലാതെ അവരെല്ലാം പോയിട്ട് നീ യേശുവിനെ മാത്രം അറിഞ്ഞാൽ മാത്രമേ നീ സ്വർഗത്തിൽ പോകത്തുള്ളൂ, എന്നാ നീ സ്നാനപ്പെടാ മുങ്ങടാന്ന് പറഞ്ഞ് മുങ്ങാനും സ്നാനപ്പെടുത്താനും പോയിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കും, യേശുവിനെ പാട്ടുകൾ പാടും, കർത്താവിന്റെ പാട്ടുകളാണ് ഞങ്ങൾ പാടുന്നത്. അവർ ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് പാടും.
അറിയാവുന്ന വരികളൊക്കെ പാടും. ചിലർ കൈയടിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. അതിന് ശേഷം ഞാൻ ജയിലിൽ പോകാറുണ്ട്, ജയിലിൽ സന്ദർശിക്കാറുണ്ട്. ഞാൻ ജയിലിൽ പോയി, കൊല്ലം ജയിലിൽ പോയി ഞാൻ നൃത്തം ചെയ്തിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. അതെന്റെ എത്രാമത്തെ വയസ്സിലാ? വെറും കേവലം 12ാമത്തെ വയസ്സിലാ ഞാൻ. അപ്പോൾ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. ഞാൻ ഞാൻ അഗതിയായിരുന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടു. ഞാൻ തടവറയിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിപ്പാൻ വന്നു. തടവറയിൽ പോയി ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്, തടവ് പുള്ളികളെ എടുത്ത് സംസാരിച്ചിട്ടുണ്ട്, അവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റിയ രീതിയിൽ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അവരുടെ മാനസിക സമ്മർദ്ദവും മാനസിക പിരിമുറുക്കവും ആ സമയങ്ങളിലായിരിക്കുന്ന സമയത്ത് ഞാൻ കുഞ്ഞായിരുന്നുകൊണ്ട് ഞാൻ നൃത്തം കളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പാടി നൃത്തം കളിച്ച ടോമിൻ തച്ചൻകരിയുടെ പാട്ടാണ്, എന്റെ അടുത്ത് നിൽക്കുവാൻ യേശുണ്ടേ എല്ലാരും വരുവിൻ. ഇത് ഞാൻ ജയിലിൽ പോയി നൃത്തം കളിച്ച വ്യക്തിയാ. തടവറയിലായിരുന്നപ്പോൾ സന്ദർശിക്കുവാൻ നിങ്ങൾ എന്നെ വന്നിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഞാൻ തടവറയിൽ പോയിട്ടുണ്ട്. ഹോസ്പിറ്റലുകൾ തോറും ഞാൻ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്. ഓരോ ആഴ്ചകളിലും ഹോസ്പിറ്റലുകളിൽ പൊള്ളലേറ്റവരെയും വ്രണങ്ങളിൽ കിടക്കുന്നവരെയും പോയി തൊട്ടടുത്തിരുന്ന് അവരെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും എനിക്ക് നാട്ടുകാരെ മുഴുവനെയും ഫോട്ടോ എടുത്ത് ഇന്നെല്ലാം ഫോട്ടോ എടുത്തുള്ള പ്രകസനങ്ങളാ. ഇന്ന് തെരുക്കോണുകളിലും കുഴലൂതിക്കൊണ്ട് നാട്ടുകാരെ മുഴുവനെയും കാണിച്ച് തങ്ങൾ എന്തോ വലിയ ചാരിറ്റി നടത്തുന്നു എന്നുള്ള പേരിൽ, അതിന്റെ പേരിൽ സിമ്പതി ക്രിയേറ്റ് ചെയ്യുന്നു. ആ സിമ്പതിയുടെ പേരിൽ പിന്നീട് പണങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെയാ ചെയ്തത്. ഇല്ലായ്മയിൽ ചെയ്യാൻ മനസ്സ് എല്ലാവരും വേണ്ടതാ ദൈവവചന പ്രകാരം. അതാണ് ചാരിറ്റി. അല്ലാതെ ഒരുത്തന് വേണ്ടി ദൈവം ഏൽപ്പിച്ചു കൊടുത്ത പരിപാടിയല്ല ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുന്നത്. അത് എല്ലാവരും അവന്റെ ഇല്ലായ്മയിൽ ചെയ്തു പഠിക്കണം എന്നുള്ളതാ. മനസ്സിലായോ? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം അനുസരിച്ച് ഇവിടെ ഇസ്രായേലില് ഞാൻ കഴിഞ്ഞ എന്റെ ഡ്യൂട്ടി ഏറ്റെടുക്കുന്ന സമയത്ത് നിങ്ങൾ ആരും ചെയ്യത്തില്ല ആ പരിപാടി. നിങ്ങൾ ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് ഞാൻ ചെയ്തത്. എനിക്ക് ഡ്യൂട്ടി ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് നല്ല ഡ്യൂട്ടി എടുക്കാം. എനിക്ക് സുഖമായിട്ട് നല്ല ചികിത്സ പേഷ്യന്റിനെ പോയി സെലക്ട് ചെയ്തിട്ട് ആ പേഷ്യന്റിനെ ചികിത്സിക്കാം. പക്ഷേ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് കാലുകൾ വ്രണം കൊണ്ട് പൊട്ടി ഒലിക്കുന്ന കാലുകളാ. ഒറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വരുന്നവരെല്ലാം ഇട്ട് കളഞ്ഞിട്ട് ഓടിയൊരു പേഷ്യന്റാ. ആ പൊട്ടി ഒലിക്കുന്ന കാലുകളെ കണ്ടിട്ടും ആ കാലിന്റെ അടുത്ത് നിന്നാൽ ആ വ്രണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ആ വ്രണങ്ങളെ നോക്കി നിൽക്കാൻ പറ്റത്തില്ല. ഒരു മലയാളി പെങ്കൊച്ച് വന്നിട്ട് എന്റെ മുമ്പിൽ നിന്ന് അവൾ ഛർദ്ദിച്ചു കളഞ്ഞു. എന്നിട്ട് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ കണ്ടിട്ട് അവൾ എന്റെ കാലിൽ വീഴാൻ നോക്കി. ഞാൻ അവളോട് പറഞ്ഞു, ആരുത്, എന്റെ കാലിലേക്ക് വീഴരുത് എന്ന് വിലക്കി. അപ്പൊ എന്നോട് ചോദിച്ചു, റീന നീ എങ്ങനെ ചെയ്യുന്നു ഇത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവിന്റെ സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യുന്നതിൽ എന്താ കുഴപ്പമിരിക്കുന്നേ? നമുക്ക് കർത്താവിന്റെ സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുറിവുകളെ കെട്ടി നിങ്ങളുടെ വ്രണങ്ങളെ കഴുകി വൃത്തിയാക്കിയെന്ന് ദൈവവചനം പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ സ്നേഹം ഉള്ളിലുള്ളവർക്ക് എന്നാ കുഴപ്പമിരിക്കുന്നേ? നമുക്കത് ചെയ്യാൻ പറ്റൂന്നേ. അപ്പോൾ ഇതെല്ലാം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടും ഇതെല്ലാം ഫോട്ടോ എടുത്ത് ഞാൻ എന്തുമാത്രം ചാരിറ്റിയാണ് ചെയ്യുന്നതെന്നറിയാമോ, ഞാൻ എന്തുമാത്രം ആളുകളോട് സ്നേഹം കരുതുന്നറിയാമോ എന്ന് കാണിക്കാനുള്ളതല്ല പ്രിയ സഹോദരങ്ങളെ. ഇതിനുള്ള പ്രതിഫലം കിട്ടിപ്പോയി എന്നാ പറയുന്നത്. നാട്ടുകാരെ കാണിച്ച് അത് മുഴുവനും ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം കിട്ടിപ്പോയെന്നാ ദൈവവചനം പറയുന്നത്. അപ്പോൾ ഈ അന്ത്യകാലത്ത് കപടന്മാർ ഇറങ്ങി നടക്കുകയാണ്. ഈ കപടന്മാരെ നിങ്ങൾ തിരിച്ചറിയണം. ആ അമ്മച്ചി മരിക്കുന്നത് വരയ്ക്കും അവരെ ഞാൻ പൊന്നുപോലെ അവരുടെ വ്രണങ്ങളെ വെച്ച് കെട്ടി അവരെ സന്തോഷത്തോടു കൂടിയാണ് അവരെ മരിക്കാൻ വിട്ടത്. ഇന്ന് രാവിലെയും അവരുടെ മോൾ എന്നെ വിളിച്ചിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു, റീന നീ ചെയ്തത് ലോകത്തിലെ ഒരു പെൺകുട്ടികളും ചെയ്യില്ല. എന്റെ അമ്മയെ സ്വന്തം അമ്മയെ പോലെ നീ കണ്ട് എന്റെ അമ്മയ്ക്ക് വേണ്ടി നീ ശുശ്രൂഷിച്ച ശുശ്രൂഷ ഞങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ലെന്ന് ഇന്ന് രാവിലെ വരെ അവർ ഫോൺ വിളിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അവർ ഓർത്തോർത്ത് ഓരോ ദിവസവും അത് ചിന്തിക്കുകയാണ്. അപ്പോൾ ആ ബ്ലെസ്സിംഗ് ആണ് ദൈവം നമുക്ക് തരേണ്ടത്. മനസ്സിലായോ? അല്ലാതെ ചുമ്മാ ചാരിറ്റിയുടെ മറവിലും കൊള്ളയും കൊലയും നടത്തുന്നവന്മാര്. ഞാൻ പറഞ്ഞല്ലോ, ഈ മദർ തെരേസയുടെ ഒക്കെ ചാരിറ്റി ട്രസ്റ്റിനകത്ത് ആ പാവത്തുങ്ങൾക്ക് പെയിൻ കില്ലർ പോലും കൊടുക്കില്ലെന്നാ പറഞ്ഞത്. പെയിൻ കില്ലർ പോലും, വേദന സഹിച്ച് ചാകണമെന്നാ പറഞ്ഞിരുന്നത്. അങ്ങനെ ചാകുന്നാലേ സ്വർഗത്തിൽ പ്രതിഫലം കിട്ടത്തോളുന്ന. പിന്നെ നീ എന്തിനാടി കള്ളി ഇത്രയും പണം അടിച്ചു മാറ്റുന്നത്? ചാരിറ്റിയുടെ പേരിൽ നീ എന്തിനാ? നിനക്ക് കുടുംബവും ഇല്ല, ഗോത്രവും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയും ഇല്ലല്ലോ. അപ്പോൾ ഈ കോടാനുകൂടി പണം മുഴുവനും ഈ ട്രസ്റ്റിലേക്ക് ആളുകൾ അയക്കുമ്പോൾ അവരോട് പറഞ്ഞാൽ പോരെ,
ഞാൻ ഭിക്ഷ എടുത്താണ് ഇവർക്ക് ആഹാരം കൊടുക്കുന്നത്. ഇവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഈ പണമൊന്നും ഇവർക്ക് ആവശ്യമില്ല, നിങ്ങൾ ആരും പണം അയക്കണ്ട എന്ന് പറഞ്ഞാൽ പോരെ? എന്തുകൊണ്ടാണ് ഈ കോടികൾ മുഴുവനും വാങ്ങിച്ച് വത്തിക്കാന്റെ സഭയിലേക്ക് തള്ളിയത്? കത്തോലിക്ക സഭ വളർത്തണം, ഇതായിരുന്നു മദർ തെരേസയുടെ ലക്ഷ്യം. അപ്പോൾ ഞാനിത് പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ സത്യം അന്വേഷിക്കുന്നില്ല? അതെന്റെ സംഘപരിവാറിന്റെ അജണ്ടയാക്കിക്കൊണ്ട് തലയിൽ കെട്ടിവെക്കുന്നു. അപ്പോൾ ഇതൊരു എന്താ പറയുന്ന സംഘപരിവാറിന്റെ തലയെ കെട്ടിവെച്ചു കഴിഞ്ഞാൽ കുറച്ച് സൈക്കോകൾക്ക് ആശ്വാസമാണ്, കുറെ പേരെ കള്ളം പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത് സത്യമാണോ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നവന്റെ തലയിലായിരിക്കും കൊണ്ടുപോയി കൊടുക്കുന്നത്. സംഘപരിവാറുകാർ പറഞ്ഞുണ്ടാക്കിയത് കേട്ടോ, പിന്നെ സംഘപരിവാറുകാർക്ക് ഇതാ ജോലി. ഈ കൊള്ളയും കൊലയും നടത്തുന്നവരെല്ലാം കണ്ടുപിടിച്ച് ക്രിസ്ത്യാനികളുടെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പുറത്തു പറയാത്തത് എന്താണെന്നറിയാമോ? അവർ പുറത്തു പറഞ്ഞാൽ നിങ്ങൾ കൂട്ടമായിട്ട് അവരെ കയറി ആക്രമിക്കും. സത്യം നീ ഒന്നും തെരഞ്ഞു പോകത്തില്ല. അവരറിഞ്ഞിട്ടും ഒരുപാട് ഹിന്ദുക്കൾക്ക് ഈ കാര്യം അറിയാം, സത്യം ഈ കാര്യം അറിയാം. എന്നാൽ പോലും അവരെന്ത് ചെയ്യുന്നില്ല? നിങ്ങൾക്ക് മുറിവുണ്ടാകരുത്, നിങ്ങളാരും വിഷമിക്കരുത്. നിങ്ങൾക്കാർക്കും വിഷമിക്കരുത്. ക്രിസ്ത്യാനികൾ ഈ കാര്യത്തിന്റെ പേരിൽ എന്ത് ചെയ്യരുത്? ബുദ്ധിമുട്ട് അനുഭവിക്കരുതെന്ന ഒറ്റ കാരണം കൊണ്ട് സംഘപരിവാർ ഈ വിഷയം പ്രചരിപ്പിക്കാത്തതും മിണ്ടാത്തത് പോലും. സംഘപരിവാർ എന്നല്ല, ഹിന്ദുക്കൾ ആരും ഇത് അനങ്ങാത്തത് പോലും ഈ കാണിച്ചത് തെമ്മാടിത്തരമാണെന്ന് മനസ്സിലാക്കിയിട്ടും കൊൽക്കട്ട നഗരത്തെ കാണിച്ചുകൊണ്ട്, ഇന്ത്യയുടെ പൂവർട്ടിയെ കാണിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളിൽ മുഴുവനും എന്ത് ചെയ്യുകയാണ്? വിദേശ പണങ്ങൾ വരുത്തിക്കുകയായിരുന്നു ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന കുറെ കള്ളന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായോ? ഇനിയെങ്കിലും സത്യം മനസ്സിലാക്ക് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ സത്യം മനസ്സിലാക്ക്. ഈ ചാരിറ്റിയുടെ മറവിൽ നടന്നത് ഈ KP യോഹന്നാനോ? ഈ KP യോഹന്നാൻ ഈ എന്തുവാ പറഞ്ഞ നോർത്ത് ഇന്ത്യകളിലുള്ള മിക്ക സ്ഥലങ്ങളിലും ആദിവാസികളുടെ സമൂഹത്തിലെല്ലാം കുറേവന്മാരെ പറഞ്ഞു വിടും, പാച്ചർമാരെന്നുള്ള പേരില്. ഇവന്മാർ കയറിനിറങ്ങി സെൽഫി ഫോട്ടോകളെല്ലാം, ഈ പാവത്തുങ്ങളുടെ ഫോട്ടോകളെല്ലാം എടുക്കും. അവിടെ കൂടെ പോയി നിന്നിട്ട്, അവരുടെ കുടിലുകളിലെല്ലാം പോയി നിന്നിട്ട് ഫോട്ടോകൾ എടുത്തിട്ട് ഇവർക്കെല്ലാം ആഹാരം കൊടുക്കാനാണ്, ഇവർക്കെല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനും വസ്ത്രം കൊടുക്കുവാനും വീട് കൊടുക്കുവാനും പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു കൊടുത്തിട്ട് ഓരോരുത്തർക്കും ഒരു സ്പോൺസർമാരെ വർത്തിച്ചുകൊണ്ട് ഇവന്മാര് പണം വരുത്തിക്കുക ചെയ്തുകൊണ്ടിരുന്നത്. KP യോഹന്നാൻ അതാണ് KP യോഹന്നാന്റെ പണവും സാമ്രാജ്യം ഇത്രത്തോളം കെട്ടിപ്പടുത്തിയത്. KP യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യൻ വെറും താറാവ് കച്ചവടക്കാരനായിരുന്നു. കേവലം താറാവ് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന KP യോഹന്നാൻ ഇന്ന് കോടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് അവന്റെ കോടികളുടെ വരുമാനം എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ പറ്റാത്ത രീതിയില്ല. സ്വിസ് ബാങ്കിൽ പോലും അവന് അക്കൗണ്ട് ഉണ്ട് KP യോഹന്നാൻ. ഈ പണമെല്ലാം കൊണ്ടുപോയി ഇവൻ എന്ത് ചെയ്യും? കർത്താവിനോട് ഒരുത്തൻ വന്ന് ചോദിക്കുകയാണ്, കർത്താവേ, ഞാൻ സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം? അപ്പോഴത്തേക്കും കർത്താവ് പറഞ്ഞു, നീ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. അപ്പോഴവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ എല്ലാ കൽപ്പനകളും ചെറുപ്പം മുതലേ പ്രമാണിച്ചു വരികയാണ്. അപ്പോഴും കർത്താവ് പറഞ്ഞു, എന്നാൽ നിനക്കൊരു കുറവും കൂടിയുണ്ട്. നീ എല്ലാ കൽപ്പനകളും പ്രമാണിക്കുന്നവനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിന്റെ സ്വത്ത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്ക എന്ന് പറഞ്ഞു. അവൻ ഏറ്റവും ധനവാനായതുകൊണ്ട് വിഷമിച്ച് മടങ്ങിപ്പോയപ്പോൾ, ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നതിനേക്കാൾ പ്രയാസമെന്ന് കർത്താവ് പറഞ്ഞു. എന്തുകൊണ്ടാ? അവന് പണത്തിലാ അവന്റെ കണ്ണ് പണത്തിലിരിക്കുക. ആ പണത്തിലിരിക്കുന്ന കണ്ണ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മാറിപ്പോകത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാളും ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നത് ഏറ്റവും നല്ല എളുപ്പമെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവന്റെ കണ്ണിരിക്കുന്നത് പണത്തിനകത്തായിരിക്കും ധനവാൻ എന്ന് പറയുന്നവന്. അതായത് ധനം ഉണ്ടാക്കണമെന്നുള്ള മോഹമാണ് ധനവാൻ എന്ന് പറയുന്നത് തന്നെ. മനുഷ്യന് പണം വേണം, അത് ജീവിക്കാനാണ്. അവന്റെ വരുമാനത്തിൽ അവന് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അതിൽ സന്തോഷിക്കുക. അവന്റെ വരുമാനത്തിൽ അവന് അതിന് മേടിക്കാൻ പറ്റുന്നുണ്ടോ? മേടിക്ക്. അതൊന്നും ആരും ചോദ്യം ചെയ്യാൻ പോണില്ല. അത് നിന്റെ കഷ്ടപ്പാടാണ്, നിന്റെ വേർപ്പാണ്, നിനക്ക് വാങ്ങിക്കാനുള്ളതാണ്, നിനക്ക് ജീവിക്കാനുള്ളത്, നിനക്ക് കഴിക്കാനുള്ളതാണ്. അതിൽ നീ ഒരു ഓഹരി മറ്റുള്ളവർക്ക് കൊടുക്കുകയും സഹായിക്കുകയും അത് നിന്റെ ഇഷ്ടമാണ്. പക്ഷെ പണം ഉണ്ടാക്കാൻ വേണ്ടി ദൈവവചനത്തെയും കയ്യിലെടുത്തുകൊണ്ട്, പണം ഉണ്ടാക്കാൻ വേണ്ടി ദൈവവചനത്തെ ആദായമാക്കിയാൽ, പണം ഉണ്ടാക്കാൻ വേണ്ടി കർത്താവിനെ നീ വിറ്റ് കഴിഞ്ഞാൽ അത് നിനക്ക് വരുത്താൻ പോകുന്നത് ഏറ്റവും വലിയ അപകടമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. ലിസി മൈക്കിള് ആദ്യം മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും. എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ, നിന്നെ പോലുള്ള വൃത്തികെട്ടത് ജന്മങ്ങളെ എനിക്ക് റെസ്പെക്ട് ചെയ്യാൻ സൗകര്യമില്ല. പിടികിട്ടിയോ? ആദ്യം ആരെ റെസ്പെക്ട് ചെയ്യണം, എങ്ങനെ റെസ്പെക്ട് ചെയ്യണം നീയൊക്കെ പഠിക്കേ. അല്ലാതെ ചുമ്മാ കണ്ട് ദൈവവചനത്തെ എടുത്തു വെച്ചിട്ട് വിറ്റ് കാശാക്കുന്ന തെമ്മാടികളെയും ചെറ്റകളെയും ഞാൻ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല.
നിനക്കൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ നീ എല്ലാ ചെറ്റകളെയും നീ റെസ്പെക്ട് ചെയ്യും, പക്ഷെ ദൈവത്തെ നീ റെസ്പെക്ട് ചെയ്യത്തില്ല. ആരെ റെസ്പെക്ട് ചെയ്യണം, ആരെ റെസ്പെക്ട് ചെയ്യരുതെന്ന് പഠിച്ചിരിക്കുകയും കൂടി വേണം. ബുദ്ധി അതിനും കൂടി തന്നിരിക്കുന്നതാ. റെസ്പെക്ട് ചെയ്യാൻ അർഹതപ്പെട്ടവനെ മാത്രം റെസ്പെക്ട് ചെയ്യുക, എല്ലാവനെയും കയറി റെസ്പെക്ട് ചെയ്യരുത്. ഏത് തെമ്മാടിക്കും ഏത് തോന്നിവാസിക്കും ഏതവനും കൊടുക്കുവാനുള്ളതല്ല റെസ്പെക്ട് എന്ന് പറയുന്നത്. അതിന് അർഹതപ്പെട്ടവന് മാത്രം കൊടുക്കുവാനുള്ളതാണ് റെസ്പെക്ട് എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥവണ്ണം ഒരു മനുഷ്യനായിരുന്നു കൊണ്ട് ആദ്യം കൊടുക്കേണ്ട റെസ്പെക്ട് സ്വർഗത്തിലെ ദൈവത്തിന് കൊടുക്കും. അത് കഴിഞ്ഞു മതി ബാക്കിയുള്ളവന് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. അവൻ ദൈവവചനത്തെ വിറ്റ് കാശാക്കുന്നവനാണെങ്കിൽ ആ ചെറ്റയ്ക്ക് റെസ്പെക്ട് കൊടുക്കേണ്ട കാര്യമില്ല, അവന് ചെറ്റയെന്ന് തന്നെ വിളിക്കണം. ആ തെമ്മാടിയെ തെമ്മാടി തന്നെ വിളിക്കണം. പക്ഷെ നിങ്ങൾ ദൈവവചനം വിറ്റ് കാശാക്കുന്നവന്റെ മുമ്പിൽ മോച്ചാനിച്ച് നിൽക്കുന്ന വൃത്തികെട്ടവന്മാരാണ് നിങ്ങളൊക്കെ. മനസ്സിലായോ? അവന്മാർക്ക് നിങ്ങൾ റെസ്പെക്ട് കൊടുക്കും. ദൈവവചനം വിറ്റ് കാശാക്കുന്ന തെമ്മാടികൾക്കും ചെറ്റകൾക്കും മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന നിന്നെപ്പോലുള്ള വർഗ്ഗങ്ങളുടെ അഡ്വൈസ് എനിക്കിവിടെ ആവശ്യമില്ല. എനിക്കറിയാം ആരെ റെസ്പെക്ട് ചെയ്യണം, എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതെല്ലാം എനിക്ക് കൃത്യമായിട്ടറിയാം. എന്നെ ഇവിടെ പഠിപ്പിക്കണം. ഞാൻ കുഞ്ഞുവാവയൊന്നുമല്ല. മനസ്സിലായോ? ഇന്നത്തെ സമൂഹത്തിന് പറ്റിയ ദോഷം എന്ന് പറയുന്നത് എല്ലാവരും ദൈവവചനം എടുത്തു വെച്ചുകൊണ്ട് ദൈവവചനം എടുത്തതിന്റെ പേരിൽ എല്ലാവരെയും റെസ്പെക്ട് കൊടുത്ത് എല്ലാവരുടെയും തോന്നിവാസങ്ങളെ മനുഷ്യർ മൗനം പാലിച്ചിരുന്നത് കൊണ്ട് അവന്മാർ വീണ്ടും വീണ്ടും സ്വയം ചിന്തിക്കുകയാണ്, ഞങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്, ഞങ്ങൾ ചെയ്യുന്നതാണ് ശരിയെന്ന് സ്വയം ചിന്തിച്ച് അവന്മാരെ വീണ്ടും തെമ്മാടികളായും ചെറ്റകളായും വളരാൻ വിട്ടത് നിങ്ങളെപ്പോലുള്ളൊരു സമൂഹമാണ്. നിങ്ങൾ അവന് കൊടുക്കുന്ന ബഹുമാനവും മര്യാദയുമാണ് അവൻ കർത്താവിന്റെ പേരെടുത്തുകൊണ്ട് വീണ്ടും 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 എന്നത് വരുന്നത്. മനസ്സിലായോ? അവൻ കർത്താവിന്റെ പേരും എടുത്ത് വീണ്ടും വീണ്ടും വരുന്നത് നിങ്ങളെപ്പോലുള്ള വിവരദോഷികൾ അവന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കും എന്ന് കണ്ടതുകൊണ്ടാണ്. പക്ഷെ റീനയെ പോലുള്ളവർ നിൽക്കത്തില്ല ഓച്ചാനിച്ച്. റീനയെ പോലുള്ള ഒരുത്തനും ഇങ്ങനെയുള്ള തെമ്മാടികളുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കില്ല. അവന് കൊടുക്കേണ്ട കാര്യമില്ല. എന്തിനാ കൊടുക്കുന്നേ? എടാ, അവൻ നാശയോഗ്യനും നരകയോഗ്യനും സാത്താന്റെ സന്തതിയുമായി നിൽക്കുന്നവനും ദൈവവചനത്തെ വിറ്റ് കാശാക്കുന്നവനും ഞാൻ റെസ്പെക്ട് കൊടുക്കണോ? നാണമില്ലേ ക്രിസ്ത്യാനിയെ നിനക്കിതൊക്കെ പറയാനായിട്ട്? ക്രിസ്ത്യാനി എന്ന് പേരും പറഞ്ഞുകൊണ്ട് നാണമില്ലേ? സാത്താന്റെ സന്തതികളെ പോലെ ജീവിക്കുന്നവന്മാരും ദൈവവചനത്തെ വിറ്റ് കാശാക്കുന്നവന്മാരും നരകത്തിലേക്ക് കാലും നീട്ടിയിരിക്കുന്നവനും കുരുടനെ വഴി നടച്ച് രണ്ടുപേരും നരകത്തിലേക്ക് പോകുന്ന ദൈവവചനം പറയുമ്പോൾ അവനെയൊക്കെ പോയിട്ട് റെസ്പെക്ട് ചെയ്യണം പോലും. എനിക്കതിന്റെ ആവശ്യമില്ല. കൊടുക്കേണ്ടവർക്ക് മാത്രം മര്യാദ കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്ത് സംസാരിക്കുമ്പോഴാണ് ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്, അയ്യോ നമ്മൾ ചെയ്യുന്ന തെറ്റാണ്, ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി എന്നുള്ള ബോധം വരുമ്പോഴത്തേക്കും പിന്നെ ആ തെറ്റ് ചെയ്യാനുള്ള പേടി പോലും അവനുണ്ടാകും. ഇന്ന് CCTV ക്യാമറകളുടെ മുമ്പിലൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യും? പണപ്പിരിവ് നടത്താം. ഇപ്പൊ ബക്കറ്റ് പിരിവ് സഭയിൽ നടത്തുന്നതിനിരിക്കട്ടെ, അവിടെ ഏതെങ്കിലും ക്യാമറയായിട്ട് നിന്ന് നോക്കിയേ, ബക്കറ്റ് പിരിവ് നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അവനെ പതുക്കെ ക്യാമറ ഓഫ് ചെയ്യാൻ പറ അവനെ. അപ്പൊ വേറൊരുത്തം വരും, ഗുണ്ട വരും. അത് ക്യാമറ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. അതെന്താ? ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അല്ല, ഞാൻ വീഡിയോ എടുക്കുന്നത് ഇവിടെ നിങ്ങളുടെ നടക്കുന്ന ശുശ്രൂഷ എന്നൊന്നും അറിയാൻ പിന്നീട് ഇരുന്ന് കേൾക്കാനും കാണാനും വേണ്ട. പറ്റത്തില്ല. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ വീഡിയോ എടുക്കാൻ പേടിയാ. എന്തേ ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ വീഡിയോ എടുക്കാൻ പേടിക്കുന്നേ? സ്വർഗത്തിലെ ദൈവം എന്ന് പറഞ്ഞ ആളിരുന്നാലല്ലേ ഉള്ളൂ. നമുക്ക് ആ ഒരു ബോധമില്ലല്ലോ. നമ്മള് നിരീശ്വരവാദികളല്ലേ. റെജി സാമുവിൽ ഭർത്താവ് പോയില്ലേ, അതുകൊണ്ട് നിനക്ക് വന്ന് കെട്ടണോ എന്നെ? നിനക്കെന്നെ കെട്ടണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ? അതോ വേറെ വല്ല പെണ്ണ് കാണൽ ചടങ്ങ് വല്ല നടത്തുന്നുണ്ടോ? വേറെ വല്ലവനെയും നോക്കി വെച്ചിട്ടുണ്ടോ ഈ കല്യാണം നടത്തി തരാൻ വേണ്ടിയിട്ട്? കൂടെ ഇരിക്കുന്ന ആ ഭാര്യ ആദ്യം നേരാവണ്ണം ജീവിക്കുന്നൊന്ന് പോയി നോക്ക്. അവള് വല്ലവന്റെയും കൂടെ പോകാതിരിക്കാൻ വേണ്ടിയുള്ള വഴി നോക്കാദ്യം പോയി. മനസ്സിലായോ? റെജി സാമുവിലെ, നിന്റെ ഭാര്യയെ കൂടെ ഇരിക്കുന്നവള് വേറെ വല്ലവന്റെയും കൂടെ പോകാതിരിക്കാനുള്ള വല്ല വഴി നോക്ക്. എനിക്ക് പെണ്ണുകാടൽ ചടങ്ങ് നടത്തണമെന്നുണ്ടെങ്കിൽ എനിക്കറിയാം ആരെ കല്യാണം പോയി കെട്ടണമെന്നും ആരെ കല്യാണം കെട്ടണമെന്നും ആരുടെ പ്രപ്പോസൽ സ്വീകരിക്കണമെന്നൊക്കെ എനിക്കറിയാം. ഞാനും സ്ത്രീയാ. നിങ്ങളുടെ അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ വേറൊരാളെ ഞാൻ പോയി കല്യാണം കഴിക്കുകയും വേണ്ടയും ചെയ്യേണ്ടത്. മനസ്സിലായോ? അതുകൊണ്ട് എനിക്കിവിടെ ആരും പെണ്ണുകാണൽ ചടങ്ങൊന്നും നടത്തണ്ട. എനിക്കറിയാം ആരെ പോയി. ഞാൻ കുഞ്ഞുവാവയൊന്നുമല്ലല്ലോ. വന്നിരിക്കുന്നു എനിക്ക് ഭർത്താവിനെ തിരക്കിക്കൊണ്ട് തരാൻ വേണ്ടിയിട്ട്.
ഇപ്പൊ ഇവനൊക്കെ ബുദ്ധിമുട്ട് അതാ. ഇവ ഭർത്താവില്ലാതിരിക്കുന്നത് കാണുമ്പോഴേ, പെണ്ണുങ്ങൾക്ക് ഭർത്താവില്ലാതെ നിന്ന് കഴിഞ്ഞാൽ ഇളക്കപ്പെരിപ്പോവാ. ഏതെങ്കിലുമൊക്കെ വീട്ടിൽ പെണ്ണുങ്ങൾക്ക് ഭർത്താവുണ്ടോ, ഭർത്താക്കന്മാർ ഗൾഫിൽ പോയിട്ടുണ്ടോ എന്നൊക്കെ തിരക്കി നടക്കുക. എന്നിട്ട് വേണം അവിടേക്കൊന്ന് മതിൽ ചാടാനും സോപ്പിടാനും സൂപ്പിടാനും ഒക്കെ. എന്റെ അടുത്തൊക്കെ അങ്ങനെയൊക്കെ സോപ്പിടാനും സൂപ്പിടാനും ഒക്കെ നീയൊക്കെ വന്നു കഴിഞ്ഞാൽ ആളും തരവും കണ്ടൊക്കെ വരണം. മനസ്സിലായോ? പിന്നീട് സോപ്പിടാനും സൂപ്പിടാനായിട്ട് പിന്നെ വേറൊരു പെണ്ണിന്റെ അടുത്തേക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ സാധനമൊക്കെ ഞാൻ അരിഞ്ഞ് കുപ്പിയിലാക്കി കൈ തന്നുവിടും. പോയി ഫാരെടുത്ത് കൊടുത്ത് അച്ചാറിട്ട് തിന്നുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ വല്ലവർക്കും കൊണ്ട് കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് എൻ്റെ അടുത്തൊക്കെ പെണ്ണുകാണൽ ചടങ്ങുമായിട്ടൊക്കെ വരുന്നവരൊക്കെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പെണ്ണുകാണൽ ചടങ്ങുകളുമായിട്ടൊക്കെ വരണം. അല്ലാതുണ്ടെങ്കിൽ കാര്യം കട്ടപ്പോകയാ. അതുകൊണ്ട് എല്ലാവർക്കും പോയി പെണ്ണുകാണൽ ചടങ്ങ് നടത്തി കളയരുത് കേട്ടോ. ഇപ്പൊ കുറച്ച് പേർ ഇറങ്ങിയിരിക്കുവാ. റീനയുടെ ഭർത്താവ് ഇട്ട് കളഞ്ഞിട്ട് പോയില്ലേ എന്നൊക്കെ ചോദിക്കാനായിട്ട്. ഭർത്താവ് പോയില്ലേ? ആ, ഭർത്താവ് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ഞാൻ ഓടിച്ചു വിട്ടത് കൊണ്ട് ഓടി. മനസ്സിലായോ? അതെന്റെ വ്യക്തിപരമായ കുടുംബജീവിതമാണ്. ആ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് എനിക്കറിയാം. ആരെ ഭർത്താവായി സ്വീകരിക്കണം, ആരെ ഭർത്താവായി സ്വീകരിക്കരുത് എന്നുള്ളത് എന്റെ വ്യക്തിപരമായ ജീവിതമാണ്. നിങ്ങളുടെ താഴത്തും കയറി ഇറങ്ങി നടന്നുകൊണ്ട് നീ ഇന്നാളെ കെട്ടാവൂ, നീ ഇങ്ങനെ ആളുടെ കൂടെ ജീവിക്കാവൂ, നീ ഇങ്ങനെ വരെ മരണം ജീവിക്കാന്ന് ഞാൻ ആരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ കയറി തലയിടുന്നുമില്ല. ആരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ കയറി ഞാനൊന്നും സംസാരിക്കാനും പോകാറില്ല. അത് അവരുടെ വ്യക്തിപരമായ ജീവിതങ്ങളാണ്. മനസ്സിലായോ? അതുപോലെ എനിക്കും ഒരു ജീവിതം ദൈവം തന്നിട്ടുണ്ട്. ഞാനും ഒരു സ്ത്രീയാണ്. എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള സ്വാതന്ത്ര്യം എടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാൻ കുഞ്ഞുമാകവയല്ലോ. ഈ ഇന്ത്യൻ ലോകത്തിൽ മുഴുവനും ജനിച്ചു വീണ കുഞ്ഞുങ്ങളുടെ എല്ലാം എല്ലാവരുടെയും സ്വാതന്ത്ര്യാവകാശങ്ങളെല്ലാം ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് ചർച്ചിലെ കുറെ പാസ്റ്റർമാർ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അവിടുത്തെ സഭയിലെ വിശ്വാസികളെ മുഴുവനും നിയന്ത്രിക്കുന്ന പാസ്റ്ററായിരിക്കും. പാസ്റ്റർ ചിന്തിക്കും എവിടെ മറുകണ്ഠം ചാടണം, എവിടെ ചാടരുത്, എവിടെ പോകണം, എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എന്ത് ഉടുക്കണം, എന്ത് ഉടുക്കരുത്, എവിടെ പോയി തൂറണം, എവിടെ പോയി പെടുക്കണം എന്ന് പാസ്റ്റർ നിയന്ത്രിക്കും. പാസ്റ്റർ ചരട് വെച്ച് നിയന്ത്രിക്കുന്നതിനനുസരിച്ച് നിയന്ത്രിച്ചങ്ങ് പോയിക്കൊള്ളണം. ഇങ്ങനെ പറയാം വാർത്തകളെ പോലെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ പറയും നീ നരകത്തിൽ പോകാനുള്ളത്. പാസ്റ്റർ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന കുഞ്ഞാടുകൾ മാത്രമേ സ്വർഗത്തിൽ പോത്തുള്ളൂ. ബാക്കി ആരും സ്വന്തമായിട്ട് ബുദ്ധിയും ബോധവും ദൈവം കൊടുത്തിട്ടില്ല. മന്ദബുദ്ധികളാക്കി വെച്ച് പാസ്റ്ററിന്റെ തലയിൽ കീഴിൽ പോയി കഴിയുമ്പോൾ കർത്താവ് ഓം ക്രീം ഹാ ഹൂ ഹാ അബ്രാക്കട റബ്രാ ഡബ്രാക്കട ഡപ്ര എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഒക്കെ തലയിൽ ഒരു മന്ത്രം ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയും നിന്റെ ബുദ്ധിയും അതും ഇതുമെല്ലാം ഇപ്പൊ നശിച്ചു പോയിട്ടുണ്ട്, ഇനി പാസ്റ്റർ പുറകെ നിന്നെ വഴി നടത്തിക്കൊണ്ട് അങ്ങ് പോയിക്കൊള്ളണം. അന്ന് നിന്നിട്ട് നീ പാസ്റ്ററിന്റെ കൂടെ നേരെ അങ്ങ് വന്നേക്കണം എന്നാ കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. മണ്ടന്മാരും വിഡ്ഢികളുമായിരിക്കുന്ന സമൂഹം, കുറെ അച്ഛന്മാരുടെയും പുറകെ നടക്കുന്ന കുഞ്ഞാടുകള്. അച്ഛൻ കുർബാനയ്ക്ക് പുറകെ പോകുമ്പോൾ അച്ഛന്റെ പുറകെ പോകും. അച്ഛൻ മേടയിൽ നിന്നിട്ട് കുർബാന കാണിക്കും. കാണിച്ചു കഴിയുമ്പോഴത്തേക്കും അതോടുകൂടി കഴിയുമ്പോഴത്തേക്കും പിന്നെ സ്വർഗത്തിലേക്കുള്ള വഴിയായി. പിന്നെ വേണമെങ്കിൽ എല്ലാ വൈകിട്ടും ഇരുന്ന് എന്ത് ചെയ്യണം, കൊന്ത കൊല്ലണം. ഞാൻ പറഞ്ഞ പറയുമേ നിനക്ക് സ്വസ്തി എടീ ചോറ് വെച്ചാടി അടുപ്പത്ത് തീ വെച്ചിട്ട് നോക്കിടി തീർന്ന് പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിരിക്കുക. കൊന്ത പിടിക്കുക. എല്ലാം കർമ്മത്തിനാണേ. ഇതെല്ലാം കർമ്മത്തിനാണ് നമ്മൾ ചെയ്യുന്നത്. ഞായറാഴ്ച ആരാധന എന്ന് പറയുന്നതും കർമ്മമാണ്. നമുക്ക് നമ്മൾ ഞായറാഴ്ച നടത്തുന്ന ആരാധന കർമ്മത്തിൽ ചെയ്താലും കുഴപ്പമില്ല, നമ്മൾ സ്വർഗത്തിൽ പോകും. ഹിന്ദുക്കൾ അവരുടെ പ്രാർത്ഥന അമ്പലത്തിൽ പോയാലോ അവിടെ ദൈവത്തെ വിളിച്ചാലോ നരകത്തിൽ പോകും. നമ്മൾ ദൈവം ഒന്ന് മാറ്റിപ്പിടിക്കും, പേര് മാറ്റിപ്പിടിക്കും. ആ പേരിൽ കിടക്കുന്ന പ്രശ്നം ദൈവമല്ല പ്രശ്നം, അവിടെ പേരിൽ കിടക്കുന്ന പ്രശ്നം. ദൈവത്തിന്റെ പേരൊന്ന് മാറിയാൽ മാത്രം മതി, ബാക്കിയെല്ലാം ഓക്കെയാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം. മനസ്സിലായോ? ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പേരൊന്ന് മാറി കിട്ടിയാൽ മതി. അതോടുകൂടി ബാക്കി എല്ലാവർക്കും സ്വർഗത്തിൽ പോയിക്കണം. ക്രിസ്ത്യ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അതുപോലെ നടക്കും. പള്ളിയിൽ കൃത്യമായിട്ട് മുടങ്ങാതെ. ഹിന്ദുക്കളായിരുന്നപ്പോൾ അവർ അമ്പലത്തിൽ പോകണമായിരുന്നു. നിങ്ങൾ ഇനി അമ്പലത്തിൽ പോകണ്ട, ഞങ്ങളുടെ പള്ളിയിൽ വന്നാൽ മതി. ഹിന്ദുക്കളാവുമ്പോഴത്തേക്കും വഴിപാടോ നേർച്ചയോ വല്ലതും കൊടുക്കണമായിരുന്നു. നിങ്ങൾ വഴിപാട് നേർച്ചയൊന്നും കൊണ്ടുവരണം, പാച്ചർക്ക് കൊണ്ടങ്ങ് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. അതോടുകൂടി നിങ്ങൾ സ്വർഗത്തിൽ പോകും കേട്ടോ. സ്വർഗത്തിലുള്ള ടിക്കറ്റൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പാസ്റ്റർ എഴുതി തന്നിട്ടുണ്ട്. പാസ്റ്ററിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾ സ്വർഗത്തിൽ പോയിരിക്കും. പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് കത്തോലിക്ക എന്ന് പറയുന്ന ക്രിസ്ത്യൻ സഭയ്ക്കകത്ത് പോയിട്ട് മാമോദിസേറ്റ് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോയിരിക്കും. ഫിലിപ്പ് ഇത്ര നേരമായിട്ട് ലൈവ് കണ്ടില്ലായിരുന്നു, ഇപ്പൊ കേറിയാണോ വന്നത്?
എന്നാ ഒരു കാര്യം ചെയ്യ്, ലൈവ് കട്ട് ചെയ്തതിന് ശേഷം ഒന്നേ നിരുന്ന് ലൈവ് കാണുക. എനിക്ക് എല്ലാവർക്കും മറുപടി കൊടുക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? നിന്നെപ്പോലുള്ള മണ്ടന്മാർക്കെല്ലാം കൊടുത്ത മറുപടി അവിടെ കിടപ്പുണ്ട് നേരത്തെ. പിന്നെയും വന്നിരുന്ന് ആവർത്തിച്ച് അതുകൊണ്ട് ഇടയിൽ കയറി വന്നിട്ട് ഞോണ്ടാൻ വേണ്ടി വരരുത് എന്റെ വായിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? റീന, നിങ്ങൾ ചെയ്യുന്ന ജോലി തന്നെയാണ് ഞാനും ചെയ്യുന്നത്, അതിന് ചാരിറ്റി എന്ന് പറയാൻ പറ്റില്ല. മാസം സാലറി കിട്ടുന്നുണ്ട്. മദർ തെരേസ, പുണ്യശ്രീ, അവരെ വിമർശിക്കണ്ടായിരുന്നു. മദർ തെരേസ എന്ന് പറഞ്ഞ പുണ്യശ്രീ അങ്ങ് വിമർശിക്കണ്ടായിരുന്നു. പോടാ മന്ദബുദ്ധി. നീ എന്നെ പോലെ പണിയെടുക്കുന്നോ? നീ എന്നെ പോലെ പണിയെടുക്കുകയോ നീ എന്നെ പോലെ പണിയെടുക്കാതിരിക്കുകയോ ചെയ്യും. നീ ജോലി എടുത്ത് ജീവിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നീ ആരെയും പിടിച്ചു പറിക്കാൻ പോയില്ലല്ലോ, നല്ല കാര്യം. ഞാൻ എടുക്കുന്ന പണി ചാരിറ്റിയാണെന്ന് നിന്റെ അടുത്ത് വല്ലതും പറഞ്ഞു നടന്നോ? ഞാൻ കൊട്ടി ഘോഷിച്ചോ? ഫിലിപ്പേ, നിന്നോട് ഞാൻ കൊട്ടി ഘോഷിച്ചോ? ഞാൻ എടുക്കുന്നത് ചാരിറ്റിയാണ് കേട്ടോ പ്രിയ സഹോദരങ്ങളെ എന്നുവല്ല ഞാൻ പറഞ്ഞു? ഞാൻ പണിയെടുത്ത് ജീവിക്കുകയാണെന്നല്ലേ ഞാനും പറഞ്ഞേ. ചാരിറ്റി എന്ന് പറയുന്നത് വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുതെന്ന് പറയുന്നത് ആ ചാരിറ്റി. നാട്ടുകാരൻ മുഴുവനും ഫോട്ടോ എടുത്ത് വിദേശങ്ങൾക്ക് പണം അയച്ച് കൊടുത്തിട്ട് ആ പാവത്തുങ്ങൾക്ക് വരുന്ന പണം, വിദേശങ്ങൾക്ക് വരുന്ന പണം മുഴുവനും മണ്ടയ്ക്കകത്ത് എടുത്തിട്ടിട്ട് അത് വത്തിക്കാനിൽ കൊണ്ടുപോയി വിട്ട് പോപ്പിന്റെ അണ്ടറിൽ കൊണ്ട് കൊടുക്കാനുള്ളതല്ല. പറഞ്ഞ മനസ്സിലായോ? ആ പാവങ്ങൾക്ക് വന്നിട്ടുള്ള പണം പാവങ്ങൾക്ക് കൊടുക്കാനുള്ളതാ. അതാ ചെയ്യേണ്ടത്. പാവങ്ങൾക്ക് പണം അയച്ചിട്ടുണ്ടെങ്കിൽ ആ പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം. ഇവളൊന്നും ഗതി പിടിക്കത്തില്ല. അവളെ സപ്പോർട്ട് ചെയ്യുന്ന നിന്നെപ്പോലുള്ളവന്മാരും ഗതി പിടിക്കത്തില്ല. കാരണം നിനക്കൊന്നും സത്യം അന്വേഷിച്ചു പോകണ്ട. നീയൊന്നും സത്യം അന്വേഷിച്ചു പോകത്തുമില്ല. സത്യം അന്വേഷിക്കുന്നവരെ അന്വേഷിക്കാനും സമ്മതിക്കത്തില്ല. നിന്നെപ്പോലുള്ളവന്മാർക്കാണ് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ താക്കണമെന്ന് കർത്താവ് പറഞ്ഞത്. മനുഷ്യർക്ക് ഇടർച്ച വരുത്തുന്നവരെ തിരികല്ല് കെട്ടി കടലിൽ താർക്കണമെന്ന്. മനസ്സിലായോ? കോടിക്കണക്ക് 752 ലക്ഷം കോടി എന്ന് പറയുന്ന കഴിച്ച കാര്യമാ പോപ്പിന്റെ അക്കൗണ്ടിലേക്ക് തള്ളാനായിട്ട് ആരെ കാണിച്ചു കൊടുത്തതാ ഈ 752 ലക്ഷം കോടി? നിനക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്. ഈ ഡോക്യുമെന്റ് തയ്യാറാക്കിയവരും അന്ന് വിവരാവകാശ രേഖ വഴിക്ക് കാര്യങ്ങൾ കണ്ടെത്തി അതിന്റെ തെളിവ് സഹിതം പറഞ്ഞവരും പറഞ്ഞത് സത്യം അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. നീ ഒരു വിവരാവകാശ രേഖ കൊണ്ടുപോയി വത്തിക്കാനിൽ കൊണ്ട് കൊടുക്ക്, ബാങ്കിൽ കൊണ്ട് കൊടുക്ക്. മദർ തെരേസ പണം കിടന്ന ബാങ്കിൽ കൊണ്ടൊരു വിവരാവകാശ രേഖ കൊണ്ട് കൊടുത്തിട്ട് പറ ഇതിനകത്ത് എത്ര പണം മദർ തെരേസ മരിക്കുന്ന സമയത്ത് ഈ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്ന് ചോദ്യം. അങ്ങനെ നീ പോയി സത്യം അന്വേഷിച്ചില്ലേ. മറ്റുള്ള സത്യം അന്വേഷിച്ചവർ സത്യമല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ. മനസ്സിലായോ? മനസ്സിലായോ? നീയേ നിനക്ക് മറ്റുള്ളവർ പറയുന്ന സത്യമല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ സത്യമല്ലെന്ന് തോന്നുന്നവന്മാരെല്ലാം ചെയ്യേണ്ട ഒരു കാര്യം വത്തിക്കാനിൽ പോയിട്ട് വിവരാവകാശ മദർ തെരേസയുടെ അക്കൗണ്ടിൽ കിടന്ന പണത്തിന്റെ വിവരാവകാശ രേഖ തിരക്ക്. അപ്പൊ അറിയാം എത്ര കോടി. നിനക്ക് പൂജ എണ്ണാൻ അറിയാമെങ്കിൽ മാത്രം പോയിട്ട് തിരക്കിയാൽ മതി വിവരാവകാശ രേഖ വഴിക്ക്. പൂജ്യത്തിന് എണ്ണ അറിയാമെങ്കിൽ. ഇല്ലെങ്കിൽ തിരക്കിയിട്ട് കാര്യമില്ല. നീ തന്നെ ഞെട്ടിപ്പോവും. നീ തന്നെ അന്തവും കുന്തവും ഇല്ലാതെ നീ വിചാരിക്കും ചിലപ്പോൾ അത് $100 $10 ആണെന്നൊക്കെ തോന്നിപ്പോവും നിനക്ക്. അതുകൊണ്ട് പൂജ്യത്തിന്റെ എണ്ണമൊക്കെ പഠിച്ചിട്ട് മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ചതിന് ശേഷം $1 മില്യൺ എത്രയാണ് കണക്ക്, അതിന് ഇന്ത്യൻ രൂപ എത്രയാണ് എന്നൊക്കെ പറഞ്ഞ് കണക്കൊക്കെ പഠിച്ചതിന് ശേഷം പോയി വിവരാവകാശ രേഖ എടുക്ക്. അപ്പൊ അറിയും നീയൊക്കെ. അല്ലാതെ ചുമ്മാ റീന വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. തെളിവ് സഹിതമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വത്തിക്കാനിലെ ആ ബാങ്കിൽ ഈ മദർ തെരേസയുടെ പണം മാത്രമായിരുന്നു കിടന്നിരുന്നത്. ആ ബാങ്കിൽ നിന്ന് മദർ തെരേസ പണം വിഡ്രോ ചെയ്തിരുന്നുവെങ്കിൽ ബാങ്ക് തന്നെ എന്ത് ചെയ്തന്നെ പാപ്പരായി പോയനെയായിരുന്നു. ആ ബാങ്ക് പാപ്പരായി പോയനെയായിരുന്നു. പക്ഷെ മദർ തെരേസയുടെ പണം അത് മദർ തെരേസ വിഡ്രോ ചെയ്യാതെ ഇവിടെ വിട്ടപ്പോൾ ബാങ്ക് ഭയങ്കര വലിയ ബാങ്കായിട്ട് കൊഴുത്തു പണം. അവസാനം അതിനകത്ത് തിരിമറി ഒരുത്തൻ നടത്തി. അവനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് അവൻ ആത്മഹത്യ ചെയ്തു. അവൻ ആത്മഹത്യ ചെയ്ത് എന്തിനാണെന്നും ഉള്ളത് അറിയുന്നില്ല. പക്ഷെ അവൻ തിരിമറി നടത്തിയത് പോലും ഈ മദർ തെരേസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അതിനകത്ത് പണം തിരിമറി നടത്തിയത് അത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഇങ്ങനെ മറഞ്ഞിരിക്കുന്നതെല്ലാം ഗൂഢമായിരിക്കുന്നത് പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ് ചിന്തിക്കരുത്. ഇന്ന് CCTV ക്യാമറകൾ ഉള്ളതുകൊണ്ട് പേടി ചെയ്യാനായിട്ട് എല്ലാവർക്കും. കർത്താവ് മോളിൽ നോക്കിക്കൊണ്ടിരുന്നാലും നമ്മൾ എന്ത് തോന്നിവാസവും കാണിക്കും. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ധീരകൾ. തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ എന്ന് പറഞ്ഞുകൊണ്ട്. മനസ്സിലായോ? അങ്ങനെ എന്ത് ചെയ്യും? വേലകൾ ചെയ്യും കർത്താവ് നോക്കിക്കൊണ്ടിരുന്നാലും. കാരണം കർത്താവ് ഡമ്മി പീസാണല്ലോ.
കാരണം നമുക്ക് ഭയം ഉണ്ടെങ്കിലല്ലേ, ദൈവത്തോട് ഭയം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അയ്യോ ദൈവവചന വിരുദ്ധമാണേ, കർത്താവ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ, നമുക്ക് നിത്യ ശിക്ഷാവിധി ഉണ്ടേ എന്നൊക്കെ തോന്നത്തുള്ളൂ. പക്ഷെ ദൈവഭയവും ഇല്ല. ഈ സ്വർഗം പറഞ്ഞു കൊടുക്കുന്നവർക്കല്ലേ ദൈവഭയവും ഇല്ല. നരകം ഉണ്ടെന്നോ സ്വർഗം ഉണ്ടെന്നോ, അവരൊക്കെ നിരീശ്വരവാദികളാ. സത്യത്തിൽ ഇവരൊക്കെ നിരീശ്വരവാദികളാ. പക്ഷെ പറച്ചിലിന് മാത്രം സ്വർഗമുണ്ട്, ദൈവമുണ്ട് എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ നിരീശ്വരവാദികളെക്കാളും കഷ്ടമായിരിക്കുന്നത് ഈ പാച്ചർമാരും പുരോഹിതന്മാരും ഈ ദൈവവചനം കൊണ്ട് നടക്കുന്നവരും ഒക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ദൈവത്തെ ഭയമില്ല. ഈ കാണിക്കുന്നതെല്ലാം ദൈവം ഒരു സമയത്ത് ചോദിക്കുമെന്നും ദൈവവചനത്തിന് വിരോധമാണെന്നുള്ള ബോധമില്ല ഇവർക്ക്. ലൂക്കോസ് 12:2 തോതാ മോളെ, ലിജു തോതാ, ദീപ. മൂടി വെച്ചതൊന്നും വെളിച്ചത്തു വരാതെയും ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കയില്ല. ആകയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞതെല്ലാം വെളിച്ചത്ത് കേൾക്കും, അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിക്കും. ഇതാണ് ഈ കാലഘട്ടം. മനസ്സിലായോ? ഇതാണ് ഈ കാലഘട്ടം. അറയ്ക്കകത്തിരുന്ന് സംസാരിച്ചത് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുരമുകളിൽ ഘോഷിക്കും. അപ്പൊ ഇത്രയും കാലം മറച്ചു വെച്ചതും ഒളിച്ചു വെച്ചതും എല്ലാം പുറത്തേക്ക് വരുമെന്നുള്ളതാണ്. അത് മറയ്ക്കപ്പെട്ടിരിക്കത്തില്ല, അത് പുറത്തേക്ക് വരും. അപ്പൊ ദഹിക്കാൻ ബുദ്ധിമുട്ടെന്നേ ഉള്ളൂ അതൊക്കെ പുറത്ത് വരുമ്പം. ആ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് റീനയെ കാണുമ്പോൾ തെറി വിളിക്കാൻ തോന്നുന്നത്. ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീന ഏത് പക്ഷത്ത് നിന്നാ സംസാരിക്കുന്നത്? ഞാൻ ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ് തെറ്റ് ആര് ചെയ്താലും തെറ്റാണെന്ന് തോന്നുന്നത്. മനസ്സിലായോ? കത്തോലിക്ക സഭയുടെ പക്ഷക്കാരിയല്ല ഞാന്, പെന്തക്കോസ്ത് സഭയുടെ പക്ഷക്കാരിയുമല്ല ഞാന്, ക്രിസ്ത്യാനി എന്ന് പേർ പറയുന്നവരുടെ പക്ഷക്കാരിയുമല്ല ഞാന്. പിന്നെയോ സാക്ഷാൽ യഹോശുവ മശീഹയുടെ പക്ഷക്കാരിയാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറഞ്ഞു, നിങ്ങൾ കാടും മേടും കടന്ന് അനേകരെ ഈ മാർഗത്തിൽ കൊണ്ടുവന്നിട്ട് അവരെ ഇരട്ടിച്ച നരകയോഗ്യരാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് ഈ ഹിന്ദുക്കളോട് എന്തിനാ സ്നേഹം എന്നറിയാമോ? ഈ ഹിന്ദുക്കളെ നീ ഒന്നും പിടിച്ചോണ്ട് വരല്ലേ എന്ന് ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയാമോ? അവറ്റങ്ങൾ അവിടെ കിടന്നാലും ഒറ്റ നരകമേ ഉള്ളൂ. പക്ഷെ നീയൊക്കെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഇരട്ടിച്ച നരകയോഗ്യരാക്കുകയല്ലേ. അതിനുകൊണ്ടാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരട്ടിച്ച നരകയോഗ്യരാക്കുകയല്ലേ നീയൊക്കെ പിടിച്ചോണ്ട് വന്നിട്ട്. എന്തിനാ പിടിച്ചോണ്ട് വരുന്നത്? അവരവിടെ കിടന്നിട്ട് പോട്ടെ. അവരെ കൊണ്ട് ആർക്കും ഒരു ദോഷമില്ലല്ലോ. അവരുടെ മനസാക്ഷിയുടെ ന്യായപ്രമാണം വെച്ച് ന്യായം വിധിച്ചാൽ നിന്നേക്കാളും അവരൊക്കെ സ്വർഗരാജ്യത്തിന് അവകാശികളാകും. എടാ, നിനക്കൊക്കെ മുമ്പായിട്ട് പാപികളും വേശ്യകളും നിങ്ങളെക്കാളും മുമ്പായി സ്വർഗരാജ്യത്തിൽ കിടക്കുമെന്ന ദൈവവചനം പറഞ്ഞപ്പോൾ ദൈവം മനുഷ്യന്റെ ഹൃദയങ്ങളെ നോക്കുന്നു എന്നുള്ളതിന്റെ കൂടി തെളിവാണ്. മനസാക്ഷിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നീയൊക്കെ മനസ്സിലാക്കുമ്പോൾ നീയൊക്കെ ചിന്തിക്കും ചമ്പാവാടോ റീബലവാടോ റൂബൽ കടുക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീയൊക്കെ കൊട്ടിഘോഷിക്കുമ്പോൾ അവിടെ ന്യായവിധിയിൽ ചെല്ലുമ്പോഴായിരിക്കും നീ ഒന്നും ചിന്തിക്കാത്ത ചില ഹിന്ദുക്കൾ ചിലപ്പോൾ അവിടെ കാണുമായിരിക്കും നിത്യരാജ്യത്തിലേക്ക് വേണ്ടിയിട്ട്. അയ്യോ കർത്താവേ, ഞങ്ങൾ അങ്ങേ കർത്താവേ എന്ന് നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവൃത്തികൾ ചെയ്തു. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. കർത്താവിന്റെ പേരിൽ എന്തൊക്കെ ചെയ്തു? ചാരിറ്റി ചെയ്തു, പുണ്യപ്രവൃത്തി ചെയ്തു, ആളുകളുടെ കുഷ്ഠരോഗിയുടെ കൈകളെടുത്ത് കഴുകി, കാലുകളെടുത്ത് കഴുകി, പിന്നെ പോരാത്തതിന് ആളുകളെ മുഴുവനെയും മതത്തിൽ കൊണ്ടുവരുന്നു, സ്നാനപ്പെടുത്തുന്നു, മുക്കുന്നു, ഹല്ലേലൂയ ചോത്രം വിളിക്കുന്നു, തൊടു കർത്താവേ, സൗഖ്യം കൊടുക്ക് കർത്താവേ, ശമ്പട എന്ന് പറഞ്ഞു, എല്ലാം പറഞ്ഞു നോക്കി. സ്വർഗരാജ്യത്തെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും കണ്ണു തള്ളിക്കൊണ്ടിരിക്കുക. ഇവിടെന്ന് അയ്യോ ഇവളാണെങ്കിൽ ഇതാ അവിടെ കൃഷ്ണനാണ് ദൈവം, ശിവനാണ് ദൈവം, രാമനാണ് ദൈവം എന്നൊക്കെ ചിന്തിക്കുന്ന ഹിന്ദുക്കളല്ലേ. ഇവർ സ്നാനപ്പെട്ടായിരുന്നോ? ഇവിടെ സ്നാനപ്പെട്ടില്ലല്ലോ. ഇവിടെ ശമ്പടപാട റീബിളിവിടെ പറയാൻ വേണ്ടി വന്നില്ലല്ലോ. പിന്നെ ഇവളെങ്ങനെയാ സ്വർഗരാജ്യത്തിന്റെ ഭാഗത്തിരിക്കുന്നത് എന്ന് നീയൊക്കെ അസൂയപ്പെടുമ്പോൾ കർത്താവ് ചോദിക്കും. നശിച്ച തലമുറയെ, അവരുടെ അറിവില്ലായ്മയെ ഞാൻ ക്ഷമിച്ചു. പക്ഷെ അവരുടെ അറിവില്ലായ്മയിൽ പോലും അവർ ദൈവത്തിന്റെ കൽപ്പനകളെ ഫോളോ ചെയ്തു. എന്താ കൽപ്പനകള്? അവർ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് മനുഷ്യനായി അവർ ജീവിച്ചു. എത്രയോ ഹിന്ദുക്കളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എത്രയോ ഹിന്ദുക്കളെ ദൈവത്തെ അറിഞ്ഞില്ല എന്നുള്ള ഒറ്റ കാരണമേ അവരിൽ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ആ കാരണം വെച്ച് കർത്താവ് അവരെ നരകത്തിൽ തള്ളുമെന്നൊന്നുമില്ല. കർത്താവിന് അവരോട് മനസ്സലിവുണ്ട്. കാരണം അവർ ദൈവത്തെ സാത്താനെന്ന് പറഞ്ഞിട്ടല്ലല്ലോ പോയി ആരാധിച്ചത്. ഇപ്പോൾ അവർ ശിവനെ ആരാധിക്കുകയോ അല്ലെങ്കിൽ അവര് രാമനെ ആരാധിക്കുകയോ
ആരെ ആരാധിച്ചാലും അവരിത് സാത്താനാണെന്ന് പറഞ്ഞിട്ടാണ് അവർ പോയി ആരാധിക്കുന്നത്. അവരുടെ കുഞ്ഞു പ്രായങ്ങളിൽ കിട്ടിയ അറിവ് വെച്ച് അത് ദൈവമാണെന്ന് കരുതി ആരാധിക്കുമ്പോഴും ആ ദൈവത്തോട് പോയിട്ട് എനിക്ക് കൊല്ലാൻ വരം തരൂ, എനിക്ക് 10 പേരെ ബലാത്സംഗം ചെയ്യാൻ വരം തരൂ, എനിക്ക് 10 പേരെ മോഷ്ടിക്കാൻ വരം തരൂ എന്നാണ് അവർ പോയി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണോ അവർ പ്രാർത്ഥിക്കുന്നത്? ഞാൻ അറിയാണ്ട് ചോദിക്കുക. അവർ പോയിട്ട് അങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? ഹിന്ദുക്കൾ പോയിട്ട് എടാ, അവർ ഹിന്ദുക്കൾ അവർ പ്രാർത്ഥനിക്കാൻ ചെല്ലുമ്പോഴും ഭഗവാനേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് നല്ലതുപോലെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണേ, ആർക്കും ഒരു ദോഷവും ചെയ്യാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണേ എന്നാണ് അവർ ഭഗവാനെന്ന് പോയി വിളിക്കുന്നത് പോലും. അല്ലാതെ 10 പേരെ ബലാത്സംഗം ചെയ്യാനുള്ള ശക്തി എന്ന് തരണേ. നമ്മൾ യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ കർത്താവ് കേൾക്കത്തുള്ളൂ, അല്ലാതെ കർത്താവ് കേൾക്കത്തില്ല. പൗലോസ് അഥേനയിൽ പോയി. അവിടെ കുറേ വിഗ്രഹങ്ങൾ ഇരിക്കുന്നു. പൗലോസ് അവിടെ പോയിട്ട് എടാ മഹാപാതകന്മാരെ, നീയൊക്കെ വെച്ച് ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ എന്ന് പറയുന്നതൊക്കെ നരകത്തിൽ കൊണ്ടുപോകൂടാ, മഹാപാതകന്മാരെ നിങ്ങൾ വിഗ്രഹാരാധികൾ നരകത്തിൽ പോകൂടാ എന്ന് പറഞ്ഞ് പത്രോസ് ഘോരം അവിടെ പ്രസംഗിക്കാൻ പത്രോസ് പോയില്ല. അവരെ കണ്ടപ്പോൾ പത്രോസിനോട് എങ്ങനെയെങ്കിലും ഇവനെയൊക്കെ മുക്കി സ്നാനപ്പെടുത്തി സ്വർഗത്തിൽ കൊണ്ടുപോയാൽ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് പൗലോസ് അവിടെ കിടന്ന് എന്ത് ചെയ്തില്ല? വെപ്രാളപ്പെട്ടില്ല. പിന്നെയോ പൗലോസ് നല്ല കൃത്യമായിട്ട് അവിടെ പോയി നിന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു കല്ലിൽ അവർ വെച്ചിരിക്കുക. ഒരു കല്ല് ഏതോ ഒരു ദേവനെ കൊത്താൻ വേണ്ടി ഒരു കല്ല് കൊണ്ട് വെച്ചിരിക്കുക, അത് കൊത്തിയിട്ടില്ല. ഉടനെ പൗലോസ് ബുദ്ധിപരമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിൽ കൊത്തിയിട്ടില്ലാത്തൊരു ദേവനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് പൗലോസ് അങ്ങ് പ്രസംഗം തുടങ്ങുക. അപ്പോൾ നിങ്ങൾ കൊത്തിയിട്ടില്ലാത്ത കല്ലിൽ കൊത്തിയിട്ടില്ലാത്തൊരു ദേവനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്നാണ് പൗലോസ് പറഞ്ഞത്. പൗലോസ് ബുദ്ധിപരമായിട്ട് പറഞ്ഞു, അതിൽ ദൈവം തിരഞ്ഞെടുത്തവർ, ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് വിശ്വസിച്ചു. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർ വരൂന്നേ. അത് നീയൊക്കെ കൊട്ടി ഘോഷിച്ച് ബഹളം വെച്ച് വീട്ടാന്തോറും കയറി ഇറങ്ങി നടന്നുമല്ല. അന്ത്യകാലങ്ങളിൽ ദൈവസന്നിധിയിൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർ ഏത് മുക്കിലും മൂലയിലും കിടന്നാലും അവരോടെല്ലാം വീട്ടാന്തോറും കയറി ഇറങ്ങി നടന്നു. കർത്താവ് എന്തിനാ ഈ ലോകം മുഴുവനും നിങ്ങൾ സാക്ഷികളാകാൻ പറഞ്ഞത്? എന്തുകൊണ്ടാ? കർത്താവ് തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ മക്കളുണ്ട്, ചിതറിപ്പോയ യഹൂദന്മാരുണ്ട്, അവരെ കണ്ടുപിടിക്കാനാ, അവരെ കണ്ടുപിടിക്കാൻ ആ കൂട്ടത്തില്. കാരണം ഒരുപാട് പേര് ജാതികളോട് ഇടകലർന്നു പോയി. അപ്പോൾ ദൈവവചനം അവരുടെ ഉള്ളിൽ കത്തും. ഈ സത്യസുവിശേഷം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, കർത്താവിന്റെ പഠിപ്പിക്കലുകൾ പഠിപ്പിക്കുന്ന സമയത്ത് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ ഉള്ളിലെല്ലാം എന്ത് ചെയ്യും? ദൈവവചനം കിടക്കുന്നത് കൊണ്ട് തന്നെ കത്തും. ആ കത്തിയവനെല്ലാം എന്ത് ചെയ്യും? ദൈവസന്നിധിയിലോട്ട് തിരഞ്ഞു വരും. അതാണ് ദൈവം ഉദ്ദേശിച്ചത് പോലും. അല്ല നിങ്ങളുടെ സഭയ്ക്കകത്ത് പോയിട്ട് കയറി കുത്തിയിരുന്ന് ഹംബാവാട റീബലവാട വിളിപ്പിക്കാൻ ആളെയൊക്കെ വിളിച്ചുകൊണ്ട് പോകാന്ന് പറയാൻ വേണ്ടിയിട്ടല്ല കർത്താവ് പറഞ്ഞത് നിങ്ങൾ ലോകം മുഴുവനും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞിട്ട്. കർത്താവ് പറഞ്ഞത് അന്ത്യകാലഘട്ടത്തിൽ കർത്താവ് ഈ ശിഷ്യന്മാരോട് പോയി നിങ്ങൾ സാക്ഷികളാകാൻ പറഞ്ഞത്, ഞാൻ ഇസ്രായേലിൽ ചിതറിപ്പോയ ആടുകളുടെ അടുക്കലേക്ക് ഇത്രയേ വന്നിരിക്കുന്നത്, ആ ആടുകളെ തപ്പിപ്പിടിക്കണം. കാരണം നെബൂഖദ്നേസർ കാലഘട്ടത്തിൽ ആലയം പിടിച്ച് അടക്കപ്പെടുന്ന സമയത്ത് അവിടെ ഇസ്രായേൽ ജനം മുഴുവനും ലോകത്തിൽ മുഴുവനുമായി ചിതറിപ്പോയി. ആ ചിതറിപ്പോയവരെല്ലാവരും തന്നെ ജാതികളോട് ഇടകലർന്നു. ഈ ജാതികളോട് ഇടകലർന്ന് അവർ ദൈവവചനം അറിയാതെ ഈ ജാതികളുമായിട്ട് ജീവിച്ചപ്പോൾ കർത്താവ് ദീപാലിജു തോതാമോത്തേക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 17:23 ഞാൻ ചുറ്റും നടന്നു നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവനെന്ന് എഴുത്തുള്ള ഒരു ദേവീക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാ പൗലോസ് അവിടെ തുടങ്ങുന്നത്. നിങ്ങൾ അറിയാതെ പൂജിക്കുന്ന ഈ ദേവനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ ബുദ്ധിപരമായിട്ട് പൗലോസ് അവിടെ പറയുക. പൗലോസ് അവിടെ പോയിട്ട് ദേവി കല്ലുകളും അവിടെ ഇങ്ങനെ ചുറ്റി നടന്ന് പൂജാസ്ഥലങ്ങളെല്ലാം നോക്കിക്കിടന്നപ്പോഴത്തേക്കും അയ്യോ നിന്നെയൊക്കെ ഞാൻ കൊല്ലുവിടാ, എടാ വിഗ്രഹാരാധികളെ നീയൊക്കെ നരകത്തിൽ പോകൂടാ എന്ന് പറഞ്ഞ് പൗലോസ് അവിടെ കിടന്ന് വെറുതുള്ളുകയല്ല ചെയ്തത്. മനസ്സിലായോ? പൗലോസ് നിങ്ങൾ അജ്ഞാത ദേവൻ എന്ന് പേർ കൊത്തിയിരിക്കുന്ന ആ കല്ലിൽ നിങ്ങൾ അറിയാതെ പ്രാർത്ഥിക്കുന്ന ഒരു ദേവനുണ്ട്, ആ ദേവനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, വചനം എന്താണെന്ന് ആദ്യം പഠിക്കുന്നത് അന്ത്യകാലഘട്ടമാണ്. അന്ത്യകാലഘട്ടത്തിൽ സത്യം പുറത്തു വരും. ആ സത്യം വരുമ്പോഴത്തേക്കും അത് ഉൾക്കൊള്ളാൻ ദൈവം കണ്ണുകൾ തുറന്നിട്ടുള്ളവർക്ക് കണ്ണു തുറക്കും. അല്ലാത്തിനെ കതിരിനെയും പതിരിനെയും കർത്താവ് വേർതിരിക്കുക. അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യം പറയുമ്പോൾ ഉൾക്കൊള്ളാതെ ഇറങ്ങി ഓടുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? എല്ലാം തീരിട്ട് വാരി കത്തിക്കാനുള്ള പതിരുകളാ.
പക്ഷെ ഇത് മനസ്സിലാക്കാൻ സത്യം തുറന്നു കിട്ടിയ കണ്ണുകളുണ്ടല്ലോ, അതെല്ലാം കതിരുകളാണ്. അത് കളപ്പുരയിൽ ശേഖരിക്കപ്പെടുന്നേ. അത് രാജാവിന്റെ സദ്യക്ക് വിരുന്നിന് വേണ്ടി ഒഴുക്കാനുള്ളതാണെന്നേ. അത് ഒരുക്കപ്പെടും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തെ അയച്ചതുപോലും, കർത്താവിനെ അയച്ചതുപോലും ഇസ്രായേൽ ഗൃഹത്തിന് കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ്. വിഡ്ഢി സമൂഹമേ, അല്ലാതെ ലോകത്തിലുള്ളവനെ മുഴുവനെയും മതം മാറ്റുവാൻ വേണ്ടിയിട്ടല്ല കർത്താവിനെ അയച്ചത്. നിങ്ങളെയും കർത്താവ് അതിനായിട്ടല്ല പറഞ്ഞു വിട്ടത്. പിന്നെയോ കർത്താവ് ലോകത്തോട് മുഴുവനും പോയി പറയും. ഇപ്പൊ ഇസ്രായേൽ മുഴുവനും കാണാതെ പോയ ആടുകളെ എങ്ങനെ തിരഞ്ഞു കണ്ടുപിടിക്കും? അതുകൊണ്ടാണ് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ തിരിച്ചറിയും എന്ന് പറഞ്ഞത്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ആടുകളെല്ലാം പോയി പെട്ടിരിക്കുന്നതിന്റെ അടുത്തവന്റെ വലയിലാണ് പോയി വീണ് കിടക്കുന്നത്. ഈ കാണാതെ പോയ കുറച്ച് ആടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ആടുകളെല്ലാം അടുത്തവന്റെ പറമ്പിനകത്ത് കയറി ആ ആട്ടുകളുടെ കൂട്ടത്തിൽ കയറിയെന്ന് ഇരിക്കട്ടെ. കയറിക്കഴിഞ്ഞാൽ ഇത് എൻ്റെ ആടാണ്, ഇത് എൻ്റെ ആടാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അപ്പോൾ യജമാനൻ അവിടെ നിന്ന് വിളിച്ചു കൂവും, മക്കളെ, എൻ്റെ ആട്ടിൻകൂട്ടങ്ങളെ, നിങ്ങൾ എവിടെ പോയി? ഞാൻ ഇവിടെ ഉണ്ടേ എന്ന് പറഞ്ഞിട്ട് യജമാനന്റെ ഒരു ശബ്ദം പുറപ്പെടുവിക്കും. അപ്പോൾ ഇടയന്റെ ശബ്ദം കേൾക്കുന്ന ആടുകൾ ആട്ടിൻകൂട്ടത്തിന്റെ കൂടെ കിടന്നാലും വേറെ തൊഴുത്തിലാ പോയി കിടക്കുന്നതെങ്കിലും ആ തൊഴുത്തിൽ നിന്നും ഇറങ്ങി ഓടി വരും ആ ശബ്ദം കേട്ടിട്ട്. അതുകൊണ്ടാണ് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറയുന്നത്. സുധാകരൻ എൻ സുധ, നിങ്ങൾ പറയുന്നത് സത്യം തന്നെ. ഇത് നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തരുന്നതാണോ? അതെ, പറഞ്ഞു തരുന്നതാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ വായിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഇതെവിടെ എഴുതി വെച്ചിട്ടല്ലല്ലോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ലൈവിൽ വന്നിരുന്ന് സംസാരിക്കുകയില്ലേ. ആരെങ്കിലും പറഞ്ഞു തരുന്നതാണെങ്കിൽ എൻ്റെ പുറകിൽ ആരെങ്കിലും കാണണ്ടേ? എനിക്ക് പറഞ്ഞു തരുന്നത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ആരും നിങ്ങളെ ഇനി ഉപദേശിക്കേണ്ട ആവശ്യമില്ല. 1 യോഹന്നാൻ, ആത്മാവ് തന്നെ നിങ്ങളെ ഉപദേശിച്ചു വഴി നടത്തും. അപ്പോൾ ആത്മാവിനെ ഉപദേശിക്കാൻ അവസരം കൊടുത്താൽ മതിയെന്നേ, അല്ലാതെ പാച്ചർ പോയി നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യം വരത്തില്ല. ആത്മാവ് നിങ്ങളെ ഉപദേശിച്ച് വഴി നടത്തും എന്ന് ദൈവവചനം പറഞ്ഞത്. 1 യോഹന്നാൻ 2:27, നിങ്ങൾ ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവിടുത്തെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാൽ അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവിടുത്തിൽ വസിപ്പിൻ. അപ്പോൾ ഇനി ആരും നിങ്ങളെ ഉപദേശിച്ചു തരേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളെ അങ്ങ് ഉപദേശിച്ച് വഴി നടത്തിക്കൊള്ളൂന്നേ. അപ്പോൾ ഈ കർത്താവ് എന്തിനാ പറഞ്ഞത്? നിങ്ങൾ ലോകം മുഴുവനും പോയി സകലരോടും എന്റെ സാക്ഷികളായിക്കൊള്ളുവനെന്ന് പറഞ്ഞുകൊണ്ട്. കർത്താവിന് നഷ്ടപ്പെട്ടു പോയ, ചിതറിപ്പോയ കുറെ ഇസ്രായേൽ കാണാതെ പോയ ആടുകൾ കിടപ്പുണ്ട് ഈ കൂട്ടത്തില്. അവരെ ഒന്ന് തിരഞ്ഞു പിടിക്കണം. എന്ന് വിളിക്കുന്ന സമയത്തായിരിക്കും കുറച്ച് ആടുകൾ നിൽക്കും. അയ്യോ, അത് എൻ്റെ ഇടയന്റെ ശബ്ദമാണല്ലോ. അപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ തൊഴുത്തില് ഇത് വേറൊരു ഇടയനാണല്ലോ. ഇവിടെ വേറെ കുറെ ആടുകളാണല്ലോ. ഞാൻ വഴി തെറ്റി വന്നതാണല്ലോ. കൂടുവിട്ടോടിയ ആടിനെ തേടി കാട്ടിൽ അഭയമേകാൻ ആരുമില്ലാതെ വിവശനായി കേഴുന്നു നാഥ, വിവശനായി കേഴുന്നു നാഥ. കൂട്ടം തിരിഞ്ഞ ആടിനെ തേടി ഇടയൻ നടന്നു കാടുകളിൽ. കൂട്ടം തിരിഞ്ഞ ആടിനെ തേടി ഇടയൻ നടന്നു പാതകളിൽ. മുൾപ്പടർപ്പിലും രവനത്തിലും കണ്ടില്ല. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്, മറന്നുപോയി ആ പാട്ട്. അപ്പോൾ കൂട് വിട്ടോടിയ ഒരു ആടിനെ തേടി, ആടുകൾ ഇടയനെ വിട്ട് ചിതറിപ്പോയി. ഈ ആടുകളെ തപ്പിപ്പിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? കൂട്ടത്തിൽ കിടക്കുകയല്ലേ, വേറെ കുറെ ആടുകളുടെ കൂട്ടത്തിൽ പോയി കിടക്കുകയല്ലേ. ലോകം മുഴുവനും ചിതറി ആളുകൾ ഇടചേർന്ന് ജാതികളുമായിട്ട് ഇടകലർന്നു പോയി. കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഇടയൻ വന്ന് നിന്ന് ഉച്ച വെക്കുകയാണ് എന്നൊക്കെ വെക്കുമ്പോഴത്തേക്കും ഒറിജിനൽ ആടുകളെല്ലാം ശബ്ദം കേൾക്കുക. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ഇടയനെ തിരിച്ചറിയും. അവ എന്നെടുക്കേക്ക് ഓടി വരും.
അങ്ങനെ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഒറിജിനൽ ആടുകളെല്ലാം നിൽക്കും അവിടെ തന്നെ. അയ്യോ, ഞങ്ങളുടെ ഇടയന്റെ ഒച്ചനെയാണല്ലോ കേൾക്കുന്നേ, ഞങ്ങളുടെ ഇടയനാണല്ലോ ആ വിളിക്കുന്നത്, ഞങ്ങളുടെ ഇടയൻ ഇതാ ഓടി വരുന്നു. ആ ഇടയന്റെ അടുത്തേക്ക് പോകണമെന്ന് ആ ആടുകൾ വരുമെന്നേ. ആടുകളെ തപ്പി കൃത്യമായിട്ട് കർത്താവ് പിടിക്കും. അതിനു വേണ്ടിയിട്ടാ നിങ്ങൾ ലോകം മുഴുവനും പോയി സുവിശേഷം അറിയിക്കുമെന്ന് പറഞ്ഞാൽ, അല്ലാതെ മതത്തെ മാറ്റാൻ വേണ്ടിയിട്ടും സഭയിൽ കൊണ്ടുവന്നിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. മനസ്സിലായോ? കർത്താവിന് ആടുകളെ കിട്ടണം വേണ്ടിയിട്ട്, അതിന്റെ ഒറിജിനൽ ആടുകൾ നഷ്ടപ്പെട്ടു പോയതിനെയൊക്കെ തിരിച്ചു പിടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് അത് പറയാൻ പറഞ്ഞത്. അപ്പോൾ എന്ത് സംഭവിച്ചു? അതിന് മുതലെടുത്തു, കച്ചവടമാക്കി. വയറു വളർത്താൻ 10 പേരെ കൂട്ടിയിരുത്തി സഭയ്ക്കകത്തിരുന്ന് ഘോരം ഘോരം പ്രസംഗിക്കണമെങ്കിൽ ഇത് വേണ്ടി വരുമെന്ന് അവന്മാർ ചിന്തിച്ചു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? മനുഷ്യനെ പറ്റിക്കുകയാണ്. അങ്ങനെയാണ് ജനങ്ങളെ മുഴുവനും മതം മാറ്റി സഭയ്ക്കകത്ത് കൊണ്ടുവന്നിരുത്തിയത്. എല്ലാ രീതിയിലും മതപരിവർത്തനം നടന്നത്. കർത്താവ് മതത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല. ദൈവവചനം അതിന് എതിരാണ്. മതത്തിലേക്ക് ചേർക്കുന്നതിന്റെ എതിരാണ് ദൈവവചനം. പക്ഷെ ഇവന്മാർ വചനത്തിന് എതിരേ ചെയ്യൂ. അതാണ് രസം. ദൈവവചനം മതപരിവർത്തനം ചെയ്യരുതെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മതത്തിലേക്ക് കൊണ്ടുവരും എന്ന് ശാഠ്യം പിടിച്ച് മതത്തിലേക്ക് കൊണ്ടുവരികയാണ് സാത്താന്റെ മതക്കാർ ചെയ്യുന്നത് പോലെ. അപ്പൊ പിന്നെ രണ്ടുപേർക്കും വ്യത്യാസമില്ലല്ലോ. സാത്താന്റെ മതക്കാരും തന്റെ മതത്തിൽ ആളെയാക്കാൻ വേണ്ടിയിട്ടും തന്റെ മതമാണ് ലോകത്തിലെ ശ്രേഷ്ഠ മതമെന്നും അതേ ലോകത്തിലാകാവൂന്ന് എന്ന് ശ്രമിച്ചപ്പോൾ സാത്താന്റെ മതക്കാരനെ കൂട്ടുപിടിച്ചിട്ട് ക്രിസ്ത്യാനി കർത്താവിന്റെ പേരിൽ നടത്തുന്നതും ഇതേ പണിയാണ്. അങ്ങനെ യഥാർത്ഥ ആടുകളെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇടച്ചക്കല്ലായി മാറി ഈ ക്രിസ്ത്യാനി എന്ന് പേര് പറയുന്നവൻ. യഥാർത്ഥ ആടുകളെ കണ്ടുപിടിക്കാനുള്ള ഇടർച്ചക്കല്ലുകളും യഥാർത്ഥ ആടുകളെ വഴിതെറ്റിക്കാനുള്ള ഇടർച്ചക്കല്ലുമായി അവൻ മാറി. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ പോലെ അവൻ കൂട്ടത്തിൽ വന്നിട്ട് പറഞ്ഞു, അയ്യോ പോലെ പോലെ പോലെ, ഇത് ഒറിജിനലാണ്, നമ്മളാണ് ഒറിജിനൽ, അങ്ങോട്ട് പോണ്ട എന്ന് പറഞ്ഞ് കൂട്ടത്തിൽ നിർത്തി ഒറിജിനൽ ആടുകളെ പോലും വഴിതെറ്റിച്ച് കിടക്കുകയാ. ബാലചന്ദ്രൻ നമ്പിയാർ, താങ്കൾ ഇസ്രായേലിന്റെ വാർത്തകൾ കൊടുക്കുന്നത് കൊണ്ടാണ് കേൾക്കാൻ താല്പര്യം കാണിച്ചത്. ഇപ്പൊ കേൾക്കാൻ വല്ല താല്പര്യക്കുറവ് വല്ല ഉണ്ടോ? ഞാൻ ഇസ്രായേലിന്റെ വാർത്ത കൊടുക്കാൻ വന്ന റിപ്പോർട്ടറായിട്ടല്ല ഞാൻ വന്നത്. എന്റെ പേജുകൾ തുടക്കകാലം മുതലേ ദൈവവചനം പറയാൻ വേണ്ടി വന്നവളാ. ഇസ്രായേലിനെ കുറിച്ച് ഞാൻ സംസാരിച്ചതും ഇസ്രായേലിനുള്ള വാർത്ത കൊടുത്തതും ദൈവവചനത്തിൽ ഇസ്രായേലിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടും ഇസ്രായേൽ മക്കൾ ദൈവവചനവുമായി ബന്ധപ്പെട്ടുള്ളത് കൊണ്ടുമാണ്. ഇപ്പൊ വല്ല ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് പുറത്തേക്ക് പോകാം. ആരും ഇവിടെ നിർബന്ധിച്ച് ഇതിനകത്തൊന്നും വെച്ചിട്ടില്ല ആരെയും. മനസ്സിലായോ? ആരെയും ഇതിനകത്തൊന്നും നിർബന്ധിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ ഈ ഞാന് എൻ്റെ 15ാമത്തെ വയസ്സിൽ ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പാട്ടിനകത്ത് ഞാൻ ഇങ്ങനെ ഈ വചനം, ഈ ആടിനെ കുറിച്ചുള്ള വാക്യം ആ പാട്ടിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പാട്ട്, ആ വരികൾ എനിക്കിങ്ങനെ ഓർക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക ഞാൻ. കാക്കക്കുഞ്ഞിന് അപ്പം കൊടുത്തു, ലില്ലിപ്പൂവിന് ഉട കൊടുത്തു, അതിനേക്കാൾ ശ്രേഷ്ഠമല്ലോ ഞാൻ, എത്രമാത്രം എന്നെ പാലിക്കും. അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അതല്ല, ആ പാട്ടല്ല. ഓക്കെ, ഞാൻ പിന്നീട് ആ പാട്ട് ഞാൻ പാടാം. അത് ഭയങ്കര ഒരു എന്താ പറയുന്നത്, നല്ലൊരു പാട്ടാണ്. കർത്താവ് ആടിനെ തോളിലെടുത്ത് ഉമ്മ വെച്ചു ഒരു വരിയാണ് ആ വരി. അത് ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട് ആ വരി. അത് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ആ പാട്ട് ഞാൻ പിന്നീട് ഒരിക്കൽ ഞാൻ പാടാം. അത് ഭയങ്കര രസമാണ് ആ പാട്ട്. കർത്താവ് എനിക്ക് അന്ന് പ്രദീപ് കുമാർ വഴിമാറി കൊടുക്കുക, ആ ബാലൻ ചേട്ടൻ ഒന്ന് പോയിക്കോട്ടെ. അതെ, പോകേണ്ടവർക്കെല്ലാം പോകാം. അത് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ആരെയും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കെട്ടിയിട്ടിട്ടൊന്നുമില്ല. ഞാൻ അതുകൊണ്ടാണ് സത്യം തുറന്നു പറയുമ്പോഴേ കൂട്ടമായിട്ട് എന്നെ ആക്രമിച്ച് ഇറങ്ങി ഓടുക. ഇപ്പൊ റീന കൊള്ളാത്തവളായി വെറും എന്താ പറയുന്ന എന്തൊക്കെ തരത്തിൽ തെറി വിളിക്കാൻ പറ്റുമോ ആ വേശ, പറവേശ, കുറെ ക്രിസ്ത്യാനികളാ മദർ തെരേസ ഭക്തിക്കാരെല്ലാം കൂടി വന്നിട്ട് പറയണം ഇവൾ ഇസ്രായേലിന്റെ വെടിയാണ്. മറ്റൊന്ന് കാമഭ്രാന്തന്മാരായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അവർക്ക് ചാൻസ് കുറച്ച് മാറിക്കൊടുത്തു. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അവരെക്കാളും കുറച്ചുകൂടി ടെമ്പർ കൂടിയ വർഗമാണല്ലോ നമ്മള്. കാരണം അവരുടെ വിശുദ്ധിയുടെ മാനദണ്ഡം വേറെയാണ്, നമ്മുടെ വിശുദ്ധിയുടെ മാനദണ്ഡം ദൈവവചനം. കാരണം ഇത് ആർക്കും ഒന്നും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇത് പ്യുവർ ആണല്ലോ. പ്യുവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ
സ്വർണമാണല്ലോ ഇത്. അപ്പോൾ ഈ പരിശുദ്ധ സ്വർണമായ കർത്താവിന്റെ വചനം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പ്രയോറിറ്റി കൂടുതലാണ്. അപ്പൊ നമ്മൾ വെളുപ്പിക്കാൻ വേണ്ടി വരും. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? പച്ചയ്ക്ക് നമ്മളും തെറി വിളിക്കും. മാറിയും തിരിഞ്ഞു നിന്നിരിക്കുന്നു. തെറി വിളിക്കേ, ആവശ്യത്തിന് വേണ്ടതെല്ലാം നിങ്ങൾ വിളിക്ക്. എത്രത്തോളം നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാൻ പറ്റുമോ തെറി വിളിക്ക്. ആഭാസം പറയാൻ പറ്റുമോ ആഭാസം പറയും. എന്നെ വേശിയെന്നോ മാറ്റതെന്നോ മറച്ചതെന്നോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. പക്ഷെ എന്റെ ചെവി കേൾക്കാൻ വന്ന് വിളിക്കരുത്. അത് നിങ്ങൾക്ക് നല്ലതല്ല. ചെകിട്ടടിച്ച് ഞാൻ പൊളിക്കും. പറഞ്ഞ മനസ്സിലായോ? എന്ത് ആഭാസവും എന്ത് തോന്നിയവാസവും എന്റെ മുഖത്തോട് മുഖം ലൈവിൽ വന്ന് വിളിക്കാൻ ഏതവനെങ്കിലും വിധി ഉണ്ടെങ്കിൽ പിന്നെ അവന്റെ കാര്യം കട്ടപ്പുകയാ. അത്രമാത്രം അത് ഓർത്തിട്ട് വേണം വിളിക്കാനായിട്ട്. യൂട്യൂബിൽ കൊണ്ടുവന്ന് ഇടുമ്പോഴത്തേക്കും ഞാൻ എടുത്തങ്ങ് കളയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. അവിടെ കിടത്തി ആ ചവർ അവിടെ കിടത്തിയിട്ട് കാര്യമില്ല. കാരണം ഞാൻ കേൾക്കുകയല്ലോ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ട് പോയതിന് ശേഷം നിന്റെയൊക്കെ വായടയ്ക്കാൻ പറ്റുമോ എന്നെ കൊണ്ട്? ഞാൻ ഇല്ലാത്തപ്പോൾ എന്നെ നോക്കി നുണ പറയുന്നത് അത് നമുക്ക് നടക്കുന്ന കാര്യമില്ല. ഞാൻ ഇല്ലാത്തപ്പോൾ എന്നെ നോക്കി നുണ പറയുന്നത് എനിക്ക് തിരക്കി നടക്കേണ്ട കാര്യവുമില്ല. അത് നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങളുടെ നുണ പറഞ്ഞ് നിങ്ങളുടെ ചെവിക്ക് വായിക്ക് കേടുവരുത്തുന്നു. പറഞ്ഞു കൊടുക്കുന്നവർ ചെവിക്കും കേടുവരുത്തുന്നു. അത്രയല്ലേ ഉള്ളൂ. പക്ഷെ എൻ്റെ ചെവി കേൾക്കെ ഞാൻ ലൈവിൽ നിൽക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി തെറി പറയാൻ ഒരുത്തൻ തുനിഞ്ഞിറങ്ങി വന്നാൽ, അത് ഒരുത്തനാണെങ്കിലും ശരി ഒരുത്തിയാണെങ്കിലും ശരി, ഇറങ്ങി വന്നാൽ പിന്നെ ഞാൻ വിവരം പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തെറി പറഞ്ഞിട്ട് അങ്ങനെ പോകാമെന്നൊന്നും ആരും സ്വപ്നം കാണണ്ട. മനസ്സിലായോ? ഞാൻ തിരിച്ച് തെറിയൊന്നും പറയത്തില്ല കേട്ടോ. നിങ്ങൾ ഇതുവരെയ്ക്കും എൻ്റെ ലൈവിൽ കണ്ടവരാരും ഞാൻ തെറി പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ തെറി പറയാറില്ല. ചെറ്റ, തെണ്ടി എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര ഹോരം തെറിയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഇത് വലിയ ഹോരം തെറി അല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഉപയോഗിച്ചത്. ഓരോ നാട്ടിലും ഓരോ കൾച്ചറാണല്ലോ. നിങ്ങൾക്ക് ഹോരം തെറികളാണ് അതൊക്കെ എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നാട്ടിലെ കൾച്ചറാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇത് ഹോരം ഇതിനേക്കാളും ഒരുപാട് തെറികളൊക്കെ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. പക്ഷെ ഇത് ചെറ്റ, തെണ്ടി, വൃത്തികെട്ടവൻ എന്നൊക്കെ പറയുന്ന സാമാന്യം മനുഷ്യന്റെ ദേഷ്യവും മനുഷ്യന്റെ അമർഷമൊക്കെ സ്വാഭാവിക മനുഷ്യന് വെളിപ്പെടുത്താൻ പറ്റിയ പദങ്ങളൊക്കെയാണ് ഈ പദം എന്ന് പറയുന്നത്. അതെല്ലാവർക്കും സ്വാഭാവിക മനുഷ്യന് വെളിപ്പെടുത്താം. ദേഷ്യം വരുന്നവൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? തെറ്റ് ചെയ്യുന്നതിന്റെ ദേഷ്യം വരുമ്പോഴത്തേക്കും അത് വെളിപ്പെടുത്തേണ്ടവന് വെളിപ്പെടുത്താനുള്ളൊരു അവസരമാണ് ഇതൊക്കെ, ഈ വാക്കുകളൊക്കെ. പക്ഷെ അതിനേക്കാളും മതികടന്ന സാധനങ്ങളുണ്ട്. അതൊന്നും ഞാൻ പറയാൻ പോവാറില്ല. പിന്നെ എന്നെ കയറി മറ്റേ രീതിയിൽ മറ്റേ മോളെ മറിച്ച മോളെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വീട്ടിലുള്ള അമ്മയും സഹോദരിയും എല്ലാം കൂടി എന്ത് ചെയ്യും? അതൊക്കെ പറഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് പറയാനെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞങ്ങോട്ട് തരും. മനസ്സിലായോ? അതുകൊണ്ട് ഷബാത്ത് സൺസെറ്റിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അറിഞ്ഞുകൊള്ളുക, സത്യവചനത്തെ മാത്രം മുറുകെ പിടിച്ചുകൊള്ളുക. കർത്താവ് ഒരിടത്തും ആരിടത്തും പോയിട്ട് ലോകം മുഴുവനും പോയി നിങ്ങൾ സാക്ഷികളാക്കി എൻ്റെ മതത്തെ ആളെ ചേർത്ത് ഇവിടെ ആളെ കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്കിവിടെ ആള് കുറവാണ്, എന്നെ ആരാധിക്കാനൊക്കെ ആള് കുറവാ. സ്വർഗത്തിലാണെങ്കിൽ കർത്താവ് ഈച്ച അടിച്ചുകൊണ്ടിരിക്കുക. ഈച്ച കർത്താവ് സ്വർഗത്തില് ഈച്ച അടിച്ചുകൊണ്ടിരിക്കുക. എന്തുവാ? ആളെ കിട്ടാണ്ട്. കർത്താവ് കുര്യാക്കോസ് തോതാ വഴിതെറ്റിപ്പോയാടിനെ തേടി ഇടയൻ നടന്നു ഹോരവനത്തിൽ. വഴിതെറ്റിപ്പോയാടിനെ തേടി ഇടയൻ നടന്നു ഹോരവനത്തിൽ. ദൂരെ നിന്നു കണ്ടതും തോളിലേറ്റി ഉമ്മ വച്ചു. ദൂരെ നിന്നു കണ്ടതും തോളിലേറ്റി ഉമ്മ വച്ചു. ഓമനയായി കൺമണിയായി തന്മാറിൽ ചേർത്തണച്ചു. ഹാലേലുയാ വാഴ്ത്തിടാം കർത്താവിനെ. ഹാലേലുയാ വാഴ്ത്തിടാം കർത്താവിനെ. ഇതെന്റെ 15ാമത്തെ വയസ്സിൽ ഞാൻ എഴുതി ട്യൂൺ ചെയ്ത പാട്ടാണ്. ഇതുവരെയ്ക്കും അത് പാട്ടായിട്ടൊന്നും പുറത്തിറക്കാൻ പറ്റിയിട്ടില്ല. ദൈവം സഹായിച്ചാൽ ഇങ്ങനെ കുറെ പാട്ടുകൾ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യണം? ട്യൂൺ ചെയ്ത് പുറത്തേക്ക് ഇറക്കണം. അപ്പോൾ ഞാൻ കണ്ടില്ലേ, അന്നേ കർത്താവ് എന്റെ 15ാമത്തെ വയസ്സിലെ ആ വെളിപ്പാട് എന്റെ ആത്മാവിൽ തന്നിരുന്നു. ദൈവം എന്തിനാണ് വന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലായോ? ആ 15ാമത്തെ വയസ്സില് എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് തന്നൊരു വെളിപ്പാടായിരുന്നു
എന്തുവാ, കർത്താവ് എന്തിനാണ് എന്ത് ചെയ്തത് വന്നതും, കർത്താവ് എന്തിനാണ് ലോകത്തോട് പോയി നിങ്ങൾ എന്റെ സാക്ഷികളാകുവിനെന്ന് പറഞ്ഞതും. സാക്ഷികളാകാൻ പോയെന്ന് വെച്ചാൽ ഈ വഴിതെറ്റിപ്പോയ ആടിനെയൊക്കെ കിടക്കുകയാണ്, അതിനെ കണ്ടുപിടിക്കണം. അതിനെ കണ്ടുപിടിക്കണമെങ്കിൽ അത് കൂട്ടത്തിൽ നിന്ന് ഒച്ച വെക്കണം. നമ്മുടെ കുഞ്ഞിനെ നമുക്ക് 1 ലക്ഷം 2 ലക്ഷം ആളുകളുടെ ഇടയിൽ നമ്മുടെ കുഞ്ഞ് പെട്ടുപോയി, നമുക്ക് തപ്പിയെടുക്കാൻ ഭയങ്കര പാടാ. അപ്പോൾ അമ്മ ഒച്ചത്തിൽ വിളിക്കും, മോനെ, ചക്കരേ, മക്കളെ, അമ്മ ഇവിടെ ഉണ്ടേ, ഓടിവായോ മക്കളെ, അമ്മയുടെ ശബ്ദം കേൾക്കുന്നോ, അമ്മയുടെ ശബ്ദം കേൾക്കുന്നോ എന്ന് മക്കളുടെ പേര് വിളിച്ചോണ്ടേയിരിക്കും. ആ ലോകത്തിലുള്ള അവിടെ കിടക്കുന്ന എല്ലാ മക്കളെയും ഓടി വാ, ഓടി 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 വാടി വാ, ഞാനൊരു അമ്മ വന്നിട്ടുണ്ടേ, ഞാനൊരു അമ്മ വന്നിട്ടുണ്ടേ, എത്ര പേർക്ക് എന്നെ അമ്മയായി സ്വീകരിക്കാൻ പറ്റുമോ, ഓടി വന്ന് സ്വീകരിക്കേ, ഓടി വന്ന് സ്വീകരിക്കുന്ന പറഞ്ഞ ആ 1 ലക്ഷത്തിൽ പോയിട്ട് ആ ഒരു 10,000 പിള്ളേരെ പൊക്കി എടുക്കാൻ വേണ്ടിയിട്ടാണോ ആ കടന്ന് വിളിക്കുന്നത്? ആ 1 ലക്ഷത്തിനിടയിൽ എന്തിനാ ഈ ശബ്ദം വെക്കുന്നത്? ആ 1 ലക്ഷത്തിനിടയിൽ എൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ 1 ലക്ഷത്തിനിടയിൽ നിന്ന് ഒച്ച വെച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു മകനെ കിട്ടത്തുള്ളൂ. അരിച്ചു പറക്കുന്നത് പാടുള്ള കാര്യമാ. 1 ലക്ഷത്തിനിടയിൽ ഇപ്പോൾ എങ്ങനെ അരിച്ചു പറക്കും ആ മോനെ? അപ്പോൾ ആ 1 ലക്ഷത്തിനിടയിൽ നിന്ന് മൈക്രോഫോണിലൂടെയോ അല്ലാതെയോ വിളിച്ചു പറയും. എങ്ങനെ? മോനെ, അമ്മയുണ്ടപ്പാ, അമ്മ കാത്തിരിക്കുക മക്കളെ, അമ്മ ഓടി വാടി ചക്കരെ, എവിടെയാടി മക്കളെ, തങ്കമേ ഓടി വാപ്പാ എന്ന് പറഞ്ഞ് ഒച്ച വെക്കുമ്പോഴത്തേക്കും ആ ശബ്ദം തിരിച്ചറിയുന്ന കുഞ്ഞ്, അയ്യോ അമ്മ, എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ കുഞ്ഞും ആ ശബ്ദം കേൾക്കുന്ന വഴിയിലൂടെ ഓടിയെത്തും. ആ ശബ്ദം ഇവിടുന്ന് വരുന്നു എന്ന് മനസ്സിൽ. അതുകൊണ്ട് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞത് കർത്താവ്. അതിനുവേണ്ടി ഈ ശബ്ദം തിരിച്ചറിഞ്ഞു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലോകം മുഴുവനും പോയി വിളിച്ചു കൂവുവിൻ, ലോകം മുഴുവനും പോയി സാക്ഷിയാകുവിൻ. കാരണം എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആളുകൾ ചിതറിക്കിടക്കുകയാണ്, ഇസ്രായേലിൽ കാണാതെ പോയ ആടുകൾ ചിതറിക്കിടക്കുകയാണ്. അവരെ തപ്പിയെടുക്കണം. അവരുടെ ഉള്ളിൽ ഹൃദയത്തിൽ വചനം കിടപ്പുണ്ടെന്നേ. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായും നിങ്ങളുടെ ശബ്ദം കേട്ടത് പുറത്തേക്ക് വരുമെന്നേ. അതിന്റെ കൂട്ടത്തില് തിന്നാനും കുടിക്കാനും നിവൃത്തിയില്ലാത്ത വർഗ്ഗങ്ങൾ കുറെ എണ്ണം കിടപ്പുണ്ട്. നോക്കുമ്പോഴത്തേക്കും അടിപൊളി, ആ അമ്മയ്ക്ക് നല്ല സ്വത്തുള്ള അമ്മയാ. അതൊക്കെ അമ്മേ അമ്മേ, ഇതാണ് ഇപ്പോഴത്തെ പെന്തക്കോസും ക്രിസ്ത്യാനി എന്ന് പറയുന്ന വർഗം. ഇപ്പൊ കയറി വന്നിരിക്കുന്നില്ലേ കുറെ എണ്ണങ്ങള്, ഞങ്ങളാണ് തെരഞ്ഞെടുത്തവരെന്നൊക്കെ പറയുന്ന. അത് ഇതുപോലെ എന്ത് ചെയ്യും? തിന്നാൻ കിട്ടും, കുടിക്കാൻ കിട്ടും. അമ്മേ ഞാനാ അമ്മേ. അപ്പൊ അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം ആരാ, ഇതെന്റെ മകനല്ല, ഇതെന്റെ മകളല്ല എന്ന് അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ മനസ്സലിവുള്ള അമ്മയാണെങ്കിൽ വന്നിട്ട് അമ്മേ എന്നെ മോളായിട്ട് സ്വീകരിക്കണേ അമ്മേ, ഞാനാ അമ്മയുടെ മകളെ ഞാനാ അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല മനസ്സുള്ള ഒരു അമ്മയാണെങ്കിൽ, നല്ല കൊടുക്കാനും ഒക്കെയുള്ള അമ്മയാണെങ്കിൽ പറയും ശരി ബാ മകളെ എന്നങ്ങ് സ്വീകരിക്കും. ഇതുപോലെ കുറെ ക്രിസ്ത്യാനികളെയും കുറെ എണ്ണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയ അവസരം മുതലാക്കി കയറി വന്നിട്ടുണ്ട്. ആ കയറി വന്നതിനെ കർത്താവ് കയ്യിൽ വെച്ചു. അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒറിജിനൽ മോനെ കിട്ടി, ഒറിജിനൽ കുഞ്ഞിനെ കിട്ടി അമ്മയ്ക്ക്. അമ്മ ഓടിപ്പോയി അതിനെ എടുത്തു ചുംബിച്ചു. ഈ കിടക്കുന്ന ക്രിസ്ത്യാനി എന്ന് പറയുന്നത് നേരത്തെ കയറി വന്നില്ലേ കുറെ എണ്ണങ്ങള്, അത് നോക്കിയപ്പം എടാ നമ്മുടെയൊക്കെ അവകാശം അടിച്ചുകൊണ്ട് പോകാൻ വന്നിട്ടുണ്ടടാ കുറെ എണ്ണത്. അവനാണ് ഒറിജിനൽ എന്ന് തോന്നുന്നു കേട്ടോ. അവൻ വന്നിരിക്കുവാ നമ്മുടെയൊക്കെ അവകാശം അടിച്ചുകൊണ്ട് പോകാൻ. അമ്മച്ചി ഓൾറെഡി അവളാണ് കേട്ടോ അവകാശം പിടിക്കാൻ വേണ്ടി വന്നതാ. നമുക്കൊരു കാര്യം ചാടിച്ചു ഓടിച്ചാലോ ഇതിനെ? ചുമ്മാരി അവർ അമ്മ കണ്ട വഴക്കുറ. അമ്മച്ചി കുഞ്ഞുവാവേ, നിന്നെ കാണാൻ നല്ല സുന്ദരനാണല്ലോ കുഞ്ഞുവാവേ. നീ എന്നാ രസമുണ്ടെന്നറിയാം. അമ്മ ഇതാരാ അമ്മ? ഇത് നമ്മുടെ മക്കളാ, നിന്റെ ചേച്ചിയാ, നിന്റെ ചേട്ടനാ, ഇതിൻ്റെ ചേച്ചിയാ, നിന്റെ ചേട്ടനാ. ഹായ് ചേട്ടാ, ഹായ് ചേച്ചി. ഞാൻ പറഞ്ഞില്ലേ കുറെ രക്ഷിക്കപ്പെട്ടു വന്ന ബന്ധക്കോസുകാരും ക്രിസ്ത്യാനികളെന്ന് പേര് പറഞ്ഞ് കിടക്കുന്ന വർഗ്ഗങ്ങൾ ഇപ്പുറത്തെ കിടപ്പുണ്ട്. അപ്പോൾ ഒറിജിനൽ സന്തതി യഹൂദനാണ്. ആ യഹൂദനെ കാണുമ്പോൾ കണ്ണുകടി. വന്നിരിക്കുന്നടീ നമ്മുടെയൊക്കെ അവകാശം അടിച്ചുകൊണ്ട് പോകാനായിട്ട്. നമുക്കല്ലേ സ്വത്ത് മുഴുവനും, നമുക്ക് തന്നിരിക്കുന്ന സ്വത്തല്ലേ. അയ്യോ ഇത് അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നിരിക്കുവോ, എന്ത് ചെയ്യണം നമുക്ക്? കൂട്ടമായിട്ട് അങ്ങ് ആക്രമിച്ചാലോ? അയ്യോ ഇപ്പൊ വേണ്ട. അമ്മച്ചി അയ്യോ ചിന്നരക്കുട്ടൻ എന്നെ രസമുണ്ടെന്ന് നോക്കിയേ. ചിന്നരക്കുട്ടനെ കാണാനായിട്ട് അമ്മയുടെ മുമ്പിൽ ഇച്ചിരി ഡ്രാമയും അടവും ഒക്കെ പറയും. എന്നിട്ട് പതുക്കെ അമ്മ അങ്ങോട്ട് പോകുന്നേരം നോക്കി, എടി നമുക്കിപ്പോൾ തീർത്താലോ അവനെക്കുറിച്ച് പരദൂഷണം കുറേയൊക്കെ അമ്മയെടുത്ത് പറഞ്ഞു കൊടുക്കാം. പിന്നെ കൂട്ടത്തിൽ പോയിരുന്നിട്ട് എടി ആ പാവോടിയെ കൊച്ചു വെച്ചല്ലേ എടി, അതിനെ കാണാൻ നല്ല രസമില്ലേ എടി, ആ കൂട്ടത്തിലുള്ള ഒരെണ്ണം പറയും നല്ല രസമില്ല മിണ്ടായിടി. പിന്നെ അതിനെ അവൻ പോയതല്ലേ, അന്നേ ഇറങ്ങി ഓടിയതല്ലേ, പിന്നെ ഇപ്പൊ കയറി വന്നിരിക്കുന്നത്?
അന്നേ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടിയവനല്ലേ. നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ സ്നേഹിച്ച് ശബ്ദം കേട്ടപ്പോഴേ ഓടി വന്ന് കയറിയതല്ലേ. നമുക്കല്ലേ അവകാശം മുഴുവനും. അവൻ ഇട്ട് കളഞ്ഞിട്ട് പോയവനല്ലേ. അവനെന്താ ഇപ്പൊ കയറി വന്നിരിക്കുന്ന? അവനൊന്നും അവകാശമൊന്നും കൊടുക്കാനൊന്നും പാടില്ല എന്നങ്ങ് പറഞ്ഞാളെ. അപ്പോഴത്തേക്കും ഈ അമ്മ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക. എന്നിട്ട് ഈ മകന്റെ നേരെ കുതികാലങ്ങ് ഉയർത്തുക. ടേബിളിൽ ആഹാരം വെച്ചിരിക്കുമ്പോഴത്തേക്കും അവന്റെ ആഹാരം ഇങ്ങോട്ട് വെച്ചിട്ട് പറയും, കുറച്ച് തിന്നാ മതി, നിനക്കൊന്നും വേണ്ടിയിട്ടല്ല ഇത് വെച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാ, മനസ്സിലായോ? നീ വെറും വേസ്റ്റാണ്, ചവറാണ്, ചപ്പാണ്. ഞങ്ങളാണ് ഇപ്പൊ നിന്റെ അമ്മയുടെ അവകാശികള്, മനസ്സിലായോ? നീ തള്ളിക്കളഞ്ഞിട്ട് ഓടിയവനല്ലേ, നീ വേണ്ടാന്ന് വെച്ചിട്ട് പോയവനല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ? നിനക്കുള്ള അവകാശമൊന്നും ഇവിടെ ഇല്ല. നിന്നെയൊക്കെ തള്ളിയതാണെന്നറിയാമോ? പിന്നെ ഞങ്ങളോടുള്ളൊരു സ്നേഹവും പ്രീതിയൊക്കെ കൊണ്ട് നിനക്കൊക്കെ ഒരു അവസരം വീണ്ടും തന്നേ ഉള്ളൂ. അതുകൊണ്ട് നീ നിന്റെ പാട് നോക്കി ജീവിക്കണം, മനസ്സിലായോ? അവകാശം മുഴുവൻ ഞങ്ങൾക്കുള്ളയാന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണങ്ങള് ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ യഹൂദനെ കാലു വെക്കാൻ വേണ്ടി യഹൂദിന്റെ നേരെ കുതുകാലു ഉയർത്താൻ വേണ്ടി നിൽക്കുക. കുറെ ദിവസം അമ്മ നോക്കിക്കൊണ്ടിരിക്കും, അമ്മ ക്ഷമിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞിട്ട് പോട്ടെ, വിവരക്കേടല്ലേ. അവകാശത്തിന്റെയും സന്തതിയുടെയും ഉടമ അവിടെ കിടക്കുകയല്ലേ യഹൂദൻ. എന്നിട്ട് പോയിട്ട് ഈ യഹൂദൻ തിരിച്ചൊന്നും പറയുന്നില്ല. അവന്റെ മിണ്ടാതിരിക്കുക. ആരോട് പോയി മത്സരിക്കാനാ? അവനറിയാം അവനാണ് ഒറിജിനൽ അവകാശി എന്ന് പറഞ്ഞിട്ട്. ഈ വർഗ്ഗങ്ങളോട് പോയി കഴിഞ്ഞാൽ ഈ വർഗ്ഗങ്ങൾ എന്ത് ചെയ്യും? കൂറു കാണിക്കും എന്നുള്ളതറിയാം, കഴുത്തറുത്ത് കൊന്നു കളയും എന്നുള്ളതറിയാം. അതുകൊണ്ട് മിണ്ടാതിരിക്കുക അവൻ. അപ്പോഴേക്കും അമ്മ പറഞ്ഞ്, മക്കളെ, നീ ഇല്ലാതെ പോയ സ്ഥലത്ത്, കാട്ടൊലിവായിരുന്ന സമയത്ത്, നാട്ടൊലിവിൽ നിന്ന് കുറെ വെട്ടിയെടുത്ത് മാറ്റിയ സമയത്ത് ഞാൻ കുറെ കാട്ടൊലിവുകളെ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചു. ആ ഒട്ടിച്ചു വെച്ച കാട്ടൊലിവുകളെല്ലാം ഇപ്പോൾ നാട്ടൊലിവിന് നേരെ കുതികാലുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ വെള്ളവും യഥാർത്ഥ ഒലിവിൽ നിന്നും വെള്ളവും നീരും എല്ലാം വലിച്ചെടുത്ത് ഇപ്പോൾ ഉപിഷ്ടമായിട്ട് ജീവിച്ചിട്ട് ഒറിജിനൽ കൊമ്പുകൾക്ക് നേരെ ചീർക്കുകയാണ്. ആ നാട്ടൊലിവിനെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് കാട്ടൊലിവിനെ ഒട്ടിച്ചുവെങ്കിൽ ഈ ഒട്ടിച്ചു വെച്ചതിനെ എത്രയധികം ഞാൻ വെട്ടിക്കളയും എന്ന് പറഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? ഈ സ്വന്തം മകനെതിരെ പരദൂഷണവും കുഞ്ഞണവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാത്തിലും നടുവ് നോക്കി ഒറ്റ ചവിട്ടങ്ങ് വെച്ചു കൊടുക്കും. പുറത്ത് വൃത്തികെട്ട വർഗ്ഗങ്ങളെ, ജന്മങ്ങളെ, നീയൊക്കെ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ മകന്റെ അവകാശത്തിനകത്ത് കയറി വന്നിരുന്നിട്ട് വയറ് പൊളച്ച് ഇരുന്നിട്ട് എന്റെ മകന് നേരെ കുതികാല് ഉയർത്തുന്നോ? പെറ്റതള്ള അതേ പറയൂ. ഒറിജിനൽ ആട് തിരിഞ്ഞു വന്നാൽ ആ ഒറിജിനൽ മകന്റെ മുമ്പിൽ കുതികാൽ ഉയർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒറിജിനൽ മകനെ കണ്ട് സന്തോഷിക്കണം. അവന്റെ അവകാശത്തിന്റെ ഓഹരിയാണല്ലോ എനിക്കും തന്നതെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിയോടുകൂടി അവന്റെ ആ കാലിന് കീഴിലിരിക്കണം. അവന്റെ കൂടെ ഇരിക്കുമ്പോൾ നന്ദിയോടുകൂടി ഇരിക്കണം. കനായ സ്ത്രീ പറഞ്ഞു, മക്കൾക്കുള്ളത് ഞാൻ നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. കർത്താവ് പറയുകയാണ്, മക്കളുടെ അപ്പം എടുത്ത് ഞാൻ നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ കനായ സ്ത്രീ പറഞ്ഞു, അയ്യോ യജമാനനെ, മക്കൾക്കുള്ളത് തരണ്ടായേ. പക്ഷെ മക്കളുടെ മേശമേൽ നീഴുന്ന അപ്പമുറുക്കൾ കൊണ്ട് നായ്ക്കുട്ടികളും ഉപജീവിക്കുന്നുവല്ലോ, അത് തന്നാൽ മതിയെന്നേ. ആ മക്കൾക്കുള്ളത് തരണ്ട. മക്കളുടെ ഇസ്രായേലിൽ പോലും ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസത്തെ കണ്ടിട്ടില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ മക്കളുടെ മേശയിൽ നിന്നുള്ള അപ്പനുറുക്കുകൾ കൊണ്ടാണ് ഉപജീവിക്കുന്നത്. അപ്പോൾ യഹൂദനെ ഓരോ സെക്കൻഡ് കാണുമ്പോഴും ക്രിസ്ത്യാനിയെ നീ മനസ്സിലാക്കേണ്ടത്, അവന്റെ അവകാശത്തിന്റെ ഒരു ഓഹരി എനിക്കും തന്ന ദൈവം എന്നെയും കാത്തു പരിപാലിച്ചതിന് നന്ദി കർത്താവേ. ആ യഹൂദന്റെ അവകാശത്തിന്റെ ഓഹരിയുടെ പങ്കാണല്ലോ ഞാൻ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ യഹൂദനെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം? ഹൃദയം നിറഞ്ഞ മനസ്സോടുകൂടി അവനെ നോക്കണം. നിങ്ങൾ അവനെതിരെ കുതികാലുയർത്തരുത്. അവനെതിരെ കുതികാലുയർത്തുന്നു, അവനെതിരെ നിങ്ങൾ ചിന്തിക്കുന്നു, ദോഷം ചിന്തിക്കുന്നു എന്ന് കണ്ടാലേ കർത്താവ് ചെവിക്ക് പിടിച്ച് വലിച്ച് നിന്നെയൊക്കെ എറിയും. ഞാൻ ഏറ്റവും കൂടുതലും എന്തുകൊണ്ടാണ് ഹിന്ദുക്കളെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. എനിക്ക് അവരോട് ഇഷ്ടം തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ. ഇസ്രായേലിനൊരു ആപത്തെന്ന് പറയുമ്പോൾ വെല്ലും നാട്ടിലും കിടക്കുന്ന, ഇന്ത്യയിൽ കിടക്കുന്ന ഹിന്ദുക്കളുടെ മനസ്സ് നീറുന്നു. അവർ കൊടുക്കുന്ന സപ്പോർട്ടിന്റെ ഒരംശത്തിന്റെ അംശം പോലും ക്രിസ്ത്യാനി എന്ന് പേര് പറയുന്ന ഒരു കൂട്ടം നാറിയവർഗം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഹിന്ദുക്കൾ പൂർണ്ണ മനസ്സോടുകൂടി സകല ഹിന്ദുവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് യഹൂദനെ സപ്പോർട്ട് ചെയ്യുകയും യഹൂദനെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുന്ന നാറിയവർഗം അവന്റെ അവകാശത്തിന്റെ പങ്ക് പറ്റാൻ വേണ്ടിയിട്ട് അവനെ കുതികാല് ചവിട്ടി വിട്ടിട്ട് അവന്റെ പങ്ക് പറ്റാൻ വേണ്ടി കാത്തു കിടക്കുന്ന വർഗങ്ങള് പുറമേ ചിരിച്ചുകൊണ്ട് പിന്നെ യഹൂദന്മാരൊക്കെ ദൈവം തള്ളിയതാ, ഇപ്പം അവന് കിട്ടേണ്ടതാ ഇതൊക്കെ, കാരണം അവന്റെ കയ്യിലിരിപ്പിനാ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? യഹൂദനെതിരെ
കുതികാലുയർത്തിക്കൊണ്ടിരിക്കുന്നു ക്രിസ്ത്യാനി എന്ന് പേര് പറയുന്ന വർഗം. പക്ഷെ ഈ കാര്യം എന്ത് ചെയ്തിട്ടില്ല? ആര് ചെയ്തിട്ടില്ല? നമ്മുടെ ഹിന്ദുക്കൾ ചെയ്തിട്ടില്ല. അതാണ് മനുഷ്യൻ. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവനെ ഞാനും സ്നേഹിക്കും. ഇസ്രായേലേ, നിന്നെ സ്നേഹിക്കുന്നവനെ ഞാനും സ്നേഹിക്കും. ഇസ്രായേലേ, നിന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഇസ്രായേലേ, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. ഈ മോദി ദൈവം എന്തുകൊണ്ടാണ് അനുഗ്രഹിക്കുന്നത്? ഇസ്രായേലിനെ മോദി അനുഗ്രഹിക്കുന്നത് കൊണ്ടാ. എടാ, ദൈവം അനുഗ്രഹിച്ച ഒരുത്തനെ ഞാൻ സ്നേഹിക്കുന്നതിൽ നിങ്ങൾക്കെന്താ കണ്ണുകടി? നിങ്ങൾക്കെന്താ കണ്ണുകടി? ഇസ്രായേലിനെ സ്നേഹിക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രായേലിനോട് ദൈവം മോദി കാണിക്കുന്ന സ്നേഹത്തിന് ദൈവം തിരിച്ചു മോദിയെ സ്നേഹിക്കും. മോദി സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ സ്നേഹിച്ച വല്ല കുഴപ്പവും നിങ്ങൾക്കുണ്ടോ? ഇസ്രായേലിനെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഹിന്ദുക്കൾ ഇസ്രായേലിനെ മാനിക്കുകയാണ്. അപ്പോൾ ദൈവം തിരിച്ച് ഹിന്ദുക്കളെയും മാനിക്കുന്നു. അപ്പോൾ അങ്ങനെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുന്നതിൽ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് കണ്ണുകടിയോ? എന്റെ കർത്താവിനില്ലാത്ത കണ്ണുകടി നിനക്കൊക്കെ എന്തിനാ കണ്ണുകടിക്കുന്നേ? എന്റെ കർത്താവിനുള്ള സ്നേഹം തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ടാ. പക്ഷെ നിന്നോടെല്ലാം കർത്താവിന് എന്താ വെറുപ്പാന്നറിയാമോ? നീയൊക്കെ അവരുടെ പങ്ക് പറ്റിയിട്ട് നീയൊക്കെ ആരെയാണ് സുഖിപ്പിക്കാൻ നടക്കുന്നത്? ബുദ്ധിയും ബോധവുമുള്ള നീയൊക്കെ മണ്ണബുദ്ധികളാണെന്നുള്ളത് ഇതിൽ തന്നെ വ്യക്തമാണ്. ബുദ്ധിയും ബോധവുമുള്ള ഒരു ക്രിസ്ത്യാനിയും എന്ത് ചെയ്യത്തില്ല? പുറമേ നിന്ന് ഇളിക്കത്തില്ല. യഹൂദനെ നോക്കി അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും സ്നേഹിക്കും. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും സ്നേഹിക്കും. എന്തുകൊണ്ടാ? അവനെ സ്നേഹിച്ചാൽ കിട്ടുന്ന മഹത്വം അതാണ്. സോഫിയ ഡയനോഷിസ്, ജെറുസലേമിനെ ഞാൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്നു. തീർച്ചയായിട്ടും എന്റെ സ്നേഹത്തിന്റെ ആഴം എന്ന് പറയുന്നത് ഞാൻ ഇസ്രായേൽ നാടിൽ കടക്കുന്നതിന് മുമ്പ് ജെറുസലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉയിരാണ്. യെരൂശലേമേ, ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എല്ലാം വലങ്കൈ ഞാൻ മറന്നു പോകട്ടെ എന്നാ പറയുന്നത്. ജെറുസലേമിനെ മറക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് നിന്റെയൊക്കെ വലങ്കൈ നീ മറന്നുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് വലങ്കൈ എന്ന് പറയുന്നത് ഇല്ല എന്നതിനർത്ഥം. ജെറുസലേമിനെ മറക്കുന്നവൻ ഓരോരുത്തരും അറിഞ്ഞുകൊള്ളണം. ദൈവവചനപ്രകാരം നീ ജെറുസലേമിനെ മറക്കുമ്പോൾ നിന്റെ വലങ്കൈ നിന്റെ മറന്നു പോകുകയാണ്. ഞാൻ ജെറുസലേമിനെ മറക്കുന്നുവെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിയിരിക്കട്ടെ, ഒട്ടിപ്പോട്ടെ എന്നാ. ജെറുസലേമിനെ മറക്കുന്നവൻ, ജെറുസലേം എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിന് അല്പം പോലും ചിന്തയും ബോധവും വിചാരവും ഇല്ലാത്തവ. ജെറുസലേം എന്ന് വെച്ചാൽ എന്തോ ജെറുസലേം ഇങ്ങനെ ചിന്തിക്കുന്ന ക്രിസ്ത്യാനിയെ നിന്നോടാ പറയുന്നത്. നിനക്ക് വലങ്കൈ എന്ന് പറയുന്ന ഒരു സാധനം പോലും ഇല്ല. ഈ കണ്ടോ ഈ കിടക്കുന്ന മോതിരം? ഈമേഷ്കഹേ യെരൂശലേം തീഷ്ക യമീനി. ഇത് ചുമ്മാതൊരു മോതിരം പൊക്കി ഞാൻ കയ്യിലിട്ടിരിക്കുവല്ല. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന എബ്രായ വാക്കെന്ന് പറയുന്നത് ഈമേഷ്കഹേ യെരൂശലേം തീഷ്ക യമീനി. ജെറുസലേമേ, ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വലത് കൈയിൽ, എൻ്റെ ചൂണ്ടുവിരലിൽ ഈ യെരൂശലേമിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനത് എബ്രായ ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്യമാണ് സങ്കീർത്തനം 137. ഈമേഷ്കഹേ യെരൂശലേം തീഷ്ക യമീനി. ഈമേഷ്കഹേ യെരൂശലേം, ഈമേഷ്കഹേ യെരൂശലേം തീഷ്ക യമീനി. ഈമേഷ്കഹേ യെരൂശലേം ഓയിലോയാലെ യെരൂശലേം ഓയ് ഓയ് സിംഹോസി ഓയിലോയാലെ യെരൂശലേം ഓയ് ഓയ് സിംഹോസി. ഈമേഷ്കഹേ യെരൂശലേം, ഈമേഷ്കഹേ യെരൂശലേം തീഷ്ക യമീനി. ഈമേഷ്കഹേ യെരൂശലേം ഓയിലോയാലെ യെരൂശലേം ഓയ് ഓയ് സിംഹോസി ഓയിലോയാലെ യെരൂശലേം
ആവോയ് ഓയ് സിംഹോസീം. അപ്പോൾ ഈ യെരൂശലേമേ, ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എന്റെ വലം കൈ മറന്നു പോകട്ടെ. യെരൂശലേമിനെ മറക്കുന്ന ഓരോ ക്രിസ്ത്യാനിയുമേ, നിന്നോടൊക്കെ പറയുക, നിന്റെയൊക്കെ വലം കൈ നീ മറന്നിരിക്കുകയാണ്. നിനക്ക് യെരൂശലേം എന്ന് പറഞ്ഞാൽ എന്താ നിനക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോ സെക്കൻഡുകളിലും ശലോം, ഞാൻ റീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും എന്ന് പറഞ്ഞ് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? യെരൂശലേമിനെ മറക്കാൻ പാടില്ല. യെരൂശലേമിനെ നീ മറക്കുന്നുവെങ്കിൽ നിന്റെ വലം കൈ മറന്നു പോകട്ടെ എന്നാ. ഞാൻ യെരൂശലേമിനെ മറക്കാതിരിക്കാനും യെരൂശലേമിനെ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് ഓരോ സെക്കൻഡുകളിലും ഞാൻ വരുന്ന സമയത്തെല്ലാം ഞാൻ പറയുന്നത് ശലോം, ഞാൻ റീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും പറഞ്ഞുകൊണ്ട്. എന്റെ പേജ് തന്നെ നിങ്ങൾ നോക്കിയേ, ജെറുസലേം എന്ന് പറഞ്ഞുള്ള പേജാണ്. നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയേ, റീന ഫ്രാൻസിസ് ജെറുസലേം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കാരണം ജെറുസലേമിനെ മറക്കാൻ പാടില്ല. യെരൂശലേമിനെ നിങ്ങൾ മറന്നു പോകരുത് പ്രിയ സഹോദരങ്ങളെ. ഓരോ മനുഷ്യ, കാരണം ദൈവവചനം അതങ്ങനെ പറഞ്ഞിരിക്കുന്നതുണ്ടെങ്കിൽ അത് സത്യമാണ്. അത് മറക്കുന്നവൻ ഓരോരുത്തരും മറഞ്ഞുകൊള്ളണം. നീ ക്രിസ്ത്യാനി എന്നുള്ള പേര് കാണുമായിരിക്കും, പക്ഷെ നീ യെരൂശലേമിനെ മറന്നിട്ടായിരിക്കുന്നെങ്കിൽ, യെരൂശലേം എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളം കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ ഒരു പിടപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കൊള്ളും, നിന്നെ ദൈവം കണ്ടിട്ടില്ലെന്നുള്ളതാ. നീയും ദൈവവുമായി യാതൊരു പങ്കുമില്ല. ദൈവവചനം നിന്റെ ഉള്ളിലില്ല എന്നുള്ളതാണ്. യെരൂശലേം എന്ന് കേൾക്കുമ്പോഴേ നിന്റെ ഹാർട്ട് ബീറ്റിൽ ഒന്ന് തുടിപ്പ് തോന്നണം, ഒരു ഇഷ്ടം തോന്നണം. യെരൂശലേം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് കത്തണം. അങ്ങനെ ആയിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ട്. നിന്റെ ഹൃദയം പിടയുകയാണ് യെരൂശലേമിനെ കുറിച്ച് കേൾക്കുമ്പോൾ. കാരണം നിന്റെ വാഞ്ച യെരൂശലേമിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. യെരൂശലേം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അത് ദൈവവചനത്താൽ മുദ്രയിടപ്പെട്ട് വെച്ചിരിക്കുകയാണ്. യെരൂശലേമിനെ മറക്കുന്നവൻ വലം കൈ മറന്നു പോകുന്നവനാണെങ്കിൽ അവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. വലം കൈ ഒരുത്തിനും മറക്കാൻ പറ്റില്ല. കാരണം വലം കൈ അവന്റെ കൂടെ നടക്കുന്നതാണ്. അവന്റെ എല്ലാ കാര്യങ്ങൾക്കും വലം കൈയാണ് കൂടെ ഇരിക്കുന്നത്. ഇതുപോലെ യെരൂശലേം നിങ്ങളുടെ ഒപ്പമുണ്ടെങ്കിൽ, യെരൂശലേമിനെ മറക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, യെരൂശലേം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തുടിക്കുന്നുണ്ടെങ്കിൽ, യെരൂശലേം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വാഞ്ച ഉണ്ടാകുന്നുവെങ്കിൽ, നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്നെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടും നിന്റെ ഉള്ളിൽ വചനമുണ്ടും എന്നുള്ളതാണ് സത്യം. പക്ഷെ യെരൂശലേമിനെ മറന്ന് ജീവിക്കുന്ന ഓരോരുത്തരും യെരൂശലേം എന്ന് കേൾക്കുമ്പോ യെരൂശലേം, പിന്നെ നമുക്ക് തന്നെ യെരൂശലേം, അതിനേക്കാൾ ഇപ്പൊ ഇവിടെ കേരളം നല്ല സൂപ്പറാ, അല്ലെങ്കിൽ അമേരിക്ക സൂപ്പറാ, അത് സൂപ്പറാ, ഇത് സൂപ്പറാ എന്നൊക്കെ നിനക്ക് തോന്നലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തുവാ എല്ലാ രാജ്യങ്ങളും ഒരുപോലെയൊക്കെ തന്നെ എന്നൊക്കെ നിനക്കൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ, നീ ഇതിനെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുമില്ല. നീ എത്ര ക്രിസ്ത്യാനി എന്ന് പേര് പറഞ്ഞാലും, നീ എത്ര കൊട്ടിയും പാടിയും ബഹളം വെച്ചാലും, നീ ശമ്പടവാട റൂബലവാട എന്നൊക്കെ പറഞ്ഞാലും, നിന്നെ ദൈവം കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് യെരൂശലേം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം പിടയ്ക്കണം. യെരൂശലേം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കത്തണം. യെരൂശലേമേ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് യെരൂശലേമിനെ ഓർത്താണ് എന്റെ കർത്താവ് ഈ ഭൂമിയിൽ കണ്ണുനീരൊഴുക്കിയിട്ടുള്ളത്. യെരൂശലേം പുത്രിമാരേ എന്ന് പറഞ്ഞ് കർത്താവ് യെരൂശലേം പുത്രിമാർക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. യെരൂശലേം എന്ന് കേൾക്കുമ്പോഴേ എന്റെ കർത്താവിന്റെ ഹൃദയവാഞ്ചയാണ്. കർത്താവിനെ അറിഞ്ഞ ഓരോരുത്തരുടെയും ഹൃദയവാഞ്ചയായിരിക്കണം യെരൂശലേം. അതുകൊണ്ടാണ് യെരൂശലേമിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് കർത്താവ് പറഞ്ഞത്. സഹോദര, നിങ്ങളെ തന്നെ ഒന്ന് നിങ്ങൾ ചിന്തിക്കുകയും, നീ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഉള്ളിലോട്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിനക്ക് യെരൂശലേം എന്ന് കേൾക്കുമ്പോൾ ഒരു കത്തൽ ഉണ്ടാകുന്നുണ്ടോ? നിനക്ക് യെരൂശലേം എന്ന് കേൾക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്നുണ്ടോ? നീ യെരൂശലേം എന്ന് കേൾക്കുമ്പോൾ അതൊന്ന് ഇഷ്ടക്കേടാണോ പ്രവർത്തിക്കുന്നത്? അതോ നിനക്ക് നോർമലായിട്ടാണോ ഫീൽ ആകുന്നത്? നീ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കുറിച്ച്. കാരണം യെരൂശലേം എന്ന് കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്തൊരു പെട്ടപ്പെടപ്പ് കാണും, ഒരു ഇഷ്ടം കാണും. നോർമലി അതുകൊണ്ടാണ് ഞാൻ യെരൂശലേമിനെ കൂടെ ചിത്രീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇടുന്നത്. അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ യെരൂശലേമിൽ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തുടിപ്പ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങളുടെ ആ ജീവന്റെ തുടിപ്പ് കർത്താവ് കൊണ്ടിട്ടതാ. നിങ്ങളെ കണ്ടിട്ടുണ്ടതുകൊണ്ടാ, ഈ അന്ത്യകാലത്തിന് നിങ്ങളുടെ ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ യെരൂശലേമിലേക്ക് ഓടി വരുമ്പോഴുള്ള എന്റെ വാഞ്ച നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇന്നും യെരൂശലേമിന്റെ തെരുവോരങ്ങളിൽ കൂടി ഞാൻ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ